Hi all, welcome to once. നമ്മളിന്ന് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ആർക്കിടെക്ചറിൻ്റെ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ S4 കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഒരു കോർ സബ്ജക്റ്റാണ് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ആർക്കിടെക്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതിൻ്റെ സബ്ജക്റ്റ് കോഡ് PBCST 404 ആണ്. അതുപോലെ ക്രെഡിറ്റ് 4 ഉണ്ട്. അപ്പോൾ നമ്മുടെ എക്സ്റ്റേണൽ എക്സാം പബ്ലിക് എക്സാം നടക്കുന്നത് 40 മാർക്കിനും ബാക്കി 60 മാർക്ക് നമ്മുടെ ഇൻറ്റേർണലും ആയിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ മെയിനായിട്ട് നമ്മൾ നോക്കുന്ന ഇതിനകത്ത് വരുന്ന തിയറി ക്വസ്റ്റ്യൻസ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ആ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ആണ് മെയിനായിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ മോസ്റ്റ്ലി ഇപ്പോൾ CO പഴയ റിവിഷനൊക്കെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും നമ്മളോട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം അതിനു മുമ്പ് ആദ്യം തന്നെ മൊഡ്യൂൾ 1ൻ്റെ അകത്ത് എന്തൊക്കെയാണ് ടോപ്പിക്സ് ആണ് കവർ ചെയ്യുന്നത് നമുക്ക് പറയാം. അപ്പോൾ മൊഡ്യൂൾ 1 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ബേസിക് സ്ട്രക്ചർ ഓഫ് എ കമ്പ്യൂട്ടറിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചാണ് പറയുന്നത്. അതിനകത്ത് പറഞ്ഞ ഫങ്ഷണൽ യൂണിറ്റ് എന്തൊക്കെയാണ്, കമ്പ്യൂട്ടറിൻ്റെ ഫങ്ഷണൽ യൂണിറ്റ്സ് എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ ബേസിക് ഓപ്പറേഷണൽ കൺസെപ്റ്റ് പറയുന്നുണ്ട്. അതുപോലെ മെമ്മറി മാപ്സ് പറയുന്നുണ്ട്. അത് എഡിനൻസ് പറയുന്നുണ്ട്. അതായത് അവിടെ ബിഗ് ഇൻറ്റീനും ലിറ്റിൽ ഇൻറ്റീനും വരും. ഒരു മൾട്ടിപ്പിൾ ബൈറ്റ് നമുക്ക് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാനുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നതെന്നാണ് പറയണേ. പിന്നെ റിസ്ക്, അതുപോലെ സിസ്ക്, അതായത് കോംപ്ലക്സ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടറും അതുപോലെ റെഡ്യൂസ്ഡ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടറും അതിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും എല്ലാം പറയുന്നുണ്ട്. അതിൻ്റെ കമ്പാരിസണും എല്ലാം വരുന്നുണ്ട്. പിന്നെ റിസ്കിൻ്റെ ഇൻട്രൊഡക്ഷനാണ്. അസംബ്ലി ലാംഗ്വേജ് പറയുന്നുണ്ട്. അസംബ്ലി ഡയറക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ അസംബ്ലി ലാംഗ്വേജിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോഗ്രാംസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ പ്രോഗ്രാമിംഗ് കൺസെപ്റ്റിനകത്ത് പറഞ്ഞ പ്രോഗ്രാം ഫ്ലോ ആണ്. ബ്രാഞ്ചിങ് എങ്ങനെയാണ് പ്രോഗ്രാം ഫ്ലോ നടക്കുന്നത്. അതുപോലെ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റിനെ വെച്ചിട്ടുള്ളത് ലൂപ്സ്, അറേസ്, ഫംഗ്ഷൻ കോൾസ്, ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ സൈക്കിൾ. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളവിടെ പറയുന്നത്. പിന്നെ മെഷീൻ ലാംഗ്വേജിൻ്റെ അകത്ത് ഇൻസ്ട്രക്ഷൻസ് പറയുന്നുണ്ട്. അതുപോലെ അഡ്രസ്സിംഗ് മോഡ്സ്, സ്റ്റോർഡ് പ്രോഗ്രാം കൺസെപ്റ്റ്, എവല്യൂഷൻ ഓഫ് റിസ്ക് ആർക്കിടെക്ചർ, ഇത്രയാണ് നമ്മൾ അതിൻ്റെ അകത്ത് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബേസിക് സ്ട്രക്ചറിൻ്റെ അകത്ത് ഈ ഫങ്ഷണൽ യൂണിറ്റ്സ് മേ ബി ഒരു 2 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ ഇവിടെ ഈ ബിഗ് ഇൻഡിയനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു 32 ബിറ്റ് ഡേറ്റ തന്നിട്ട് അതിനെ ബിഗ് ഇൻഡിയനിലെ ഏത് കറസ്പോണ്ടിങ് അഡ്രസ്സ് തന്നിട്ട് ഏത് അഡ്രസ്സിൽ ഏത് വാല്യൂ ആയിരിക്കും സ്റ്റോർ ആവുന്നത് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ സിസ്കിൻ്റെയും കമ്പാരിസൺ, പിന്നെ ഈ അസംബ്ലർ ഡയറക്റ്റീവ്സ് അവിടെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ സിസ്കിൻ്റെ അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാം എഴുതാൻ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ അഡ്രസ്സിംഗ് മോഡ്സ് വരുന്നുണ്ട്. അഡ്രസ്സിംഗ് മോഡ്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ മെഷീൻ ലാംഗ്വേജിലേക്കുള്ള കൺവേർഷനുമായുള്ള കാര്യങ്ങൾ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. അതായത് ഇൻസ്ട്രക്ഷൻ ടൈപ്സ് ഉണ്ട്. ആ ഇൻസ്ട്രക്ഷൻ ടൈപ്പിൻ്റെ അകത്ത് വരുന്ന ആ ടൈപ്പിനെ വെച്ചിട്ട് നമുക്ക് അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാം തന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മളങ്ങനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ആ കൺവേർട്ട് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് ഇപ്പോൾ പ്രോഗ്രാം ഒരു ലൈൻ ഓഫ് കോഡ് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് മെഷീൻ കോഡ് എന്താ എന്ന് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് മോസ്റ്റ്ലി നമുക്ക് ഇതിനകത്ത് എക്സ്പെക്ട് ചെയ്യാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, വാട്ട് ആർ ദ ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് എ കമ്പ്യൂട്ടർ? ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് എ കമ്പ്യൂട്ടർ എന്തൊക്കെയാണ്? അപ്പോൾ മെയിനായിട്ട് 5 പാർട്ടാണ് ഉള്ളത്. ഫസ്റ്റ് ഇൻപുട്ട് യൂണിറ്റ് ഉണ്ട്, ഔട്ട്പുട്ട് യൂണിറ്റ് ഉണ്ട്, മെമ്മറി ഉണ്ട്, ALU ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കൺട്രോൾ യൂണിറ്റ് ഉണ്ട്. ഈ 5 കാര്യങ്ങളാണ് ഉള്ളത്. അതായത് ഇൻപുട്ട്, ഔട്ട്പുട്ട്, മെമ്മറി, ALU, കൺട്രോൾ യൂണിറ്റ്. അപ്പോൾ ഇൻപുട്ട് യൂണിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന എല്ലാ ഡിവൈസസും അത് ഇൻപുട്ട് യൂണിറ്റിലാണ് വരുന്നത്. അതായത് കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ ഏത് ഫോമിൽ വേണമെങ്കിലും നമുക്ക് ഇൻപുട്ട് കൊടുക്കാം. അതായത് ഡേറ്റ ആയിട്ടോ അല്ലെങ്കിൽ ഇമേജ് ആയിട്ടോ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഓഡിയോ ആയിട്ടോ വീഡിയോ ആയിട്ടോ ഏതെങ്കിലും ഒരു ഫോമിൽ കമ്പ്യൂട്ടറിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ ഡേറ്റ കൊടുക്കാൻ അല്ലെങ്കിൽ വാല്യൂസ് കൊടുക്കാൻ അല്ലെങ്കിൽ ഇമേജസ് കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന എല്ലാ ഡിവൈസസും എന്തൊക്കെയാണ്? ഇൻപുട്ട് ഡിവൈസസ് ആണ്. അത് ഹ്യൂമൻ റീഡബിൾ ഫോർമാറ്റിൽ നിന്ന് മെഷീൻ ഫോമിലേക്ക് അത് കൺവേർട്ട് ചെയ്തോളൂ ഇൻപുട്ട് ഡിവൈസസ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻപുട്ട് ഡിവൈസസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കമ്പ്യൂട്ടറിലേക്ക് ഏതെങ്കിലും ഒരു ഫോമിൽ ഔട്ട്സൈഡ് വേൾഡിൽ നിന്ന് അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന ഡേറ്റിനെ ഇൻപുട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഡേറ്റിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ഡിവൈസസിനാണ് നമ്മൾ ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അക്സെപ്റ്റ് ഡേറ്റ ആൻഡ് പ്രോഗ്രാംസ് ഫ്രോം ഔട്ട്സൈഡ് വേൾഡ്, അതായത് യൂസറിൽ നിന്നാവാം അല്ലെങ്കിൽ ഹ്യൂമനിൽ നിന്നാവാം
അപ്പം ഔട്ട്സൈഡ് വേൾഡിൽ നിന്ന് ഡേറ്റേനെ ഇൻഫർമേഷനെ ഒക്കെ അല്ലെങ്കിൽ പ്രോഗ്രാംസിനെയൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറഞ്ഞത്. അത് ഏത് ഫോമിൽ വേണമെങ്കിലും ആവാം. ഇപ്പോൾ ഇമേജ് ആവാം, അല്ലെങ്കിൽ ടെക്സ്റ്റ് ആവാം, അല്ലെങ്കിൽ ഓഡിയോ ആവാം, വീഡിയോ ആവാം, ഏത് ഫോമിൽ വേണമെങ്കിലും. ഓക്കെ, ഔട്ട്പുട്ട് യൂണിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെൻഡ്സ് റിസൾട്ട് ടു ദി ഔട്ട്സൈഡ് വേൾഡ്. നമ്മൾ ഡേറ്റ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇൻപുട്ട് ഡിവൈസ് വഴി ഡേറ്റനെ എടുക്കുന്നു, അതിനെ ഔട്ട്സൈഡ് വേൾഡിലേക്ക് ഡിസ്പ്ലേ ചെയ്യാൻ അല്ലെങ്കിൽ പ്രോസസ്ഡ് ഡേറ്റ ഔട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഇൻപുട്ട് ഡിവൈസിന് എക്സാമ്പിളാണ് നമ്മളെ കീബോർഡ്, മൗസ്, അതുപോലെ നമ്മുടെ സ്കാനർ. അതൊക്കെ എന്താണ്? ഇൻപുട്ട് ഡിവൈസസിന് എക്സാമ്പിളാണ്. ഇൻപുട്ട് എടുക്കുവാണ്. ഓക്കെ, അപ്പോൾ ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോസസ്സ് ചെയ്ത CPU അല്ലെങ്കിൽ പ്രോസസ്സർ പ്രോസസ്സ് ചെയ്ത ഡേറ്റനെ പുറത്ത് ഔട്ട്സൈഡ് വേൾഡിലേക്ക് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഔട്ട്പുട്ട് ഡിവൈസസ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മുടെ പ്രിന്റർ ഔട്ട്പുട്ട് ഡിവൈസ് ആണ്, പ്രൊജക്ടർ ഔട്ട്പുട്ട് ഡിവൈസ് ആണ്, മോണിറ്റർ ഔട്ട്പുട്ട് ഡിവൈസ് ആണ്, സ്പീക്കർ ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. ഇതെല്ലാം പല രീതിയിലായിരിക്കും നമുക്ക് ഡേറ്റനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം വരുന്ന പ്രോസസ്സ് ചെയ്ത ഡേറ്റാസ് 0s and 1s ആയിട്ട് മെഷീൻ ലാംഗ്വേജിലായിരിക്കും. അതിന് കൺവേർട്ട് ചെയ്ത് ഹ്യൂമൻ റീഡബിൾ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഡിസ്പ്ലേ ചെയ്യുന്ന പരിപാടി അല്ലെങ്കിൽ ആ പ്രോസസ്സ് ചെയ്യുന്ന ആരാണ്? നമ്മുടെ ഔട്ട്പുട്ട് യൂണിറ്റ് ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ വരുന്ന ഇൻഫർമേഷന് ഹ്യൂമൻ ഔട്ട്സൈഡിൽ നിന്ന് എടുക്കുന്നത് ഇൻപുട്ട് ഡിവൈസ്, അതിനെല്ലാം പ്രോസസ്സ് ചെയ്ത് പ്രോസസ്സർ കൊടുക്കുന്ന ഡേറ്റേനെ ഔട്ട്സൈഡിലേക്ക് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസസ് ആണ് എന്ത്? നമ്മുടെ ഔട്ട്പുട്ട് ഡിവൈസസ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി മെമ്മറി യൂണിറ്റ് ആണ്. മെമ്മറി യൂണിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡേറ്റാസിനെയൊക്കെ ടെമ്പററി ആയിട്ട് അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? മെമ്മറി യൂണിറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ടെമ്പററി ആയിട്ട് നമ്മൾ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത് റാമിലാണ്. റാൻഡം ആക്സസ് മെമ്മറിയാണ്. കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയാണ് നമ്മൾ റാം എന്ന് പറഞ്ഞത്. അപ്പോൾ അതിനകത്താണ് നമ്മൾ ടെമ്പററി ആയിട്ട് ഇപ്പോൾ എന്തെങ്കിലും എക്സിക്യൂഷൻ സമയത്തൊക്കെ നമ്മൾ പ്രോഗ്രാംസ് അല്ലെങ്കിൽ ഡേറ്റയൊക്കെ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്ന റാമിലാണ്. ടെമ്പററി സ്റ്റോറേജ് ആണ്. ഓക്കെ, നെക്സ്റ്റ് പെർമനൻ്റ് ആയിട്ട് നമ്മൾ സെക്കൻഡറി മെമ്മറിയിലാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. പെർമനൻറ്റ് സ്റ്റോറേജ് ആണ്. നമ്മുടെ ഹാർഡ് ഡിസ്ക് ഒക്കെ എന്താണ്? ആ കാറ്റഗറിയിൽ വരുന്ന സ്റ്റോറേജ് ആണ്. ഇനി നമ്മൾ അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റുള്ള ഫംഗ്ഷണൽ യൂണിറ്റിനകത്ത് അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാ അരിത്തമെറ്റിക് ഓപ്പറേഷൻസും ലോജിക്കൽ ഓപ്പറേഷൻസും, അതായത് അഡിഷന്, സബ്ട്രാക്ഷൻ, ഇപ്പോൾ നമുക്കൊരു പ്രോഗ്രാമിനകത്ത് അഡിഷൻ ചെയ്യാണ്ട്, സബ്ട്രാക്ട് ചെയ്യാണ്ട്, അല്ലെങ്കിൽ ഡിവിഷൻ ചെയ്യാണ്ട്, അങ്ങനെ എല്ലാ അരിത്തമെറ്റിക് ഓപ്പറേഷൻസും അത് ലോജിക്കൽ ഓപ്പറേഷൻസും, നമുക്ക് ലോജിക്കൽ ആൻഡ് ചെയ്യാണ്ട്, നോട്ട് ചെയ്യാണ്ട്, അങ്ങനെയുള്ള ലോജിക്കൽ ഓപ്പറേഷൻസും അതെല്ലാ കാൽക്കുലേഷൻസും എല്ലാം ചെയ്യുന്നത് എന്താണ്? അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ് ആയിരിക്കും പെർഫോം ചെയ്യുന്നത്. അപ്പോൾ പെർഫോം അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻ, ആൻഡ്, ഓർ, നോട്ട്, അതുപോലെ പ്ലസ്, മൈനസ്, ഡിവിഷൻ, സബ്ട്രാക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആഡ് ചെയ്യുന്നു അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ്. ഇനി കൺട്രോൾ യൂണിറ്റ് ആണ്. കൺട്രോൾ യൂണിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബാക്കി എല്ലാ 4 യൂണിറ്റിനെയും കോർഡിനേറ്റ് ചെയ്ത് വർക്ക് ചെയ്യിക്കുന്ന ആളാണ് കൺട്രോൾ യൂണിറ്റ് ആണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള കൺട്രോൾ സിഗ്നൽസ് പ്രൊവൈഡ് ചെയ്തിട്ട് ഇതിനെല്ലാം കൂടെ ഒന്നിച്ച് കോർഡിനേറ്റ് ചെയ്ത് വർക്ക് ചെയ്യിക്കുന്ന ആളാണ് നമ്മുടെ കൺട്രോൾ യൂണിറ്റ് ആണ്. ഓക്കെ, അപ്പോൾ അത്രയുമാണ് നമ്മുടെ ഫംഗ്ഷണൽ യൂണിറ്റിൽ പറയാനുള്ളത്. അപ്പോൾ കമ്പ്യൂട്ടറിന് ഫംഗ്ഷണൽ യൂണിറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ലിസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ 2 മാർക്കൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര എഴുതിയാൽ മതി. ഏതൊക്കെയാണ്? 5 യൂണിറ്റ് ഉണ്ട്. ഇൻപുട്ട് യൂണിറ്റ്, ഔട്ട്പുട്ട് യൂണിറ്റ്, അതുപോലെ നമ്മുടെ മെമ്മറി, പിന്നെ ALU, പിന്നെ കൺട്രോൾ യൂണിറ്റ്. അപ്പോൾ ഇൻപുട്ട് യൂണിറ്റ് എന്ത് ചെയ്യുന്നു? ഔട്ട്സൈഡ് വരുന്ന ഹ്യൂമൻസിനോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ഇൻപുട്ടിനെ എടുക്കുന്നു. അതായത് അത് മേ ബി ഏത് ഫോമിലുള്ള ഇൻപുട്ടിനെ എടുക്കുന്നു, അതിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഇൻപുട്ട് യൂണിറ്റാണ്. ഇനി ഔട്ട്പുട്ട് യൂണിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോസസ്സ് ചെയ്ത ഇൻഫർമേഷനെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ മെമ്മറിയാണ്. മെമ്മറി ടെമ്പററി ആയിട്ടോ അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ട് ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ALU ആണ്. അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ് ആണ്. എല്ലാ അരിത്തമെറ്റിക് ഓപ്പറേഷൻസും ലോജിക്കൽ ഓപ്പറേഷൻസും ചെയ്യുന്നതാണ് ALU ആണ്. പിന്നെ നമ്മുടെ കൺട്രോൾ യൂണിറ്റ് ആണ്. ബാക്കി എല്ലാ യൂണിറ്റിനെയും കൺട്രോൾ ചെയ്ത് കോർഡിനേറ്റ് ചെയ്ത് അതിനാവശ്യമായിട്ടുള്ള സീക്വൻസ് ആയിട്ട് വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കൺട്രോൾ സിഗ്നൽസും പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ കൺട്രോൾ യൂണിറ്റ് ആണ്. ഓക്കെ, അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഡയറക്റ്റ് ആൻഡ് കോർഡിനേറ്റ് ഓപ്പറേഷൻസ് ഓഫ് ദി ഓൾ അതർ യൂണിറ്റ്സ്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ആൻ ഇൻഡിയൻസ്? ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ബിഗ് ഇന്ത്യൻ ആൻഡ് ലിറ്റിൽ ഇന്ത്യൻ. എന്താണ് ഇൻഡിയൻസ് എന്ന് ചോദിച്ചിരിക്കുന്നത്? ഇൻഡിയൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ബൈറ്റ് ഓർഡറിങ് ചെയ്യുന്നതിനാണ് നമ്മൾ ഇൻഡിയൻസ് എന്ന് പറഞ്ഞത്. ഓക്കെ, ഇൻഡിയൻസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ബൈറ്റ് ഓർഡറിങ് ചെയ്യുന്നതിനാണ് നമ്മൾ ഇൻഡിയൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ മൾട്ടിപ്പിൾ ബൈറ്റ് ഉണ്ട്. ഇപ്പോൾ കുറേ ബൈറ്റ്സ് ഒരു ഡാറ്റയ്ക്കകത്ത് വരുവാണെങ്കിൽ അത് എങ്ങനെയാണ് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻഡിയൻസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻഡിയൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
Index എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ refers the byte ordering used to store multi-byte data in a memory. അപ്പം മെമ്മറിയിൽ മൾട്ടി ബൈറ്റ് ഡേറ്റയെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഇൻഡെക്സ് എന്ന് പറഞ്ഞ ആ ടേം യൂസ് ചെയ്യുന്നത്. അപ്പം അത് എന്താ റെഫർ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബൈറ്റിൻ്റെ നമ്മുടെ ഓരോ ബൈറ്റ് ഇപ്പം എത്ര ബൈറ്റ് ഉണ്ട് അതിൻ്റെ ഓർഡറിങ്ങിനാണ് അത് മാറ്റർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ആ രണ്ട് ടൈപ്പാണുള്ളത്. ബിഗ് ഇൻഡിയൻ ഉണ്ട്, അതുപോലെ തന്നെ ലിറ്റിൽ ഇൻഡിയൻ ഉണ്ട്. ബിഗ് ഇൻഡിയൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ MSB ഉണ്ട്. MSB അതായത് ഒരു ബൈറ്റിനകത്ത് ഇപ്പോൾ എക്സാമ്പിൾ അടുത്ത് ഇതിൽ വരുന്നുണ്ട്. അപ്പം നമ്മൾ അത് പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. അപ്പം ബിഗിൻ്റെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഇപ്പോൾ 8 BC2 5 8 2 4 6. ഓക്കെ, ഇതൊരു ഹെക്സാഡെസിമൽ നമ്പർ ആണ്. ഓക്കെ, അപ്പോൾ 32 ബിറ്റ് ആണ്. 2 4 6 8 ബിറ്റ് 8 ആണ് ഉണ്ട്. അപ്പോൾ 32 ബിറ്റ് ആണ്. ഓക്കെ, അപ്പം നമ്മളിത് സ്റ്റോർ ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് ഇതാണ് നമ്മുടെ MSB, ഇതാണ് LSB. അപ്പം ബിഗ് ഇൻഡിൻ്റെ അകത്ത് MSB സ്റ്റോർ ചെയ്യുന്ന ലോവർ അഡ്രസ് ലൊക്കേഷനിലായിരിക്കും. MSB സ്റ്റോർ ചെയ്യുന്ന ലോവർ മെമ്മറി ലൊക്കേഷനിലായിരിക്കും. ഇപ്പം നമ്മുടെ മെമ്മറി ലൊക്കേഷൻ 1000 തൊട്ട് ഒരു 1005 അങ്ങനെ പോകുന്നതെന്ന് വെച്ചാൽ 1000 1001 1002 അങ്ങനെ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോവർ മെമ്മറി ലൊക്കേഷൻ, അതായത് 1000 സ്റ്റോർ ചെയ്യുന്ന MSB ആയിരിക്കും. ഓക്കെ, അപ്പം അതിനാണ് നമ്മൾ ബിഗ് ഇൻഡിയൻ എന്ന് പറഞ്ഞത്. അതാ പറഞ്ഞിരിക്കുന്നത് ബിഗ് ഇൻഡിയൻ മീൻസ് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബൈറ്റ്, അതായത് MSB അതാണ് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബൈറ്റ്. അതായത് ലെഫ്റ്റ് മോസ്റ്റിലുള്ളത്, നമ്മുടെ ലെഫ്റ്റ് മോസ്റ്റിലുള്ളതാണ് എന്ത് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉള്ളതാണ് നമ്മുടെ MSB. അപ്പം MSB എവിടെയായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്? ലോവർ അഡ്രസ് സ്പേസിലായിരിക്കും MSB സ്റ്റോർ ചെയ്യുന്നത്, അതായത് ലോവർ മെമ്മറി ലൊക്കേഷനിലായിരിക്കും. ഓക്കെ, അതിനാണ് നമ്മൾ ബിഗ് ഇൻഡിയൻ എന്ന് പറഞ്ഞത്. ഇനി ലിറ്റിൽ ഇൻഡിയൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? ഇതാണ് നമ്മുടെ LSB. LSB ആയിരിക്കും അവിടെ പോയി സ്റ്റോർ ചെയ്യുന്നത് ലോവർ മെമ്മറി ലൊക്കേഷൻ, അതായത് 1000 സ്റ്റോർ ചെയ്യുന്നത് എന്തായിരിക്കും? LSB ആയിരിക്കും. അപ്പം അങ്ങനെ സ്റ്റോർ ചെയ്യുന്നതിനാണ് നമ്മൾ ലിറ്റിൽ ഇൻഡിയൻ എന്ന് പറഞ്ഞത്. ബിഗ് ഇൻഡിയൻ ആണെങ്കിൽ MSB ലോവർ മെമ്മറി ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്യും. ഓക്കെ, അപ്പം അതിന് എക്സാമ്പിളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബിഗ് ഇൻഡിയൻ എക്സാമ്പിളാണ് സ്പാർക്ക്, അതുപോലെ മോട്ടോറോള, അങ്ങനെയുള്ളതൊക്കെ ആ സ്കീം യൂസ് ചെയ്ത് ബിഗ് ഇൻഡിയൻ രീതിയിലാണ് സ്റ്റോർ ചെയ്യുന്നത്. മറ്റേത് X86 ARM ഒക്കെ എന്താണ് LSBക്ക് ലിറ്റിൽ ഇൻഡിയൻ്റെ എക്സാമ്പിളാണ്. അപ്പോൾ LSBയോടെ സ്റ്റോർ ചെയ്യുന്ന ലോവർ മെമ്മറി ലൊക്കേഷനിലായിരിക്കും. ഓക്കെ, അപ്പം ഇപ്പോൾ കുറേ ബൈറ്റ് ഇപ്പോൾ ഇതിപ്പോൾ എന്താ പറയുക 32 ബിറ്റാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പം അതിൽ കൂടുതലൊക്കെ മൾട്ടിപ്പിൾ ബൈറ്റ് നമുക്ക് വരുവാന്ന് വെച്ചോ. മൾട്ടിപ്പിൾ ബൈറ്റ് ഉള്ള ഒരു ഡേറ്റയൊക്കെ വരുമ്പോൾ ഈ നമ്മൾ പല പല ലൊക്കേഷനിലായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ അത് എങ്ങനെ സ്റ്റോർ ചെയ്തെന്ന് അറിഞ്ഞാലാണ് നമുക്ക് ഈസി ആയിട്ട് റിട്രീവ് ചെയ്തെടുക്കുമ്പോൾ ആ ഡേറ്റയുടെ സീക്വൻസ് മാറാണ്ടിരിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹിഡൻനെസ് കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതെന്താ റെഫർ ചെയ്യുന്നത്? ബൈറ്റ് ഓർഡറിങ് യൂസ് ടു സ്റ്റോർ മൾട്ടിപ്പിൾ ബൈറ്റ് ഡേറ്റ ഇൻ മെമ്മറിയിൽ. എങ്ങനെയാണ് ബൈറ്റ് ഓർഡർ ചെയ്യുന്നത്, ഏത് ഓർഡറിലായിരിക്കും നമ്മൾ മൾട്ടിപ്പിൾ ഡേറ്റ ഉണ്ട്, മൾട്ടിപ്പിൾ ബൈറ്റ് ഡേറ്റ നമ്മുടെ ഈ കയ്യിൽ ഉണ്ടെങ്കിൽ അത് മെമ്മറിയിൽ ഏത് ഓർഡറിൽ ഏത് ബൈറ്റിൻ്റെ ഓർഡറിങ് എന്താണെന്നാണ് അത് റെഫർ ചെയ്യുന്നത്. അപ്പോൾ ആ റെഫറിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ബിഗ് ഇൻഡിയൻ ഉണ്ട്, ലിറ്റിൽ ഇൻഡിയൻ ഉണ്ട്. ബിഗ് ഇൻഡിയൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ MSB ആയിരിക്കും ലോവർ മെമ്മറി ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്യുന്നത്. ലിറ്റിൽ ഇൻഡിയൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ LSB ആയിരിക്കും ലോവർ മെമ്മറി ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ അത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്, ലിറ്റിൽ ഇൻഡിയനെയും ബിഗ് ഇൻഡിയനെയും ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എന്താണ്? 32 ബിറ്റ് വാല്യൂ ഓക്കെ, 32 ബിറ്റ് വാല്യൂ, ഒരു 32 ബിറ്റ് വാല്യൂ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. 0xD, ഞാൻ അവിടെ എഴുതുവാണ്, 0xDEAD BEEF DEAD BEF. ഓക്കെ, is stored at base address 0x100. അപ്പോൾ അത് സ്റ്റാർട്ടിങ് അഡ്രസ്സ് തന്നിട്ടുണ്ട്. എത്രയാണ്? 0x100ലാണ് നമ്മൾ സ്റ്റോർ ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ 0x100 അല്ല 1000 സ്റ്റാർട്ടിങ് അഡ്രസ്സിൽ നിന്നിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യുവാണ്. അപ്പം നമ്മുടെ ഡേറ്റ ഇതാണ്. നമ്മുടെ ഡേറ്റ ഈ തന്നേക്കുന്ന ഡേറ്റയാണ്. അപ്പോൾ ഈ ഡേറ്റയ്ക്കകത്ത് നമ്മൾ
രണ്ട് ഡേറ്റനെ രണ്ട് രീതിയിൽ നമ്മൾ സ്റ്റോർ ചെയ്യണം. അതായത് എങ്ങനെയൊക്കെ ബിഗ് ഇൻഡിയൻ യൂസ് ചെയ്തും ലിറ്റിൽ ഇൻഡിയൻ യൂസ് ചെയ്തും. അതാ പറഞ്ഞേക്കുന്നത് 32 ബിറ്റ് വാല്യൂ തന്നിട്ടുണ്ട്, താഴെ എടുത്ത് എഴുതിയിട്ടുണ്ട്. ഈ സ്റ്റോർഡ് അറ്റ് ബേസ് അഡ്രസ് എത്രയാണ്? 0x100 ആണ്. ഈ 0x റെഫർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഹെക്സാഡെസിമൽ ആണ്. ഹെക്സാഡെസിമൽ ആണ് നമ്മൾ കൊടുത്തേക്കുന്ന നമ്പർ, അതായത് നമ്മൾ കൊടുത്തേക്കുന്ന ഡേറ്റ ഹെക്സാഡെസിമൽ ആണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ കമ്പയറോട് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 0x $ഒക്കെ യൂസ് ചെയ്യുന്നത്. 0x യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഡോളർ യൂസ് ചെയ്യാം. അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെന്താണ് ഹെക്സാഡെസിമൽ ആണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഡിജിറ്റ് ആണെങ്കിൽ നമുക്ക് ഇപ്പം 1000 എന്ന് കൊടുക്കുന്നത് ഹെക്സാഡെസിമലിൽ കൊടുക്കുന്നതും ഡെസിമലിൽ കൊടുക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പം രണ്ടും രണ്ട് വാല്യൂ. ഡെസിമലിൽ 1000ന്റെ വാല്യൂ വേറെയാണ്. 1000 നമ്മളിപ്പോൾ കൊടുക്കുവാണെങ്കിൽ ഇത് ഡെസിമലിലുള്ള വാല്യൂ ആയിരിക്കും. അതേസമയം 0x ഇതൊന്ന് കൊടുത്തു കഴിയുമ്പോൾ ഇത് രണ്ടും ഈക്വൽ അല്ല. ഇത് ഡെസിമലും ഇത് ഹെക്സാഡെസിമലും ആണ്. അപ്പം രണ്ടാണ്. ഓക്കെ, അപ്പം അത് ഏത് ടൈപ്പാണ്, ഏത് ഡേറ്റയുടെ ഏത് ടൈപ്പാണ്, അത് ഹെക്സാഡെസിമൽ ആണോ ബൈനറി ആണോ അങ്ങനെ നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 0x യൂസ് ചെയ്യുന്നത്. അപ്പം 0x ആണ് നമ്മൾ മോസ്റ്റ്ലി ഹെക്സാഡെസിമലിൻ്റെ കൂടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്കിതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ചെയ്യാനായിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം അവർ പറഞ്ഞേക്കുന്നത് ഷോ ദ ബൈറ്റ് ബൈ ബൈറ്റ് മെമ്മറി ലേഔട്ട് ഓഫ് ബിഗ് ഇൻഡിയൻ ആൻഡ് ലിറ്റിൽ ഇൻഡിയൻ സിസ്റ്റം. ഇതിൽ നമ്മൾ ബിഗ് ഇൻഡിയൻ്റെയും ലിറ്റിൽ ഇൻഡിയൻ്റെയും ബൈറ്റ് ബൈ ബൈറ്റ് ആയിട്ടുള്ള ഇത് കാണിക്കാനാണ് പറഞ്ഞേക്കുന്നത്. എന്താ മെമ്മറി ലേഔട്ട് സിസ്റ്റം കാണിക്കുക. അപ്പം ആദ്യം നമ്മൾ ബിഗ് ഇൻഡിയൻ ചെയ്യാം. അപ്പം ബിഗ് ഇൻഡിയൻ ആണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. അപ്പം ബിഗ് ഇൻഡിയൻ്റെ അകത്ത് സ്റ്റാർട്ടിങ് അഡ്രസ് അവർ തന്നിട്ടുണ്ട് 0x1000. ഓക്കെ, 0x1000ലേക്ക് ഏത് വാല്യൂ ആയിരിക്കും സ്റ്റോർ ആവുന്നത്? ഇത് ഹെക്സാഡെസിമൽ വാല്യൂസ് ആണ്. ഈ ഫസ്റ്റ് വാല്യൂ, അതായത് ഡി എന്ന് പറയുന്ന ഫസ്റ്റ് വാല്യൂ ആയിരിക്കും ആദ്യം സ്റ്റോർ ചെയ്യുന്നത്. കാരണം ബിഗ് ഇൻഡിയൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, MSB ആണ് ഫസ്റ്റ് സ്റ്റോർ ആവേണ്ടത്. അപ്പം അവിടെ എന്ത് വരും? DE എന്നുള്ള വാല്യൂ വരും. നെക്സ്റ്റ് 0x1001 ആണ് നമ്മൾ എടുക്കുന്നത്. നമ്മൾ ഡേറ്റ ആയിട്ടുള്ള എടുക്കുന്നത്. അപ്പോൾ ഡേറ്റ ആയിട്ട് 1000, 1001, 1002 അങ്ങനെ നമ്മൾ പോകുന്നത്. ഓക്കെ, ഈ ബിഗിനിൻ്റെ കാര്യത്തിൽ 1000, 1001 അങ്ങനെ പോകത്തുള്ളൂ. 1 0 1 2 3 എന്നുള്ള രീതിയിലാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പം DE അത് കഴിഞ്ഞിട്ട് വരുന്നത് AD സ്റ്റോർ ചെയ്യും. അത് കഴിഞ്ഞിട്ട് 0x1002 നമ്മൾ എന്ത് സ്റ്റോർ ചെയ്യും? BE സ്റ്റോർ ചെയ്യും. 0x1003 എന്ത് സ്റ്റോർ ചെയ്യും? EF സ്റ്റോർ ചെയ്യും. ഇങ്ങനെയായിരിക്കും 2 ബിറ്റ് 8 ബിറ്റ് ആയിരിക്കും അറ്റ് എ ടൈം സ്റ്റോർ ചെയ്യുന്നത്. രണ്ടും കൂടെ കൂടിയിട്ട് 8 ബിറ്റാണ് വരുന്നത്. അപ്പോൾ 8 ബിറ്റായിട്ടാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. 8 ബിറ്റ് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ 1000 എന്ത് വരും? DE വരും. കാരണം അവർ പറഞ്ഞിട്ടുണ്ട് അറ്റ് ബേസ് അഡ്രസ് 0x1000 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1000 നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ബിഗ് ഇൻഡിയൻ ആണെങ്കിൽ എന്താദ്യം പോകണം? ലോവർ മെമ്മറി ലൊക്കേഷൻ. അത് 1000 നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ലോവർ മെമ്മറി ലൊക്കേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1000 ആണ്. അപ്പോൾ ആ 1000 നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് MSB ഇങ്ങോട്ട് പോകണം. ബിഗ് ഇൻഡിയൻ യൂസ് ചെയ്ത് 1000 പോകണം. അപ്പോൾ നമ്മുടെ MSB എന്താണ്? DE ആണ്. അപ്പോൾ DE എവിടെ വരും? 1000 വരും. 1001 എന്ത് വരും? AD വരും. 1002 എന്ത് വരും? BE വരും. 1003 എന്ത് വരും? EF വരും. ഓക്കെ, ഇനി ഈ സെയിം സാധനം നമുക്ക് ലിറ്റിൽ ഇൻഡിയൻ യൂസ് ചെയ്ത് ചെയ്യണം. അപ്പം ലിറ്റിൽ ഇൻഡിയൻ യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ DE അല്ലായിരുന്നു. DE AD BF AD BEEF ഇതാണ്. അപ്പം ഇവിടെ ലിറ്റിൽ ഇൻഡിയൻ ആണ്. അപ്പം ഇവിടെ എന്താ? LSB എങ്ങോട്ട് പോകണം? ലോവറിലേക്ക് പോകണം. LSB എങ്ങോട്ടായിരിക്കും? ലോവറിലേക്കായിരിക്കും പോകുന്നത് ലിറ്റിൽ ഇൻഡിയനിൽ. അപ്പം ഇതിൻ്റെ അകത്ത് LSB ഏതാ? ഇതാണ് നമ്മുടെ LSB എന്ന് പറഞ്ഞത്. അപ്പം LSB ലോവറിലോട്ട് പോകണം. അപ്പം എങ്ങനെ വരും? 0x100 എന്ത് വരും? EF വരും. 0x1000 EF വരും. കാരണം LSB ആണത്. 1001 എന്ത് വരും? BE വരും. അടുത്തത് 1002
AD വരും, 1003 DE വരും. ഓക്കെ, ഇങ്ങനെയായിരിക്കും സ്റ്റോർ ആവുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പം നമ്മുടെ 32 ബിറ്റ് വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വാല്യൂ. 0x കൊടുത്തേക്കണാണ്, അത് ഹെക്സാഡെസിമലാണ് നമുക്ക് മനസ്സിലായി. 8 ബിറ്റ് വെച്ചാണ് സ്റ്റോർ ചെയ്യുന്ന ഓരോ മെമ്മറി ലൊക്കേഷനിലും. അപ്പം നമ്മൾ എന്ത് ചെയ്തു, ആദ്യം നമുക്ക് തന്നേക്കാൻ ഡേറ്റനെ എടുത്ത് എഴുതി. നമ്മളോട് പറഞ്ഞേക്കണേ ഷോ ബൈറ്റ് ബൈ മെമ്മറി ലേഔട്ട് ഫോർ ബിഗ് ഇന്ത്യൻ. ആദ്യം ബിഗ് ഇന്ത്യനുള്ള ലേഔട്ട് കണ്ടുപിടിക്കണം. അപ്പം അതാണ് നമ്മൾ ഫസ്റ്റ് പാർട്ട് ചെയ്യുവാണ്. ബിഗ് ഇന്ത്യനുള്ളത് കണ്ടുപിടിക്കുവാണ്. അപ്പോൾ ബിഗ് ഇന്ത്യനിൽ നമ്മൾ MSB ബിഗ് ഇന്ത്യനിൽ എങ്ങോട്ടാ പോകണ്ടേ? MSB ലോവർ മെമ്മറി ലൊക്കേഷനിലോട്ടാണ്. ലോവർ മെമ്മറി ലൊക്കേഷനിലോട്ട് പോകണം. ഓക്കെ, അപ്പം MSB എപ്പോഴും ലോവർ മെമ്മറി ലൊക്കേഷനിലോട്ടായിരിക്കണം ബിഗ് ഇന്ത്യനിൽ പോകണം. അപ്പം എന്ത് ചെയ്യും, 1000 ഇവിടെയാണ് MSB ഫസ്റ്റ്. അതായത് നമ്മൾ ലെഫ്റ്റ് സൈഡിലുള്ളത് MSB, റൈറ്റ് സൈഡിലുള്ളത് LSB ആണ്. അപ്പം ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ഡീനെ നമ്മൾ ഇങ്ങോട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് അടുത്ത 2 എഴുതെടുക്കുവാണ്. അടുത്ത 2 എടുത്തു കഴിയുമ്പോൾ AD വരും 1001, 1002 എന്ത് വരും, BE വരും. അത് കഴിഞ്ഞ് EF വരും. ഓക്കെ, അതുപോലെ നമ്മൾ ലിറ്റിൽ ഇന്ത്യൻ എഴുതി. ലിറ്റിൽ ഇന്ത്യൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, LSB ആയിരിക്കും ലോവർ മെമ്മറി ലൊക്കേഷനിൽ പോകേണ്ടത്. അപ്പം 1000 EF വന്നു. അത് കഴിഞ്ഞ് കിടക്കുന്ന BE 1001 വന്നു. അത് കഴിഞ്ഞ് AD 1002 വന്നു. DE എന്തിൽ വന്നു, DE 1003 വന്നു. ഓക്കെ, ഇങ്ങനെയായിരിക്കും നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഏത് ഇതാണെങ്കിലും നമ്മൾ ഇങ്ങനെയായിരിക്കും 8 ബിറ്റ് വെച്ച് ഒരു മെമ്മറി ലൊക്കേഷനിൽ വെച്ചിട്ടായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. അപ്പം ലിറ്റിൽ ഇന്ത്യയിലാണെങ്കിൽ LSB ആയിരിക്കും, അതായത് റൈറ്റ് മോസ്റ്റിലുള്ളതാണ് LSB ആദ്യം പോകണം. അതായത് ലോവർ സിഗ്നിഫിക്കൻറ്റ് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റാണ് MSB, അത് ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റാണ് LSB എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ അത് ലോവർ മെമ്മറി ലൊക്കേഷനിലോട്ട് പോകണം, ഏത് ലിറ്റിൽ ഇന്ത്യൻ ആണെങ്കിൽ. ഓക്കെ, അപ്പോൾ നമ്മളത് കറക്റ്റായിട്ട് ഓരോ മെമ്മറി ബൈറ്റ് ബൈ ബൈറ്റ് ആയിട്ട് നമ്മൾ എഴുതി. അപ്പം ബൈറ്റ് എന്ന് പറഞ്ഞിട്ട് കാര്യം 8 ബിറ്റാണ് ഒരു ബൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബൈറ്റ് ബൈ ബൈറ്റ് ആയിട്ട് നമ്മൾ എഴുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈറ്റ് ബൈ ബൈറ്റ് മെമ്മറി ലേഔട്ട് എന്ന് പറയാനുള്ള റീസൺ. അപ്പോൾ 1000 DE വന്നു, 1001 AD വന്നു, 1002 BE വന്നു, 1003 EF വന്നു. അങ്ങനെ നമ്മൾ ബിഗ് ഇന്ത്യൻ എഴുതി. ഇതുപോലെ തന്നെ അപ്പം ഇവിടെ MSB പോയി, ഇവിടെ LSB ഇങ്ങോട്ട് പോകണം, ലോവർ മെമ്മറി ലൊക്കേഷനിലോട്ട് പോകണം. ഓക്കെ, ഇത് 8 ബിറ്റ് നല്ല ഡൗട്ടൊന്നുമില്ല, കാരണം ഇത് ഹെക്സാഡെസിമലാണ്. ഹെക്സാഡെസിമൽ നമ്മൾ ബൈൻഡിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇത് 8 ബിറ്റായിട്ടാണ് കിട്ടുന്നത്. ആ 8 ബിറ്റിനാണ് നമ്മൾ ബൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇവിടെ LSB ഇങ്ങോട്ട് വന്ന് ലോവർ മെമ്മറി ലൊക്കേഷനിലോട്ട് വന്നു. ഓക്കെ, ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഇനിയുണ്ട്. എ പ്രോഗ്രാം റീഡ്സ് 16 ബിറ്റ് വാല്യൂ. ഓക്കെ, ഒരു 16 ബിറ്റ് വാല്യൂവിന് റീഡ് ചെയ്യുവാണ് ഫ്രം അഡ്രസ് 0x 1002. വാട്ട് വാല്യൂ ഡസ് ഇറ്റ് റീഡ് ഇൻ ഈച്ച് സിസ്റ്റം? ഓക്കെ, അപ്പോൾ 16 ബിറ്റ് വാല്യൂവിന് റീഡ് ചെയ്യുവാണ്. 1002 തൊട്ടാട്ടോ റീഡ് ചെയ്യുന്നത്. ഫ്രം അഡ്രസ് 0x 1002 എന്നാണ് പറഞ്ഞേക്കുന്നത്. 16 ബിറ്റിനെയാണ് റീഡ് ചെയ്യുന്നത്. നമുക്ക് 8 ബിറ്റ് വെച്ചാണ്. അപ്പം ഇവിടുന്ന് നമ്മൾ റീഡ് ചെയ്യുവാണ്. പിന്നെ ബി പാർട്ടിൻ്റെ ആൻസർ ഇതാണ്. അപ്പം 0x-ന്ന് 16 ബിറ്റ്, 0x 1002 തൊട്ട് 16 ബിറ്റ് റീഡ് ചെയ്യുക. അപ്പം ബിഗ് ഇന്ത്യനിൽ അവർ എന്ത് റീഡ് ചെയ്യും? BEയും EFഉം. ഇത് രണ്ടും കൂടെ കൂട്ടിയാലും 8 തൊട്ടും 16 ആവുള്ളൂ. ഇത് ഓരോന്നും ഓരോ ബൈറ്റാണ്. 16 ബിറ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഇത് 8 ബിറ്റാണ്, ഇത് 8 ബിറ്റാണ്, 8 തൊട്ടും 16. അപ്പം 0x 1002 തൊട്ടാണ് എന്ത് ചെയ്യുന്നത്, റീഡ് ചെയ്യുന്നത്. അപ്പം എന്ത് വരും ആൻസർ? ബിഗിനിൻ്റെ അകത്ത് ആൻസർ എന്തായിരിക്കും? BEF ആയിരിക്കും. ഇതായിരിക്കും റീഡ് ചെയ്യുന്നത്. കാരണം എവിടുന്ന റീഡ് ചെയ്യണ്ടേ? 1002 തൊട്ട് ഒരു പ്രോഗ്രാം റീഡ് ചെയ്യുകയാണ്. 16 ബിറ്റ് വാല്യൂനെ റീഡ് ചെയ്യുന്നത്. 8 ബിറ്റ് ആയിരുന്നെങ്കിൽ ഇത് മാത്രമേ വരുള്ളൂ. പക്ഷെ 16 ബിറ്റാണ് റീഡ് ചെയ്യുന്നത്. 1002 തൊട്ട് റീഡ് ചെയ്യുമ്പോൾ എന്ത് വരും? BEF എന്ന് വരും. അവിടെ നോട്ടാണ് റീഡ് ചെയ്യുന്നത്. അപ്പം ഇവിടുന്ന് താഴത്തേക്കാണ് റീഡ് ചെയ്യുന്നത്. അപ്പം BEF എന്ന് വരും. ഈ അതേ സെയിം തന്നെ ക്വസ്റ്റ്യൻ നമ്മൾ ഇതിൻ്റെ ലിറ്റിൽ ഇന്ത്യൻ്റെ ബി പാർട്ടായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ എന്ത് വരും? നമ്മളോട് പറഞ്ഞേക്കണേ 1002 തൊട്ട് റീഡ് ചെയ്യാനാണ് പറഞ്ഞേക്കണേ. അപ്പം 1002 തൊട്ട് എന്ന് പറയുമ്പോൾ ഇവിടുന്ന് തൊട്ട് റീഡ് ചെയ്യണം. അപ്പം എന്ത് വരും ഇവിടെ? AD DE 16 ബിറ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഇതായിരിക്കും എൻ്റെ ആൻസർ. ക്ലിയർ ആണല്ലോ? അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്. ആദ്യം നമുക്കൊരു 32 ബിറ്റ് ബൈനറി ഡേറ്റ തന്നിട്ടുണ്ട്. 32 ബിറ്റ്
ബൈനറി അല്ല ഹെക്സാഡെസിമൽ ഡേറ്റ തന്നിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ബിഗ് ഇൻഡിയനിലും ലിറ്റിൽ ഇൻഡിയനിലും റെപ്രസെന്റ് ചെയ്യണം. ബിഗ് ഇൻഡിയൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ MSBയിൽ പോയി സ്റ്റോർ ആവുന്ന എന്തായിരിക്കും, MSB പോയി എങ്ങോട്ടാ സ്റ്റോർ ആവുന്നത്, ലോവർ മെമ്മറി ലൊക്കേഷനിലേക്കായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ബേസ് അഡ്രസ്സ് തന്നിട്ടുണ്ട്, സ്റ്റാർട്ടിങ് അഡ്രസ്സ് 1000 തന്നിട്ടുണ്ട്. അപ്പോൾ 1000 നിന്ന് ഇങ്ങനെ സ്റ്റോർ ചെയ്തായിരിക്കും വരുന്നത് MSB. പിന്നെ ലിറ്റിൽ ഇൻഡിയൻ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ LSB ആയിരിക്കും ലോവറിലോട്ട് പോയി സ്റ്റോർ ആവുന്നത്. അപ്പോൾ അത് നമ്മൾ റെപ്രസെന്റ് ചെയ്തു. ഇനി ചോദിച്ചേക്കുന്നത് 16 ബിറ്റ് ഡേറ്റനെ റീഡ് ചെയ്തെടുക്കുന്നുണ്ട് 1002 നിന്ന്. അപ്പോൾ ആ വാല്യൂ എന്താണ്? അപ്പോൾ 1002 നിന്ന് ഇവിടുന്നാണ് ബിഗിനിൽ നിന്ന് റീഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന BEF ആയിരിക്കും. അതേസമയം ലിറ്റിൽ ഇൻഡിയൻ ആണെങ്കിൽ ADDE ആയിരിക്കും. കാരണം അത് LSB ആണല്ലോ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ആ വ്യത്യാസം ഉണ്ടാവും, അതനുസരിച്ചായിരിക്കും റീഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. വാട്ട് ഡസ് ഇറ്റ് റീഡ്സ് ഇൻ ഈച്ച് സിസ്റ്റം, ഓരോ സിസ്റ്റത്തിൽ, അതായത് ലിറ്റിൽ ഇൻഡിയനിൽ എന്തായിരിക്കും റീഡ് ചെയ്യുന്നത്, ബിഗിനിൽ എന്തായിരിക്കും റീഡ് ചെയ്തേക്കുന്നത്, അത് ചോദിച്ചേക്കും. അതിൻ്റെ ആൻസർ നമ്മൾ ആൻസർ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യുക. അതായത് നമുക്കൊരു ബൈനറി വാല്യൂ തന്നിട്ട് ബൈനറി വാല്യൂ, അതായത് ഈ ഹെക്സാഡെസിമൽ വാല്യൂ ഇതാണ് 0x കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഹെക്സാഡെസിമൽ എന്ന് ഓർത്തിക്കുക. ചിലപ്പോൾ ബൈനറിയിൽ തരാം, ബൈനറിയിൽ തന്നിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഹെക്സാഡെസിമലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പം എങ്ങനെയാണെങ്കിലും ഒരു 32 ബിറ്റ് വാല്യൂ നമുക്ക് തരും. മോസ്റ്റ്ലി നമ്മൾ കണ്ടേക്കുന്ന ഹെക്സാഡെസിമൽ വാല്യൂ തന്നെയായിട്ടാണ് കണ്ടേക്കുന്നത്. അപ്പോൾ ആ ഹെക്സാഡെസിമൽ വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നിട്ട് നമ്മളോട് ബിഗ് ഇൻഡിയൻ യൂസ് ചെയ്തിട്ടാണ് സ്റ്റോർ ചെയ്യുന്നതെന്നോ അല്ലെങ്കിൽ ലിറ്റിൽ ഇൻഡിയൻ യൂസ് ചെയ്തിട്ടാണ് സ്റ്റോർ ചെയ്യുന്നതെന്ന് പറയും. എന്നിട്ടൊരു കറസ്പോണ്ടിങ് ഒരു അഡ്രസ്സിൽ സ്റ്റാർട്ടിങ് അഡ്രസ്സ് ഇവിടെ നിന്നാണ്. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് 1003 എന്താണെന്നൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നോക്കുക, ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. ഒന്നും അറിയണ്ട, ബിഗിനറാണെങ്കിൽ എങ്ങോട്ടായിരിക്കും, MSB പോകുന്നത് ലോവർ മെമ്മറി ലൊക്കേഷനിലേക്കായിരിക്കും. ലിറ്റിൽ ഇൻഡിയൻ ആണെങ്കിൽ LSB പോകുന്നത് ലോവർ മെമ്മറി ലൊക്കേഷനായിരിക്കും. അപ്പോൾ അത് വെച്ച് എഴുതുക. അപ്പോൾ 16 ബിറ്റ് വാല്യൂ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അപ്പോൾ ഇവിടുന്ന് തൊട്ട് താഴെ വരെ 16 ബിറ്റ് എഴുതാമുള്ളൂ കേട്ടോ. ഇത് 4 ബിറ്റ് വെച്ചാണ്. അപ്പം 4 4 4 4 16. ഓക്കെ, അപ്പം അങ്ങനെയാണ് പോകുന്നത്. അപ്പം 4 × 4 16 എന്നുള്ള ബിറ്റ് നമുക്ക് കിട്ടും. ഇതുപോലെ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, ലെറ്റ് ദ കണ്ടന്റ് ഓഫ് എ രജിസ്റ്റർ S5 ഇൻ RISC-V മെഷീൻ ബി 11. കണ്ടന്റ് നമുക്ക് തന്നിട്ടുണ്ട്, ഒരു 32 ബിറ്റ് കണ്ടന്റ് ആണ്. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ കണ്ടന്റ് തന്നിട്ടുണ്ട്. ഷോ ദ കണ്ടന്റ് ഓഫ് രജിസ്റ്റർ S1 ആൻഡ് T2 ആഫ്റ്റർ എക്സിക്യൂട്ടിംഗ് ദി ഫോളോയിങ് ഇൻസ്ട്രക്ഷൻ. ഓക്കെ, അപ്പോൾ കണ്ടന്റ് നമുക്ക് തന്നിട്ടുണ്ട്. S5ൻ്റെ കണ്ടന്റ് നമുക്ക് RISC-V തന്നെ തന്നിട്ടുണ്ട്, മെഷീൻ വെച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ ആ കണ്ടന്റ് 32 ബിറ്റ് ബൈനറി ഡേറ്റയാണ്. അതിൻ്റെ പറഞ്ഞേക്കുവാണ് ഷോ ദ കണ്ടന്റ് ഓഫ് രജിസ്റ്റേഴ്സ് S1 ആൻഡ് S2. 2 ലൈൻ ഓഫ് അസംബ്ലി ലാംഗ്വേജ് കോഡ് തന്നിട്ടുണ്ട്. അത് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ S1ൻ്റെയും T2ലെയും വാല്യൂ എന്തായിരിക്കും എന്നാണ് അവർ ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പം ഇത് ആൻസറാണ്. ആൻസർ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. റിസൾട്ട് ഇൻ S1 T2 ഇതെങ്ങനെ കിട്ടിയെന്ന് നമുക്കറിയണല്ലോ. ഓക്കെ, അപ്പം ഫസ്റ്റ് നമുക്ക് നമ്മുടെ ഡേറ്റ നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ് ആ ഡേറ്റ ഞാൻ ഇപ്പുറത്തേക്ക് എടുത്ത് എഴുതുവാണ്. 4181. ഓക്കെ, കറക്റ്റായിട്ട് എഴുതണം. 4184 പിന്നെ 0 000 1 001 001 1100 000 1 110 001 001 1 000 ആണോ? അല്ല, ടെട്രാ 0. ഓക്കെ, ഇതിവിടെ തയ്യൂല. നമുക്ക് ഇച്ചിരി കൂടെ എഴുതാം. 1 1 1 1. അടുത്ത സെറ്റിൽ 1 1. അത് കഴിഞ്ഞ് 001 001. നെക്സ്റ്റ് 1100 1100. നെക്സ്റ്റ് 001 001 ടെട്രാ 0. പിന്നെ 110 110 0 0 111. ഓക്കെ,
ഈ 1 എഴുതുമ്പോൾ മാറിപ്പോകരുത്, മാറിപ്പോയാൽ നമ്മുടെ ആൻസർ ഫുള്ള് തെറ്റും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 4 1, രണ്ടാമത്തെ 4 1, പിന്നെ 0 1 0 0 1 1 0 0 0 0 1, പിന്നെ ഫുള്ള് 0, പിന്നെ 1 1 0, പിന്നെ 0 1 1. ഓക്കെ, ഇതാണ്. ഷോ ദ കണ്ടന്റ് ഓഫ് രജിസ്റ്റേഴ്സ്. S1ന്റെ കണ്ടന്റും കാണിക്കണം, S2ന്റെ കണ്ടന്റും കാണിക്കണം. അപ്പോൾ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ എന്താണ്? SRLI അല്ലേ? SRLI S1, S5, 2. ഓക്കെ, SRLI ഇൻസ്ട്രക്ഷൻസ് ആണ്, നമ്മൾ പഠിച്ചിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നെയാണ്. ഷിഫ്റ്റ് ഇൻസ്ട്രക്ഷൻ ആണ്. അപ്പൊ ഷിഫ്റ്റ് റൈറ്റ് ലോജിക്ക് വെച്ച് ഒരു ഇമ്മീഡിയറ്റ് വാല്യൂ കൊടുത്തിട്ടുണ്ട്. ഷിഫ്റ്റ് റൈറ്റ് ലോജിക് റൈറ്റ് ഷിഫ്റ്റ് ആണ്. അപ്പൊ ലോജിക് റൈറ്റ് ഷിഫ്റ്റ് ആണ്, റൈറ്റിലോട്ടാണ് ഷിഫ്റ്റ് ചെയ്യേണ്ടത്. അത് പറഞ്ഞേക്കുന്നത് S5യിലുള്ള ഡേറ്റേനെ ഒരു ഇമ്മീഡിയറ്റ് വാല്യൂ കൊടുത്തിട്ടുണ്ട്, അത് 2 ആണ്. 2 ടൈംസ് എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം? റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യണം. ഓക്കെ, 2 ടൈംസ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യണം. അപ്പം റൈറ്റിലോട്ട് 2 ടൈംസ് ഷിഫ്റ്റ് ചെയ്യണം. അപ്പം നമ്മുടെ ഷിഫ്റ്റ് എന്താണ്? ഷിഫ്റ്റ് ലോജിക്കൽ റൈറ്റ് ഷിഫ്റ്റ് ആണ്. ലോജിക്കൽ റൈറ്റ് ഷിഫ്റ്റ് ആണ്. ഓക്കെ, അപ്പം ഈ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ S1ലെ വാല്യൂ എന്താണെന്ന് അവർ ചോദിച്ചേക്കുന്നത്. ഇത് ഈ ഇൻസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ, ഇതിൻ്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ S1ൽ എന്ത് വാല്യൂ? അപ്പോൾ ലോജിക്കൽ റൈറ്റ് ഷിഫ്റ്റ് ആണ്. ലോജിക്കൽ റൈറ്റ് ഷിഫ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യണം. അവിടെ നമ്മൾ അതിൻ്റെ ഈ വാല്യൂ ഒന്നും നോക്കത്തില്ല, റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന അനുസരിച്ച് ബാക്കിയുള്ള ഇതിലേക്ക് 0 വന്നാണ് ഫില്ല് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എത്ര പ്രാവശ്യം ഷിഫ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ അത്രയും തവണ 0 നമ്മുടെ ആൻസറിൽ വന്ന് കയറും. 2 ടൈംസ് ആണെങ്കിൽ 2 ടൈംസ് 0 ഇങ്ങോട്ട് വരും. അപ്പം ഇതിനെയാണ് നമ്മൾ, ഈ ഡേറ്റയാണ് നമുക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടത്. എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം? റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പം ഷിഫ്റ്റിംഗ് നടക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇത് ഫസ്റ്റ് നമ്മുടെ കയ്യിലുള്ള ഡേറ്റയാണ്. ഷിഫ്റ്റിംഗ് ചെയ്യുമ്പോൾ ആദ്യം എന്ത് സംഭവിക്കും? ഈ 1 ഇങ്ങോട്ട് വരും. ഓക്കെ, ഈ 1 ഈ സ്ഥാനത്തേക്ക് വരും, ഈ 1 ഇങ്ങോട്ട് വരും, ഈ 1 ഇങ്ങോട്ട് വരും, ഈ 1 ഇങ്ങോട്ട് വരും. ഓക്കെ, ഈ 1 ഇവിടെ വന്നു, ഈ 1 ഇങ്ങോട്ട് വന്നു, ഈ 1 ഇങ്ങോട്ട് വരും. ഓക്കെ, ഈ 1 ഇങ്ങോട്ട് വരും. ഓക്കെ, ആദ്യം ഈ 1 റൈറ്റ് ഷിഫ്റ്റ് ഇങ്ങോട്ടാ. റൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്യേണ്ടത്. റൈറ്റ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ആദ്യം ഈ 1 ഇങ്ങോട്ട് വരും, ഈ കിടക്കുന്ന 1 ഇപ്പുറത്തേക്ക് പോവും, ഈ കിടക്കുന്ന 1 ഇപ്പുറത്തേക്ക് പോവും, ഇവിടെ ഉള്ള 1 ഇപ്പുറത്തേക്ക് വരും. ഇനി ഈ 1 ഇങ്ങോട്ട് പോവും, ഇതിലേക്ക് പോവും, ഈ 1 ഇങ്ങോട്ട് വരും, ഈ 1 ഇങ്ങോട്ട് പോവും, പിന്നെ ഇത് ഇങ്ങോട്ട് വരും. ഇങ്ങനെയാണ് ഷിഫ്റ്റിംഗ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ എം ടി ആവുന്ന പ്ലേസിലേക്ക് എന്ത് വരും? 0 വരും. റൈറ്റ് ലോജിക്കൽ റൈറ്റ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇതനുസരിച്ച് നമുക്ക് എഴുതാം. ആ എം ടി ആയിട്ട് കിടക്കുന്നത് അവിടെ കിടക്കട്ടെ. അപ്പോൾ ഈ 1 ഇങ്ങോട്ട് വരുമ്പോൾ 1 1 1, ഈ 1 ഇങ്ങോട്ട് വരുമ്പോൾ 1 1 1, മാറ്റമൊന്നുമില്ല. ഈ 1 ഇങ്ങോട്ട് വന്നു, ഈ 1 ഇങ്ങോട്ട് വരുമ്പോൾ 0യുടെ സ്ഥാനത്ത് എന്ത് വന്നു? 1 വന്നു. 0 ഇങ്ങോട്ട് പോവും, ഇങ്ങോട്ട് പോവും. അപ്പം 0 0 0. ഈ 1 ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട് വരും. അപ്പം എന്ത് കിട്ടി? 1 1 1 0. ഈ 0 ഇങ്ങോട്ട് പോവും, ഇങ്ങോട്ട് പോവും. അപ്പം എന്ത് വരും? 0 0 0 0. ഈ 1 ഇങ്ങോട്ട് വരുമ്പോൾ 1 1 0 0 0. ഈ 0 ഇങ്ങോട്ട് പോയി, അപ്പം 0, ഈ 0 ഇങ്ങോട്ട് പോകും, അപ്പം 0 0 1 1 വരും. ഓക്കെ, ഫസ്റ്റ് ഷിഫ്റ്റ് ഒരു പ്രാവശ്യമേ ഞാൻ ഷിഫ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഒരൊറ്റ ടൈം എല്ലാത്തിനെയും ഷിഫ്റ്റ് ചെയ്തു. എങ്ങോട്ട്? റൈറ്റിലോട്ട്. അപ്പം എങ്ങനെ ഷിഫ്റ്റിങ് ചെയ്യുന്നത്? ഇത് ഇങ്ങോട്ട് പോവും, ഇത് ഇങ്ങോട്ട് പോവും. അതായത് ഓരോ ബിറ്റ് പൊസിഷൻ വെച്ച് ഷിഫ്റ്റ് ആയിക്കൊണ്ട് പോകും. അതാണ് റൈറ്റ് ഷിഫ്റ്റ് എന്ന് പറയുന്നത്. റൈറ്റിലോട്ടാണ് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നത്, ഇങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്യേണ്ടത്. അപ്പം ഈ 1 ഇങ്ങോട്ട് വന്നു, ഈ 1 ഇങ്ങോട്ട് പോയി, ഈ 1 ഇങ്ങോട്ട് പോയി, അങ്ങനെ ഷിഫ്റ്റായി അങ്ങനെ പോവും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് കംപ്ലീറ്റ് ആയത്. അത് നമ്മൾ ഫസ്റ്റ് ഷിഫ്റ്റ് ചെയ്തു, ഒരു പ്രാവശ്യം ഷിഫ്റ്റ് ചെയ്തു. ഇനി ഇതുപോലെ ഒന്നോടെ ഷിഫ്റ്റ് ചെയ്യണം. കാരണം 2 ടൈംസ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇമ്മീഡിയറ്റ് വാല്യൂ. അതായത് S5നെ 2 പ്രാവശ്യം റൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നു. ഈ ഇവിടെ എന്ത് വന്ന് ഫില്ലാവും? ഇവിടെ വന്ന് 0 ഫില്ലാവും. ഓക്കെ, നമ്മൾ SRLI ആണെങ്കിൽ റൈറ്റ്
ലോജിക്കൽ ഷിഫ്റ്റ് ആണ്. റൈറ്റ് ലോജിക്കൽ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ MSBയിലോട്ട് എന്ത് വരും? 0 വന്ന് ഫില്ലാവും. അപ്പം MSB എന്ത് വെച്ച് ഫില്ലാക്കണം? MSB ഫിൽഡ് വിത്ത് സീറോസ് ആണ്. ഓക്കെ, അപ്പം MSBയിൽ 0 വന്ന് ഫില്ലായി. ഓക്കെ, അത് നമ്മൾ ചെയ്തു. ഇനി ഒന്നോടെ ഷിഫ്റ്റ് ചെയ്യുന്നു. ഒന്നോടെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? 0 ഇങ്ങോട്ട് വരും, ഈ 1 ഇങ്ങോട്ട് പോവും, അങ്ങനെ ഷിഫ്റ്റ് ആവണം. അപ്പം എന്ത് വരും? 0 1 1, ഈ 1 ഇങ്ങോട്ട് വന്നു. അപ്പോൾ 1 1 1, അതിൽ മാറ്റമൊന്നുമില്ല. ഈ 1 ഇങ്ങോട്ട് വരുമ്പോൾ 1 1 0 0 അല്ലേ? 1 1 0 0 0 അങ്ങോട്ട് പോയപ്പോൾ 0 0 1 1 1 ആയി. ഈ 0 അങ്ങോട്ട് പോകുന്നത് 0 0 0 0 ആയി. ഈ 1 ഇപ്പുറത്തേക്ക് പോകും, ഈ 1 എങ്ങോട്ട് പോകും? ഇപ്പുറത്തേക്ക് പോകും. ഈ 0 ഇപ്പുറത്തേക്ക് വന്നു, ഈ 0 ഇപ്പുറത്തേക്ക് വരും. അപ്പം 0 1 0 0 വന്നു അല്ലേ? ഈ 1 ഇപ്പുറത്തേക്ക് പോകുമ്പോൾ ഇവിടെ 1 വരും, 0 ഇപ്പുറത്തേക്ക് പോകും. ഈ 0 ഇപ്പുറത്തേക്ക് പോകുമ്പോൾ 0 0 1 1 വരും. ഈ 1 അപ്പുറത്തേക്ക് പോവും, 1 0 0 1 വരും. ഓക്കെ, ഇങ്ങനെയായിരിക്കും നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് വന്ന് ഫില്ലാവണം? 0 വെച്ച് ഫില്ലാവണം. ഇനി ഇതിൻ്റെ ഹെക്സാഡെസിമൽ വാല്യൂ എഴുതിയാൽ മതി. ഇതെന്താണ്? 8421 യൂസ് ചെയ്ത് എഴുതിക്ക്. എല്ലാം 8421 യൂസ് ചെയ്ത് ഇത്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 വരും. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ F ആണ്. അത് 8 + 4 വരുമ്പോൾ 8 + 4 12. 12 എന്ന് പറയുമ്പോൾ C അല്ലേ? A10 B11 C12. ഓക്കെ, ഇതിൻ്റെ വാല്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 8421 യൂസ് ചെയ്യുമ്പോൾ 7 വരും. ഇത് 0 ആയിരിക്കും. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നേരെ തന്നെ എഴുതാം. അപ്പോൾ അതാ എളുപ്പം. ഇത് 3 വരും. ഇതെന്താണ്? F വരും, കാരണം എല്ലാം 1 ആണ്. ഇത് 8 + 4 12. 12 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് 1 ഉള്ളിടത്തെല്ലാം 8421 റൂൾ യൂസ് ചെയ്യുമ്പോൾ 1ൻ്റെ മുകളിൽ 8 ആണ്. ഈ 1 ഉള്ളതിൻ്റെ വാല്യൂസ് എല്ലാം ആഡ് ചെയ്യുക. 8 + 4 12. 12ൻ്റെ കറസ്പോണ്ട്, അതായത് നമ്മൾ എഴുതുമ്പോൾ A = 10 ആണ്, B = 11 ആണ്, C = 12 ആണ്, D = 13 ആണ്, E = 14 ആണ്, F എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 15 ആണ്. അപ്പം ഇതാണ് കറസ്പോണ്ടിങ് കൺവേർഷൻ. അപ്പം 12 എന്ന് പറയുമ്പോൾ എന്താണ്? 12 എന്ന് പറയുമ്പോൾ നമുക്കവിടെ എന്താ? C ആണ്. അപ്പം C എഴുതുക. ഇത് 8421 യൂസ് ചെയ്യുമ്പോൾ 4 + 2 8421 യൂസ് ചെയ്യുമ്പോൾ 4 + 2 6 6 + 1 7. ഇത് 0 തന്നെ. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 844 വരും. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 അല്ലേ? 2 + 1 3 വരും. ഇതെന്ത് വരും? 1ഉം 1ഉം. അപ്പം 8 + 1 9 വരും. അപ്പം ഇതെല്ലാം കൂടെ നമ്മൾ ഹെക്സാഡെസിമലിലോട്ട് എഴുതുമ്പോൾ 0x 3F C7 0439. ഇതാണ് നമുക്ക് അവിടെ കിട്ടിയ ആൻസർ. നോക്കാം. 0x 3F C70439. ഓക്കെ, ഇതാണ് നമുക്ക് S1 കിട്ടുന്ന ആൻസർ. ഓക്കെ, അതായത് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ലോജിക്കൽ റൈറ്റ് ഷിഫ്റ്റ് ആണ്. റൈറ്റിലോട്ട് 1 വാല്യൂ വെച്ച് ഷിഫ്റ്റ് ചെയ്യുക. അപ്പോൾ റൈറ്റിലോട്ട് ഫസ്റ്റ് ഇങ്ങനെ 1 1 1 വെച്ച് നമ്മൾ ഷിഫ്റ്റ് ചെയ്ത്, അതായത് 1 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് വാല്യൂ 0 ആണെങ്കിൽ 0 ഷിഫ്റ്റ് ചെയ്യുക, 1 ആണെങ്കിൽ 1 ഷിഫ്റ്റ് ചെയ്യുക. അപ്പോൾ 2 പ്രാവശ്യം ഷിഫ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യത്തെ ഷിഫ്റ്റ് നമ്മൾ ചെയ്തു. ഇത് നമ്മുടെ സെക്കൻഡ് ഷിഫ്റ്റ് ആണ്. ഇത് നമ്മുടെ സെക്കൻഡ് ഷിഫ്റ്റ് ആണ്. അതിലാണ് നമ്മുടെ ആൻസർ കിട്ടുന്നത്. അപ്പം എത്ര പ്രാവശ്യം ഷിഫ്റ്റ് ചെയ്യാൻ പറഞ്ഞേക്കണോ അത്രയും പ്രാവശ്യം ഷിഫ്റ്റ് ചെയ്യുക. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. അതിന് നമ്മൾ കിട്ടിയേക്കുന്ന ആൻസർ നമ്മൾ ഹെക്സാഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്ത് എഴുതി. ഓക്കെ, അപ്പം തന്നേക്കുന്ന 32 ബിറ്റ് ആണെങ്കിൽ ആ ബിറ്റിനെ നമ്മൾ എടുക്കുക. ബിറ്റിനെ അതിന് ഹെക്സാഡെസിമലാണ് തന്നേക്കണമെങ്കിൽ ബൈനറിലോട്ട് കൺവേർട്ട് ചെയ്യുക. കൺവേർട്ട് ചെയ്തിട്ട് എടുക്കുക. അപ്പം നമ്മളോട് 2 പ്രാവശ്യമാണ് ഷിഫ്റ്റ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. ലോജിക്കൽ റൈറ്റ് ഷിഫ്റ്റ് ആണ്, റൈറ്റിലോട്ടാണ് ഷിഫ്റ്റ് ചെയ്യേണ്ടത്. ഓരോ പ്രാവശ്യം ഓരോ ഫസ്റ്റ് വൺ ആയിട്ട് ഷിഫ്റ്റ് ചെയ്ത് വരിക. അല്ലാണ്ട് ഒറ്റയടിക്ക് ഷിഫ്റ്റ് ചെയ്യാൻ അറിയാവുന്നത് ചെയ്തോ, അങ്ങനെ കുഴപ്പമില്ല, ചെയ്യുന്നതിന് കുഴപ്പമില്ല. കാരണം 2 പ്രാവശ്യം ഷിഫ്റ്റ് ചെയ്യാൻ അറിയാമെങ്കിൽ അങ്ങനെ ചെയ്തു. ഇല്ലെങ്കിൽ ഈ രീതിയിൽ തന്നെ ചെയ്താൽ മതി. കാരണം 0s 1s ആണെങ്കിൽ ഒരു ചെറിയ വാല്യൂ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ ഫുൾ ആൻസർ തെറ്റും.
അതുകൊണ്ട് ഇങ്ങനെ തന്നെ ചെയ്ത് നോക്കും. അപ്പോൾ ഞങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ല, 0യും 1 അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്ത് പോവുക. അപ്പോൾ നമുക്ക് S1 ആൻസർ എന്താണ്? ഇതായിരിക്കും നമുക്ക് S1 കിട്ടുന്ന ആൻസർ. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് 3FC70, 3FC70439. ഇനി നമ്മളോട് നെക്സ്റ്റ് ഫസ്റ്റ് വൺ ചെയ്തു, ഇനി സെക്കൻഡ് വൺ ചെയ്യണം. സെക്കൻഡ് വൺ എന്താണ്? വീണ്ടും അത് എടുത്ത് എഴുതണം. 111 ടെട്രാവൺ അത് കഴിഞ്ഞിട്ട് എന്തായിരുന്നു? 0001 കഴിഞ്ഞിട്ട് 110, പിന്നെ 001 ആണെന്ന് തോന്നുന്നു, 001, 000, പിന്നെ എന്താണ്? 111, 011, ഓക്കെ, 011. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ ഇതാണ്, SRAI T2, S53. ഇവിടെ SRAI T2, S53 ഇതാണ്. ഈ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ T2ൽ എന്താ ആൻസർ കിട്ടുമെന്ന് പറഞ്ഞേക്കുന്നത്. ഇതിന്റെ മീനിങ് എന്താ? അരിത്തമെറ്റിക് റൈറ്റ് ഷിഫ്റ്റ് ആണ്. S5ലുള്ള വാല്യൂവിനെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള 3 times അരിത്തമെറ്റിക് റൈറ്റ് ഷിഫ്റ്റ് ചെയ്യുക. റൈറ്റ് ഷിഫ്റ്റ് ചെയ്തിട്ട് ആ വാല്യൂവിനെ നമ്മൾ കിട്ടുന്ന ആൻസറിനെ കൊണ്ട് T2ൽ സ്റ്റോർ ചെയ്യുക. അതാണിത്. ഇതെന്താണ്? അരിത്തമെറ്റിക് റൈറ്റ് ഷിഫ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇതിനെ നമ്മൾ 3 times എന്ത് ചെയ്യണം? അരിത്തമെറ്റിക് റൈറ്റ് ഷിഫ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഓൾറെഡി 2 പ്രാവശ്യം ഷിഫ്റ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ? അതും റൈറ്റ് ഷിഫ്റ്റ് തന്നെയാണ്. അതിൽ വ്യത്യാസം വരുന്നത് ഈ ഒരു MSBയുടെ പോർഷനിൽ, അത് ഞാൻ പറഞ്ഞു തന്നോളാം. അപ്പൊ ഈ ലാസ്റ്റ് ഞാൻ ചെയ്തേക്കുന്ന ആൻസർ അങ്ങ് എടുക്കുവാണ്. അതായത് അത് 2 പ്രാവശ്യം ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ ഈ സെയിം സാധനം അതുപോലെ തന്നെ 2 പ്രാവശ്യം ഷിഫ്റ്റ് ചെയ്തതിന്റെ ആൻസർ നമ്മുടെ കയ്യിലുണ്ട്. ഒരു പ്രാവശ്യം നമുക്ക് ഷിഫ്റ്റ് ചെയ്താൽ മതി. അപ്പൊ 2 പ്രാവശ്യം ഷിഫ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്ന ആൻസർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 11 110 110 011 011 എന്നിട്ട് 000 101 ആണ്. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഓരോ പ്രാവശ്യം ഷിഫ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ MSB ഫിൽഡ് വിത്ത് വൺസ് ആയിരിക്കും. കാരണം നമുക്ക് ഇവിടെ ഉള്ളത് 1 ആണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ 1 ആണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ MSB എന്തായിട്ടായിരിക്കും ഫില്ല് ചെയ്യുന്നത്? 1 വെച്ച് ഫില്ല് ചെയ്യും. ഓക്കെ, അപ്പൊ ഈ കിടക്കുന്ന സൈൻ ബിറ്റ് അരിത്തമെറ്റിക് ആണ്. അപ്പൊ സൈൻ ബിറ്റ് വെച്ചിട്ടുള്ളതാണ്. അപ്പൊ അരിത്തമെറ്റിക് റൈറ്റ് ഷിഫ്റ്റ് ആയതുകൊണ്ട് സൈൻ ബിറ്റിനെ കൺസിഡർ ചെയ്യണം. അപ്പൊ ഈ MSB എന്താണോ അത് ആ ഷിഫ്റ്റ് ചെയ്തിട്ട് വരുന്ന ആ വെക്കൻറ്റ് പൊസിഷനിലോട്ട് ഫില്ലാവും. ഓക്കെ, അപ്പൊ നമ്മൾ 2 പ്രാവശ്യം ഇവിടെ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ ആ കിടക്കുന്ന ആൻസർ എടുത്ത് സെക്കൻഡ് ഷിഫ്റ്റ് ആട്ടോ. കാരണം ഇവിടെ നമുക്ക് ചെയ്തിട്ടിട്ടുണ്ട് ആ ആൻസർ നമുക്ക് എടുത്താൽ മതി. എനിക്ക് റൈറ്റ് ഷിഫ്റ്റ് തന്നെയാണ്. ഈ MSBയിലാണ് ചേഞ്ച് വരുന്നത്. അപ്പൊ നമ്മൾ 2 പ്രാവശ്യം ഷിഫ്റ്റ് ചെയ്തിട്ടുള്ള ആൻസർ ആണിത്. അപ്പൊ ആദ്യത്തെ പ്രാവശ്യം ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഒരു വാല്യൂ വേക്കൻ്റ് ആയിട്ട് വരും. അതിലേക്ക് MSB ഫില്ല് ചെയ്യും. അങ്ങനെ വീണ്ടും ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഒരെണ്ണം വേക്കൻ്റ് ആയിട്ട് വരും. അപ്പോഴും MSB വെച്ച് ഫില്ല് ചെയ്യും. ഇവിടെ എല്ലാം 1 ആയതുകൊണ്ട് 1 തന്നെ വരുള്ളൂ. അപ്പോൾ ഇവിടെ എന്തായിരിക്കും തന്നെ? 1 ആയിരിക്കും തന്നെ. അപ്പോൾ MSB ഫിൽഡ് വിത്ത് വൺസ് ആയിരിക്കും. അപ്പോൾ MSB ഫിൽഡ് വിത്ത് വൺസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ ഇത് സൈൻ ബിറ്റ് എന്താണ്? അതായത് 1 ആയതുകൊണ്ടാണ് 1 വെച്ച് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ആ 1 വെച്ച് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് ഒന്നോടെ ഷിഫ്റ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഒന്നോടെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? വീണ്ടും ഷിഫ്റ്റ് ചെയ്യുവാണ്. വീണ്ടും ഷിഫ്റ്റ് ചെയ്യുമ്പോൾ 1 1 1, ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോഴും 1 1 1, ഇവിടെ മാറ്റമൊന്നുമില്ല. ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ 1 1 0 വരും. ഈ 0 ഇങ്ങോട്ട് പോകുമ്പോൾ 0 0 1 1 വരും. ഈ 1 അങ്ങോട്ട് പോകുമ്പോൾ 1 0 0 0 വരും. ഈ 0 അങ്ങോട്ട് പോകുമ്പോൾ 0 0 1 0 വരും. കാരണം ഒന്നോട് ഷിഫ്റ്റ് ചെയ്യണല്ലോ അല്ലേ? 2 0. ഓക്കെ, ഈ 0 അങ്ങോട്ട് പോകുമ്പോൾ 0 0 0
1 വരും. ഈ 1 അങ്ങോട്ട് പോകുമ്പോൾ 1 1 1 1, ഈ 1 ഇങ്ങോട്ട് വന്നു, ഈ 1 ഇങ്ങോട്ട് വന്നു, 0 0 വരും. ഇതായിരിക്കും തേർഡ് ഷിഫ്റ്റിൽ നടക്കുന്നത്. തേർഡ് ഷിഫ്റ്റ്. ഓക്കെ, നമുക്ക് 3 പ്രാവശ്യം ഷിഫ്റ്റ് ചെയ്യാൻ പറയുന്നത്. മൂന്നാമത്തെ ഷിഫ്റ്റിൽ ഇതാണ് നടക്കുന്നത്. ബാക്കി 2 ഷിഫ്റ്റ് ഞാൻ ചെയ്ത് കഴിഞ്ഞു. മൂന്നാമത്തെ ഷിഫ്റ്റ് മാത്രമേ ഞാൻ ഇവിടെ കാണിച്ചുള്ളൂ. രണ്ടാമത്തെ ഷിഫ്റ്റ് ചെയ്താണ് ഞാൻ ഇവിടെ എടുത്ത് എഴുതിയത്. ഇത് നമ്മുടെ MSB ഫില്ല് ചെയ്യുന്നതാണ്. MSB ഫില്ലിംഗ് ആണ്. അപ്പോൾ ഇവിടെ നടക്കുന്നത് ആദ്യത്തെ 1 വരും. പിന്നെ അതിങ്ങോട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ 1 വരും. അപ്പം ഇവിടെ നമുക്ക് ഇനി MSB ഫില്ല് ചെയ്യാണ്ട് അവിടെ സൈൻ ബിറ്റ് വെച്ച് ഫില്ല് ചെയ്യുക. അപ്പോൾ അവിടെ 1 ആയിരിക്കും വന്നത്. അപ്പം ഇതായിരിക്കും തേർഡ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ആൻസർ. അപ്പോൾ ഇവിടെ അരിത്തമെറ്റിക് റൈറ്റ് ഷിഫ്റ്റ് ആണ്. അരിത്തമെറ്റിക് റൈറ്റ് ഷിഫ്റ്റ് ആയതുകൊണ്ട് തന്നെ എന്താ ശ്രദ്ധിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റൈറ്റിലോട്ട് തന്നെ ഷിഫ്റ്റ് ചെയ്യണം. പക്ഷേ ഇവിടെ നമ്മൾ ഫില്ല് ചെയ്യുന്ന MSB എങ്ങനെ ഫില്ല് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൈൻ ബിറ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. സൈൻ ബിറ്റ് ഇവിടെ 1 ആണ്, നെഗറ്റീവ് നമ്പറാണ് 1 ആണ്. അതുകൊണ്ട് തന്നെ ആ 1 ആയിരിക്കും നമ്മുടെ MSBയിലോട്ട് ഫില്ലായിട്ട് വരുന്നത്. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഈ 1 ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യുമ്പോഴേ ഇങ്ങനെ തന്നെ വന്ന് നിൽക്കുന്നത്. കാരണം എല്ലാം 1 ആണല്ലോ. അപ്പോൾ ഇങ്ങനെ വന്ന് നിൽക്കും. ഈ MSBയിൽ നമുക്ക് എന്ത് ഫില്ല് ചെയ്യുന്നുള്ള ഡൗട്ടാണ് വരുന്നത്. അവിടേക്ക് എന്ത് വരും? ഈ സൈൻ ബിറ്റ് അതേപടി 1 വരും. അപ്പോൾ ഓരോ പ്രാവശ്യം ഷിഫ്റ്റ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ, അതിന് ചേഞ്ച് ഒന്നുമില്ല. ഓക്കെ, അപ്പം ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ച് ഹെക്സാഡെസിമലിലോട്ട് അയക്കണം. ഇത് നമുക്കറിയാം F ആണ്. ഇതെന്താണ്? F ആണ്. ഇത് 8 + 4 + 2 14. അപ്പം D വരും. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ D വരും. 8 + 4 4 + 2 D. 8 4 12 അല്ലേ? 8 + 4 + 2 8 8 4 12 2 14. 14 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ D. ഇവിടെ 8 2 + 3 വരും. ഇത് 8 വരും. ഇത് 2 വരും. ഇതെന്ത് വരും? 1 വരും. ഇത് 8 + 4 8 4 12 12 എന്ന് പറയുമ്പോൾ C. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ. FF E വരും. 8 4 12 2 14. സോറി, അപ്പം E ആണ് മിസ്റ്റേക്ക്. അപ്പം E അത് കഴിഞ്ഞ് 3 8 2 1 C. ശരിയാണ്, 2 1 C. ഓക്കെ, അത് ഞാൻ കുട്ടീൻ്റെ മിസ്റ്റേക്ക്. 8 + 4 2 8 4 12 2 14 14 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ E ആണ്. അപ്പം നമുക്ക് കിട്ടേണ്ട ആൻസർ എന്താണ്? F E 3 8 2 1 C. ഇതായിരിക്കും ആൻസർ. 0x. അതിൽ നമുക്ക് അവിടെ കിട്ടിയിരിക്കുന്നത് നോക്കി. FF E 3 8 2 1 C. ഓക്കെ, അത് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ. ഇവിടെ ഞാൻ കുട്ടീൻ്റെ മിസ്റ്റേക്കാണ്. 8 2 10 4 14 E ആണ്. D അല്ല, E ആണ്. D എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 13 ആണ്. 14 എന്ന് പറയുമ്പോൾ E ആണ്. ഓക്കെ, ഇതായിരിക്കും ആൻസർ. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ക്വസ്റ്റ്യൻ എത്രയേ ഉണ്ടായിരുന്നുള്ളൂ? നമുക്കൊരു 32 ബിറ്റ് ബൈനറി ഡേറ്റ തന്നിട്ടുണ്ട്. എന്നിട്ടൊരു കോഡ് തന്നേക്കുക, 2 ലൈൻ ഓഫ് അസംബ്ലി ലാംഗ്വേജ് തന്നേക്കുവാണ്. അപ്പോൾ ഈ ഇൻസ്ട്രക്ഷൻ ഏതാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അതാണ് ഇൻസ്ട്രക്ഷൻ പഠിപ്പിച്ചിരിക്കുന്നത്. ഇൻസ്ട്രക്ഷൻ്റെ ടൈപ്പ് എല്ലാം പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ ആ ടൈപ്പ് വെച്ചിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. എന്താണ്? ഷിഫ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷിഫ്റ്റ് ആണ്. അതിൽ RLI ആണ്. അപ്പോൾ ലോജിക്കൽ റൈറ്റ് ഷിഫ്റ്റ് ആണ്. അവിടെ നമ്മൾ റൈറ്റ് ഷിഫ്റ്റ് ചെയ്യണം. എത്ര പ്രാവശ്യം ഒരു ഇമ്മീഡിയറ്റ് വാല്യൂ തരും? I കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് എന്നാണ് മീനിങ്. അപ്പോൾ 2 ടൈംസ് ഈ S5 വാല്യൂ 2 ടൈംസ് റൈറ്റ് ഷിഫ്റ്റ് ചെയ്യുക. അത് S1 കൊണ്ടുപോയി സ്റ്റോർ ചെയ്യുക. അത് സ്റ്റോർ ചെയ്തിട്ടുള്ള ആൻസർ നമ്മളോട് എന്താണെന്ന് കാണിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ഇതാണ്. 3F C70439. അത് നമുക്ക് കിട്ടും. അതുപോലെ അടുത്ത് അരിത്തമെറ്റിക് റൈറ്റ് ഷിഫ്റ്റ് ആണ്. അരിത്തമെറ്റിക് റൈറ്റ് ഷിഫ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ MSBയിലോട്ട് ആ സൈൻ ബിറ്റ് എന്താണോ അത് വരും. ഓക്കെ, അത്രേ ഉള്ളൂ അത്. അപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. റൈറ്റ് ഷിഫ്റ്റും അതുപോലെ ലെഫ്റ്റ് ഷിഫ്റ്റും ഒക്കെ ചെയ്യാൻ. അപ്പോൾ ആ ഷിഫ്റ്റിംഗ് എല്ലാം കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കുക കേട്ടോ. ഇപ്പോൾ ഇത് റൈറ്റ് ആണ്, ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് പോവുക. അപ്പോൾ ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അവിടെ LSB ആയിരിക്കും 0 വെച്ച് ഫില്ലാവുന്നത്. ലെഫ്റ്റിലോട്ടല്ലേ ഷിഫ്റ്റ് ചെയ്യുന്നത്. LSB 0 വെച്ച് ഫില്ലാവും. മറ്റേത് റൈറ്റ് ആണെങ്കിൽ MSB 0 അല്ലെങ്കിൽ 1 വെച്ച്, അത് കറസ്പോണ്ടിങ് സൈൻ ബിറ്റ് എന്താണോ അത് വെച്ചാണ് അരിത്തമെറ്റിക്കലി ഫില്ലാവുന്നത്. മറ്റേതാണെങ്കിൽ നോർമലി ലോജിക്കൽ ഷിഫ്റ്റ് ആണെങ്കിൽ നോർമലി 0 ആയിരിക്കും ഫില്ലാവുന്നത്. ഓക്കെ, 0 വെച്ച് തന്നെ ഫില്ലാവുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഫങ്ഷൻസ് ആർ performed by a stack if the SP hold address value തന്നിട്ടുണ്ട്. ഹെക്സാഡെസിമലാണ്. BE FFAE 8 എന്ന് പറഞ്ഞൊരു അഡ്രസ്സ് തന്നിട്ടുണ്ട്. അതാണ് SP ഹോൾഡ് ചെയ്യുന്നതെങ്കിൽ
എന്ത് ഓപ്പറേഷൻസ് ആണ് സ്റ്റാക്ക് പെർഫോം ചെയ്യുന്നത്? ഷോ ദ സ്റ്റാക്ക് ഫ്രെയിം ബിഫോർ, ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ ദി എക്സിക്യൂഷൻ ഓഫ് ദി ഫോളോയിങ് ഹൈ ലെവൽ കോഡ് ഇൻ RISC-V മെഷീൻ. ഓക്കെ, അപ്പൊ നമ്മളോട് ചോദിച്ചേക്കുന്നത് വാട്ട് ഫങ്ഷൻസ് ആർ പെർഫോംഡ് ബൈ സ്റ്റാക്ക്. സ്റ്റാക്ക് എന്ത് ഫംഗ്ഷൻ ആണ് പെർഫോം ചെയ്യുന്നത്? അപ്പം എന്തായിരിക്കും സ്റ്റാക്ക് പോയിന്റർ? SP എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാക്ക് പോയിന്റർ ആണ്. സ്റ്റാക്ക് പോയിന്റർ എന്തായിരിക്കും ഹോൾഡ് സ്റ്റാക്ക് പോയിന്റർ? നമ്മൾ ഒരു വാല്യൂ കൊടുത്തിട്ടുണ്ട്, ആ സ്റ്റാക്ക് പോയിന്ററിൽ അഡ്രസ്സ്, സ്റ്റാക്ക് പോയിന്റർ അഡ്രസ്സിനാണ് ഹോൾഡ് ചെയ്യുന്നത്, ആ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ അഡ്രസ്സാണ് സ്റ്റാക്ക് പോയിന്റർ ഹോൾഡ് ചെയ്യുന്നതെങ്കിൽ ഒരു ഹൈ ലെവൽ ലാംഗ്വേജ് കോഡ് വന്നേക്കുവാണ്, ലൈൻ ഓഫ് കോഡ്, കുറച്ച് കോഡ് വന്നിട്ടുണ്ട്. അത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഓരോ ഫ്രെയിമിലും ഉണ്ടാവുന്ന ഡിഫറൻസ് എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓരോ ഇതിലും എന്ത് ഡിഫറൻസ് ഉണ്ടാവും അത് കാണിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പം എന്നിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 3 എന്ന് പറഞ്ഞത് കൊടുത്തേക്കുവാണ്. ഇൻറ്റു ഫാക്ടോറിയൽ ഇൻറ്റു n. ഓക്കെ, ഫംഗ്ഷനാണ്. നമ്മളൊരു C ലാംഗ്വേജ് ആണ് ഇതേക്കുന്നത്, Cയുടെ ഒരു കോഡാണ്. ഇൻറ്റു ഫാക്ടോറിയൽ ഇൻറ്റു n. ഇൻറ്റു ഫാക്ടോറിയൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫംഗ്ഷനാണ്, ഫംഗ്ഷനെ കോൾ ചെയ്തേക്കുവാണ്. ഇൻറ്റു ഫാക്ടോറിയൽ ഇൻറ്റു n എന്ന് പറഞ്ഞു. അപ്പം n 3 ആണ് എങ്കിൽ ഇഫ് 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1, 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ് അല്ലല്ലോ, അപ്പം ഇങ്ങോട്ട് പോവും. റിട്ടേൺ n ഇൻറ്റു ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് 1. അപ്പം എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ 3 ഇൻറ്റു ഫാക്ടോറിയൽ n മൈനസ് 1 2. അപ്പോൾ വീണ്ടും ഇവിടെ വരും, വീണ്ടും ഫാക്ടോറിയലിനെ കൊടുക്കും. റിക്കേഴ്സീവ് ഫംഗ്ഷനാണ്. റിക്കേഴ്സീവ് ഫംഗ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫംഗ്ഷനിൽ തന്നെ റിപ്പീറ്റ് ആയിട്ട് കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനാണ് റിക്കേഴ്സീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. ഈ ലൈൻ ഓഫ് കോഡ് പെർഫോം ചെയ്യുവാണ്, ഒരു ഹൈ ലെവൽ C ലാംഗ്വേജ് കോഡാണ്, Cയുടെ കോഡാണ്. അപ്പം ഇത്രയേ ഉള്ളൂ. ഒരു ഫാക്ടോറിയൽ കണ്ടുപിടിച്ചേക്കുവാണ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമ്മൾ കണ്ടീഷൻ കൊടുത്തേക്കുന്നത് n ലെസ് ആർ ഈക്വൽ ടു 1 ആണെങ്കിൽ റിട്ടേൺ 1 കൊടുക്കുക, അല്ലെങ്കിൽ ആ ഫംഗ്ഷന് റിപ്പീറ്റ് ആയിട്ട് കോൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പം അങ്ങനെയാണ് എങ്കിൽ സ്റ്റാക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് സ്റ്റാക്ക് പോയിന്റർ വെച്ചിട്ട് ഓരോ ലൈൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴുള്ള ചേഞ്ചസ് എന്തൊക്കെയാണ് കാണിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റാക്ക് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, സ്റ്റാക്കിൻ്റെ ഫംഗ്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അല്ലെങ്കിൽ എന്തിനാണ് സ്റ്റാക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ സ്റ്റാക്കിനകത്ത് എപ്പോഴും നമ്മൾ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ ആ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന റിട്ടേൺ അഡ്രസ്സിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, സ്റ്റാക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റോർസ് റിട്ടേൺ അഡ്രസ് വെൻ എ ഫംഗ്ഷൻ ഈസ് കോൾഡ്. ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ അപ്പം ഇവിടെ ഒരു ഫംഗ്ഷൻ കോൾ വന്നു, ഇൻറ്റു ഫാക്ടോറിയൽ ഇൻറ്റു n. ഓക്കെ, അപ്പം ഇവിടെ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞ ഫംഗ്ഷനെ കോൾ ചെയ്തിരിക്കുന്നത്. അപ്പം ഇവിടുന്ന് കൺട്രോൾ നേരെ ഇങ്ങോട്ടാ പോകുന്നത്, റിട്ടേൺ n ഇൻറ്റു ഫാക്ടോറിയൽ n മൈനസ് 1. അപ്പം നമ്മൾ നോർമലി എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഇൻറ്റു ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് 1 ഫംഗ്ഷൻ എഴുതി, അത് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് റിട്ടേൺ n ഇൻറ്റു ഫാക്ടോറിയൽ n മൈനസ് 1. ഇവിടെ വീണ്ടും n മൈനസ് 1 എന്ന് പറയുമ്പോൾ ഫാക്ട് 3നെ കോൾ ചെയ്യും. അപ്പോൾ വീണ്ടും ഇവിടെ വരും. അപ്പം അതിങ്ങനെ റിപ്പീറ്റ് ആയിട്ട് കോൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ റിട്ടേൺ ചെയ്യേണ്ടത്, അപ്പോൾ ഫംഗ്ഷൻ കോൾ ചെയ്ത ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് റിട്ടേൺ ചെയ്യുന്ന അഡ്രസ്സ് ഏതാണോ അതായിരിക്കും എപ്പോഴും സ്റ്റാക്കിൻ്റെ അകത്ത് ഉണ്ടാവുക. അതുപോലെ സ്റ്റോർ ദ കോളറിൻ്റെ അഡ്രസ്സും അതുപോലെ കോളിയുടെ അഡ്രസ്സും ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റാക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സേവ്സ് ആൻഡ് റീസ്റ്റോർസ് ദി കോളർ സേവ്ഡ് അല്ലെങ്കിൽ കോളി സേവ്ഡ് രജിസ്റ്റേഴ്സ്. അപ്പം നമ്മൾ സ്റ്റാക്ക് ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ ആ നോർമലി എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ എക്സിക്യൂഷനുള്ള, അതായത് നമ്മൾ ലൈൻ ബൈ ലൈൻ ആയിട്ടായിരിക്കും എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ വേറൊരു കുറച്ച് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്പിലോട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ ആ ഫംഗ്ഷൻ്റെ ഉള്ളിലേക്കാണ് പോകുന്നത്. അപ്പം നമ്മൾ ആ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ തിരിച്ച് ഫംഗ്ഷൻ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ റിട്ടേൺ ചെയ്യാനുള്ള അഡ്രസ്സ് നമ്മുടെ കയ്യിൽ വേണം. അപ്പോൾ അത് നമ്മൾ സ്റ്റാക്കിൽ സ്റ്റോർ ചെയ്യും. ഓക്കെ, അപ്പം നമുക്ക് അത് കഴിഞ്ഞിട്ട് വീണ്ടും വന്നിട്ട് എന്ത് ചെയ്യണം, ആ എവിടെ വെച്ചാണോ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നത് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്പ് ഏതാണോ അത് തൊട്ട് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യണം. അപ്പോൾ അതിലേക്ക് തിരിച്ചു പോകണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ അഡ്രസ്സിന് സ്റ്റോർ ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ കോളറിൻ്റെ അകത്തോ കോളിയുടെ ആയിട്ടോ എന്തെങ്കിലും രജിസ്റ്റേഴ്സ് ഒക്കെ ഉണ്ട്, അതുണ്ടെങ്കിൽ നമ്മൾ അതിനെ സേവ് ചെയ്യാനും റീസ്റ്റോർ ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാക്ക് യൂസ് ചെയ്യും. അപ്പോൾ സേവ്സ് ആൻഡ് റീസ്റ്റോർ ദ കോളർ സേവ്ഡ് ആൻഡ് കോളി സേവ്ഡ് രജിസ്റ്റേഴ്സ്. അപ്പോൾ അതിനകത്ത് റീസ്റ്റോർ ചെയ്യാനും അതുപോലെ സേവ് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാക്ക് യൂസ് ചെയ്യാണ്ട്. അതുപോലെ ഇപ്പോൾ ലോക്കൽ വേരിയബിൾസും ഫംഗ്ഷൻസും ഒക്കെ ഫംഗ്ഷൻ പാരാമീറ്റേഴ്സും ഒക്കെ നമ്മൾ സ്റ്റോർ ചെയ്യും. അതായത് നമ്മുടെ രജിസ്റ്റേഴ്സിനകത്ത് ഫില്ല് ചെയ്യാൻ പറ്റുന്നതിൽ കൂടുതൽ, അതിൻ്റെ സൈസിനേക്കാളും കപ്പാസിറ്റിന് കൂടുതലും ഇപ്പോൾ രജിസ്റ്റേഴ്സിനകത്ത് പറ്റുന്നതിനേക്കാളും കപ്പാസിറ്റി കൂടുതൽ ഇപ്പോൾ നമുക്ക് ഡേറ്റാസും അതുപോലെ തന്നെ വാല്യൂസും ഒക്കെ അവൈലബിൾ ആണ്, പാരാമീറ്റേഴ്സൊക്കെ പാസ് ചെയ്യാനുണ്ട് എങ്കിൽ നമുക്ക് അതിനകത്ത് ഒരു കപ്പാസിറ്റി ഉണ്ട്. അതിൽ കൂടുതലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമുക്ക് സ്റ്റാക്ക് യൂസ് ചെയ്യാം. Enable recursion by giving each function call its own primitive
സ്റ്റാക്ക് ഫ്രെയിം. അപ്പോൾ നമ്മൾ റിക്കേർഷൻ ഫംഗ്ഷനുകൾ റിക്കേഴ്സീവ് ആണെങ്കിൽ അതിന് നമുക്ക് റിസ്ക് ഫയൽ ഒരു സ്റ്റാക്ക് ഫ്രെയിം ഫോർമാറ്റ് ഉണ്ട്. അതെന്താണെന്ന് നമ്മൾ ഇനി പറയാൻ പോകുന്നു. അപ്പോൾ അത് എനേബിൾ ചെയ്യും. അപ്പോൾ റിക്കേർഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫംഗ്ഷൻ ആ ഫംഗ്ഷനെ തന്നെ റിപ്പീറ്റ് ആയിട്ട് കോൾ ചെയ്യുമ്പോഴാണ് റിക്കേർഷൻ വന്നത്. ഇവിടെ നോക്കിക്കേ, നമ്മളിപ്പോൾ ഇൻറ്റ് ഫാക്ടോറിയൽ ഇൻറ്റ് n, അപ്പോൾ എന്നിൻ്റെ വാല്യൂ 3 ആണ്. 3 കൊടുത്തു. 3 <= 1 അല്ല, അത് ലെസ് ദാൻ അല്ല, അപ്പോൾ ആണെങ്കിൽ റിട്ടേൺ ചെയ്യും. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, എൽസിലോട്ട് പറഞ്ഞിട്ടുണ്ട്. എൽസിൽ എന്ത് ചെയ്യണം, റിട്ടേൺ n ഇൻറ്റു ഫാക്ടോറിയൽ n - 1. n എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, 3 ഇൻറ്റു ഫാക്ടോറിയൽ n - 1. n - 1 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2. അപ്പോൾ വീണ്ടും ഇങ്ങോട്ട് പോകും, വീണ്ടും ഈ ഫംഗ്ഷനെ കോൾ ചെയ്യും. ഇൻറ്റു ഫാക്ടോറിയൽ 2 വരും. 2 <= അല്ല, അപ്പോൾ എൽസിലോട്ട് പോകും. അപ്പോൾ അവിടെ എന്ത് വരും, 2 ഇൻറ്റു ഫാക്ട് ഓഫ് 1 വരും. ഫാക്ടോറിയൽ ഫുള്ള് വേണം, ഫാക്ടോറിയൽ 1 വരും. അപ്പോൾ 2 ഇൻറ്റു ഫാക്ടോറിയൽ 1 എന്ന് പറയുമ്പോൾ എന്താ, ഫാക്ടോറിയൽ 1നെ വീണ്ടും കോൾ ചെയ്യും, വീണ്ടും ഫംഗ്ഷനെ കോൾ ചെയ്യും. അപ്പോൾ ഇവിടെ എൻ്റെ സ്ഥാനത്ത് എന്തൊരു 1 വരും. അപ്പോൾ 1 <= 1 ആണ്, അപ്പോൾ റിട്ടേൺ 1. ഇവിടെ 1 വരും. ഓക്കെ, ഇനി 2 ഇൻറ്റു 1 ചെയ്യുമ്പോൾ 2 തന്നെ വരും. അപ്പോൾ ഫാക്ടോറിയൽ 2 കിട്ടും, അപ്പോൾ 2. അങ്ങനെ ഇവിടുന്ന് ഇങ്ങോട്ടാണ് റിക്കർസീവ് ഫംഗ്ഷൻ ഇങ്ങനെ പെർഫോം ചെയ്തു വരുന്നത്. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ ആ ഫംഗ്ഷന് വീണ്ടും റിപ്പീറ്റ് ആയിട്ടാണ് കോൾ ചെയ്യുന്നത്. അപ്പോൾ റിപ്പീറ്റ് ആയിട്ട് കോൾ ചെയ്യുന്ന റിക്കർഷൻ, അതിനാണ് നമ്മൾ റിക്കർഷൻ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനെ ആ ഫംഗ്ഷനിന് റിപ്പീറ്റ് ആയിട്ട് കോൾ ചെയ്യുകയാണെങ്കിൽ അതിന് റിക്കർഷൻ എന്ന് പറയും. അപ്പോൾ എന്ത് ചെയ്യുന്നു, എനേബിൾസ് റിക്കർഷൻ ബൈ ഗീവിങ് ഈച്ച് ഫംഗ്ഷൻ കോൾ ഇറ്റ്സ് ഓൺ പ്രൈവറ്റ് സ്റ്റാക്ക് ഫ്രെയിം. അത് പ്രൈവറ്റ് സ്റ്റാക്ക് ഫ്രെയിം കൊടുത്തിട്ട് എനേബിൾ ചെയ്യുന്നു. അപ്പോൾ RISC-V സ്റ്റാക്ക് ഫ്രെയിം ലേഔട്ട് ഫോർ ഫാക്ടോറിയൽ n-ലാണ് നമ്മൾ പറയാൻ പോകുന്നത്. SP-യിലെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്, എന്താണ്, BE/FF-AE8 ആണ്. ഓക്കെ, അപ്പോൾ ഈച്ച് റിക്കേഴ്സീവ് കോൾ ടു ഫാക്ടോറിയൽ സേവ്സ്. അപ്പോൾ നമ്മൾ റിക്കേഴ്സീവ് കോൾ വരുമ്പോൾ എന്തൊക്കെ സേവ് ചെയ്യണം, നമ്മൾ റിട്ടേൺ അഡ്രസ്സ് സ്റ്റോർ ചെയ്യും. തിരിച്ചു വരേണ്ട റിട്ടേൺ അഡ്രസ്സ് നമ്മൾ സ്റ്റോർ ചെയ്യും. അതുപോലെ ആൻഡ് ആർഗ്യുമെന്റ് പാസ് ചെയ്യുന്ന ആർഗ്യുമെന്റിനെ നമ്മൾ സ്റ്റോർ ചെയ്ത് വയ്ക്കും. ഓക്കെ, അപ്പോൾ ആൻഡ് A0 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആർഗ്യുമെന്റ് എന്താണോ അതാണ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഈച്ച് റിക്കേഴ്സീവ് കോളിനകത്ത് എന്തൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്യും, സ്റ്റാക്കിൻ്റെ അകത്ത് ഒന്ന് നമ്മുടെ റിട്ടേൺ അഡ്രസ്സ് സ്റ്റോർ ചെയ്യും ഓരോ റിക്കേഴ്സീവ് കോളിലും. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമുക്ക് എത്ര റിക്കേഴ്സീവ് കോളുണ്ട്, ആദ്യം ഒരെണ്ണം വന്നു, ഫാക്ടോറിയൽ 2 വന്നു, 3 ഇൻറ്റു ഫാക്ടോറിയൽ 2 വന്നു. അത് കഴിഞ്ഞ് 1 കോളോ 2 കോളോ 3 കോള് വരുന്നുണ്ട്. അപ്പോൾ ആ 3 കോളിലും എന്ത് ആദ്യം ഫാക്ട് 3യുടെ കണ്ടുപിടിക്കാൻ പോകുമല്ലോ. 3യുടെ കണ്ടുപിടിക്കാൻ പോകുമ്പോഴാണ് അതിനെ കൊള്ളുന്നത്. അപ്പോൾ ഓരോ റിക്കേഴ്സീവ് കോളിലും നമ്മൾ എന്തൊക്കെ റിട്ടേൺ ചെയ്യണം, റിട്ടേൺ അഡ്രസ്സ് റിട്ടേൺ ചെയ്യണം, അതുപോലെ ആർഗ്യുമെന്റ് റിട്ടേൺ ചെയ്യണം. അത് അതിൻ്റെ കൂടെ സ്റ്റാക്ക് പോയിന്റ് അകത്തുണ്ടാവും. പിന്നെ ദാറ്റ് ഈസ് 2 registers ഇൻറ്റു 4 byte. അപ്പോൾ 2 registers ഉണ്ട്. അത് എത്ര ബൈറ്റ് ആണ്, 2 byte ആണ്. ഒന്ന് നമ്മുടെ റിട്ടേൺ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാനും ഒന്ന് നമ്മുടെ ആർഗ്യുമെന്റ് സ്റ്റോർ ചെയ്യാനും, ആ 2 രജിസ്റ്റർ ഉണ്ട്. അപ്പോൾ 2 ഇൻറ്റു 4 byte, അപ്പോൾ 8 byte ഫോർ ഫ്രെയിം. ഒരു ഫ്രെയിമിൽ എത്ര ഉണ്ടാവും, 8 byte ഉണ്ടാവും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഡൗൺവേർഡ്സ് ആയിരിക്കും സ്റ്റാക്ക് എന്ത് ചെയ്യുന്നത്, ഡൗൺവേർഡ്സിലായിരിക്കും സ്റ്റാക്ക് റൺ ചെയ്യുന്നത്, താഴത്തേക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ബിഫോർ കോളാണ് സ്റ്റാക്കിൻ്റെ സ്റ്റേറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്, അഡ്രസ് ആണ് പറഞ്ഞിരിക്കുന്നത്, കണ്ടന്റ് ആണ് പറഞ്ഞിരിക്കുന്നത്, വാല്യൂ ആണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ, ഈ ഹൈ ലെവൽ ലാംഗ്വേജ് C ലാംഗ്വേജ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്താ നടക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു റിക്കേഴ്സീവ് ഫംഗ്ഷനാണ്. റിക്കേഴ്സീവ് കോളിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ടാവും, റിട്ടേൺ അഡ്രസ്സ് ഉണ്ടാവും, അതുപോലെ പാസ് ചെയ്യുന്ന ആർഗ്യുമെന്റ്. അപ്പോൾ അത് രണ്ടും സ്റ്റോർ ചെയ്യാൻ രജിസ്റ്റേഴ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ രണ്ടും സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് രജിസ്റ്റർ, അതായത് നമ്മുടെ റിട്ടേൺ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാനും ഇത് സ്റ്റോർ ചെയ്യാനും നമ്മുടെ ആർഗ്യുമെന്റ് സ്റ്റോർ ചെയ്യാനും. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ബിഫോർ കോളിൽ ഐഡിയയിലായിരിക്കും നമ്മുടെ കയ്യിലുള്ള അഡ്രസ്സ് എന്താണ്, സ്റ്റാക്ക് പോയിന്റർ തന്നിട്ടുണ്ട്, നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ഇതാണ് 0xB. അത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കുക. 0xBE/FF-AE8 ആണ്. കണ്ടന്റ് ഒന്നുമില്ല. SP എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനീഷ്യലി വാല്യൂസ് ഒന്നും ഉണ്ടാവില്ല. അപ്പം നമ്മൾ ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഫാക്ടോറിയൽ 3 ആണ്. കാരണം ഇതിൻ്റെ വാല്യൂ 3 ആവും. അപ്പോൾ ഫാക്ടോറിയൽ 3 കണ്ടുപിടിക്കണം. അപ്പം അതിന് ഫ്രെയിം ഉണ്ടല്ലോ, നമ്മൾ ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഉള്ള സ്റ്റാക്കിൽ എന്തൊക്കെയാണ് വരുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഫാക്ടോറിയൽ, കാരണം ഇവിടെ വരുമ്പോൾ ഫാക്ടോറിയൽ 3 എന്ന് വരും. അപ്പോൾ ഫാക്ടോറിയൽ 3 റിക്കേഴ്സീവ് കോൾ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഫസ്റ്റ് ഫ്രെയിം ആ ഫ്രെയിമിലോട്ട് വരുമ്പോൾ നമ്മൾ 8ന്ന് ഡൗൺവേർഡ്സ് താഴത്തേക്കാണ് പോകുന്നത്, കുറയ്ക്കണം. അപ്പോൾ
ഈ സെയിം അഡ്രസ്സിൽ നിന്ന് എത്ര കുറയ്ക്കണം? 4 സ്റ്റാക്ക് പോയിന്റ് 4 വെച്ച് കുറയ്ക്കണം. 4 വെച്ച് നമ്മൾ റെഡ്യൂസ് ചെയ്ത് വരും. 4 ഇത് വെച്ചിട്ടാണ് നമ്മൾ റെഡ്യൂസ് ചെയ്യുന്നത്. 4 ബൈറ്റ് നമ്മൾ പറഞ്ഞു, 4 ബൈറ്റ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ 4 വെച്ച് റെഡ്യൂസ് ചെയ്തു വേണം. അപ്പോൾ ഇതിൽ നിന്ന് -4 ചെയ്യുമ്പോൾ 8 നിന്ന് -4 ചെയ്താൽ 4 ആണ്. നമ്മൾ നോർമലി ഉള്ള ഹെക്സാഡെസിമൽ സബ്ട്രാക്ഷൻ തന്നെയാണ്. അപ്പോൾ 8 നിന്ന് 4 പോയ 4. ഓക്കെ, അപ്പോൾ 6 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിട്ടേൺ അഡ്രസ്സാണ്. ഓക്കെ, അപ്പോൾ ആ ഫംഗ്ഷൻ കോൾ ചെയ്ത് കഴിയുമ്പോൾ എങ്ങോട്ട് തിരിച്ച് റിട്ടേൺ ചെയ്യുന്നുള്ള റിട്ടേൺ അഡ്രസ്സ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. ഓക്കെ, ഇനി നമ്മൾ ഫാക്ടോറിയൽ 3 അടുത്ത ഇതിൽ ഫാക്ടോറിയൽ 3 അതിന് റിട്ടേൺ അഡ്രസ്സും ഉണ്ട്, അതുപോലെ തന്നെ ആർഗ്യുമെൻറ്റും ഉണ്ട്. അപ്പോൾ ആർഗ്യുമെൻറ്റ് കാണാനായിട്ട് ഇത് 4ൽ നിന്ന് 4 കുറച്ചു, അപ്പോൾ ഇവിടെ എന്തായി? 0 ആയി. ഹെക്സാഡെസിമൽ സബ്ട്രാക്ഷൻ ആട്ടോ, ഇവിടെ 0 വന്നു. ഇവിടെ എന്ത് വരും? A0 ആണ് വരുന്നത്. എല്ലാത്തിനകത്തും റിട്ടേൺ അഡ്രസ്സും A0 ആണ്. A0 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാസ് ചെയ്യുന്ന പാരാമീറ്റർ ആണ്. ഓക്കെ, അപ്പം നമ്മളിവിടെ ആദ്യം എന്താ പാസ് ചെയ്തിരിക്കുന്ന? ഫാക്ടോറിയൽ 3 കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ n = 3 ആയിരിക്കും. ഓക്കെ, ഇതുപോലെ ഓരോന്നിൻ്റെയും വരും. 3യുടെ വരും, 2ൻ്റെ വരും, 1ൻ്റെ വരും, അത്രയും വരും. കാരണം അത്രയേ ഉള്ളു. ഇനിയിപ്പോൾ ഇത് ഫാക്ടോറിയൽ 5 ആണെങ്കിൽ 5 വരും, 4 വരും, 3 വരും, 2 വരും, 1 വരും. അങ്ങനെയായിരിക്കും പോകുന്നത്. ക്ലിയർ ആണല്ലോ? ഡൗൺവേർഡ്സ്, താഴത്തേക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ 2ൽ ഫ്രെയിം 0ൽ നിന്ന് 4 കുറയ്ക്കണം. അതായത് E0ൽ നിന്ന് 4 മൈനസ് ചെയ്യണം. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്? എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 14 ആണല്ലോ. E എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ E0ൽ നിന്ന് 4 കുറയ്ക്കണ്ടേ. 4 കുറയ്ക്കുമ്പോൾ E എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 14, 0, 4. ഇവിടുന്ന് 1 എടുക്കുമ്പോൾ 16 വരും. 16ൽ നിന്ന് 4 പോയാൽ 12. ഇവിടുന്ന് 1 പോയാൽ 13. അപ്പം DC അതല്ല ഇവിടെ കിട്ടിയേക്കുന്നത്. നോക്കി, DC എന്ന് വരും. അത് ക്ലിയർ ആയോ? നമ്മൾ ഇവിടെ വരെ നമുക്കറിയാം 8ൽ നിന്ന് 4 പോയി 4ൽ നിന്ന് 4 പോയാൽ 0. ഇവിടെ നമുക്കുള്ളത് E0 ആണ്. E0 മൈനസ് നമുക്ക് എന്താ ചെയ്യേണ്ടത്? 4 ചെയ്യേണ്ടത്. E എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 14 ആണ്. ഹെക്സാഡെസിമൽ 0 അതേപടി എഴുതുക. 4 0ൽ നിന്ന് 4 പോവില്ല. അപ്പം നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് എടുക്കുന്ന എത്രയാ? 16 എടുക്കുന്നത്. ഓക്കെ, നോർമലി 10 എടുക്കുന്ന പോലെ ഇവിടെ ഹെക്സാഡെസിമൽ ആയതുകൊണ്ട് 16 എടുക്കും. 16 ഇങ്ങോട്ട് വന്നു. ഇവിടെ 13 ആയി. 16ൽ നിന്ന് 4 പോയാൽ 12, 13 അതേപടി വരും. 13 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ D ആണ്, 12 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ C ആണ്. അങ്ങനെയാണ് ഇവിടെ DC വന്നത്. ഓക്കെ, അവിടെ എന്താണ്? ഫ്രെയിം ഫാക്ടോറിയൽ 2 ആണ്. അവിടെ റിട്ടേൺ അഡ്രസ്സ് ഉണ്ട്, റിട്ടേൺ അഡ്രസ്സ്. അതുപോലെ തന്നെ വീണ്ടും അടുത്ത ഫ്രെയിമിൽ എന്ത് വരും? അതിൻ്റെ ആർഗ്യുമെൻറ്റ് വരും. അപ്പോൾ A0ലേക്ക് എന്ത് വരും? 2 വരും. n = 2 എന്നുള്ളത് വരും. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് 12ൽ നിന്ന് 4 പോയാൽ 8 വരും. അങ്ങനെയാണ് ഈ അഡ്രസ്സ്. ഹെക്സാഡെസിമൽ സബ്ട്രാക്ഷനാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ 8 വരും. A0 n = 2 വരും. ഇനി ഫാക്ടോറിയൽ 1ൽ വരും. അതുപോലെ റിട്ടേൺ അഡ്രസ്സും ഉണ്ട്. ഫാക്ടോറിയൽ 1 ആർഗ്യുമെൻറ്റും ഉണ്ട്. ആർഗ്യുമെൻറ്റിൽ n = 0. പിന്നെ ബേസ് കേസ് റീച്ച്ഡ് ആവും. അപ്പോൾ ഇത് തന്നെ വരും. റിട്ടേൺ 1 എന്താണോ നമ്മൾ ലാസ്റ്റ് റിട്ടേൺ ചെയ്യാനുള്ള ആ വാല്യൂ റിട്ടേൺ 1 ആയിരിക്കും കൊടുത്തേക്കുന്നത്. അത് വരും. അൺവൈൻഡ് ബിഗിൻസ്. അങ്ങനെ നമ്മൾ അവിടെ ഒന്നും എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. തിരിച്ച് റിട്ടേൺ ആവുകയാണ് ചെയ്യുന്നത്. തിരിച്ച് ആ അഡ്രസ്സ് എവിടെ ആവശ്യമാണോ ഇതായത് അങ്ങോട്ട് തിരിച്ചാവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 8 ബൈറ്റാണ് വരുന്നത്. അപ്പോൾ 8 ബൈറ്റ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഫ്രെയിമിൽ സ്റ്റാർട്ടിങ് ആണ്. അപ്പോൾ അവിടെ ഐഡിയലായിരിക്കും, എപ്പോഴും അത് ഐഡിയലായിരിക്കും. ഇവിടെയും അത് സെയിം ആയിരിക്കും. ഇവിടെ ലാസ്റ്റ് എന്താ അഡ്രസ്സാണോ വന്ന് നിൽക്കുന്നത് അത് വീണ്ടും താഴത്തേക്ക് എടുത്ത് ചെയ്ത് റിട്ടേൺ 1 എന്നുള്ളത് കൊടുക്കുക നമ്മുടെ ക്വസ്റ്റ്യൻ വെച്ചിട്ട്. അപ്പം നമുക്ക് റിക്കേഴ്സീവിലാണെങ്കിലാണ് എന്തൊക്കെ പറഞ്ഞാൽ റിട്ടേൺ അഡ്രസ്സും പാസ് ചെയ്യുന്ന നമ്മുടെ പാരാമീറ്റർ എന്താണോ ആ ആർഗ്യുമെൻ്റ് എന്താണോ അതും വരും. അപ്പം R-യും A0യും തന്നെ. A0യ്ക്കകത്ത് നമ്മൾ ഫാക്ടോറിയൽ 3 ആയതുകൊണ്ട് n = 3 വരും. 2 ആണെങ്കിൽ 2 വരും. അതുപോലെ 1 ആണെങ്കിൽ 1 വരും. ഇത് നമ്മൾ 4 വെച്ചാണ് അഡ്രസ്സ് മൈനസ് ചെയ്യുന്നത്. അപ്പോൾ 4 വെച്ച് മൈനസ് ചെയ്യുമ്പോൾ ഹെക്സാഡെസിമൽ സബ്ട്രാക്ഷൻ ആണ്. ഇവിടെ E0ൽ നിന്ന് 4 പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന DC ആണ്. അത് വെച്ചിട്ടുണ്ട്. പിന്നെ ആ 12ൽ നിന്ന് 4 ആ പോകുന്നു. 12ൽ നിന്ന് 4 പോയാൽ 8 വരും. അപ്പോൾ D8 വരും. പിന്നെ 8ൽ നിന്ന് 8 പോയാൽ 4 പോയാൽ 4, 4ൽ നിന്ന് 4 പോയാൽ 0. അങ്ങനെ അത് പോകുന്നത്. അപ്പോൾ എല്ലാത്തിൻ്റെയും ഓരോന്നിൻ്റെയും കൂടെ, അതായത് ഓരോ റിക്കേഴ്സീവ് ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോഴും എന്തൊക്കെയുണ്ട്? ഒരു റിട്ടേൺ അഡ്രസ്സും കറസ്പോണ്ടിങ്, അതായത് തിരിച്ച് റിട്ടേൺ ചെയ്യേണ്ട അഡ്രസ്സ് വേണമല്ലോ. തിരിച്ച് ഫംഗ്ഷനെ കോൾ ചെയ്ത് തിരിച്ച് അങ്ങനെ റിട്ടേൺ ചെയ്യുന്ന അഡ്രസ്സ് വേണം. അതായത് പാസ് ചെയ്യുന്ന ആർഗ്യുമെൻറ്റും ഉണ്ടാവും. അപ്പോൾ ഇവിടെ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ 3 ആണ്. കാരണം നമ്മുടെ എൻ്റെ വാല്യൂ 3 ആണ്. അത് വെച്ചിട്ടാണ് പോകുന്നത്. ഇപ്പോൾ 4 ആണെങ്കിൽ 4 വെച്ചിട്ട് അങ്ങനെ പോകുള്ളൂ. ഓക്കെ, എന്താ പറഞ്ഞത്? കാരണം അൺബൈൻഡിങ്
ഫാക്ടോറിയൽ 1 റിട്ടേൺസ് 1. അവിടെ നമുക്ക് റിട്ടേൺ 1 ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. കാരണം ലാസ്റ്റ് വരുമ്പോൾ നമുക്ക് റിട്ടേൺ 1 തിരിച്ച് റിട്ടേൺ ചെയ്യേണ്ടത് 1 ആണ്, അത് റിട്ടേൺ ചെയ്യും. ഫാക്ടോറിയൽ 2 എന്ന് പറയുമ്പോൾ 2 into 1 കമ്പ്യൂട്ട് ചെയ്യും. ഫാക്ടോറിയൽ 3 എന്ന് പറയുമ്പോൾ 3 into 2 കമ്പ്യൂട്ട് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, റിട്ടേൺ ചെയ്യും. എന്നിട്ട് പോപ്സ് ഫ്രെയിം ഫ്രം SP മൂവ്സ് ബാക്ക് അപ്പ് ടു 8 byte. ഫൈനൽ റിസൾട്ട് A0 = 6 എന്നായിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഈച്ച് റിട്ടേൺ പോപ്സ് ദി ഫ്രെയിം. ഓരോ റിട്ടേൺ എന്ത് ചെയ്യും, റിട്ടേൺ ചെയ്യുമ്പോൾ ഓരോന്നും പോപ്സ് ചെയ്ത് SP എന്ത് ചെയ്യും, 8 byteലെത്തും. അതിൻ്റെ ഫൈനൽ റിട്ടേൺ A0 = 6 എന്നുള്ളത് റിട്ടേൺ ചെയ്യും. അത്രയേ ഉള്ളൂ. ഓക്കെ, ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. സ്റ്റാക്ക് എന്താണ്, ഫംഗ്ഷൻ എന്താണ്, സ്റ്റാക്ക് പോയിന്റർ ഇങ്ങനെ തന്നിട്ട് ഹോൾഡ് ചെയ്യുന്ന അഡ്രസ്സ് ഇതായിരിക്കും. അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് അതിൽ നിന്ന് എങ്ങനെയായിരിക്കും ഇത് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, സ്റ്റാക്ക് പോയിന്റർ ഫ്രെയിം അതിനകത്ത് കാണിക്കാൻ പറയും. അപ്പോൾ റിക്കേഴ്സീവ് ഫംഗ്ഷൻ ആയതുകൊണ്ടാണ് നമുക്ക് എന്തൊക്കെയുള്ളത്, റിക്കേഴ്സീവ് കോളിൽ ഫാക്ടോറിയലിൻ്റെ അകത്ത് സേവ് ചെയ്യുന്ന എന്തൊക്കെയാണ്, നമ്മൾ റിട്ടേൺ അഡ്രസ്സും കാണും, അതുപോലെ ആർഗ്യുമെൻറ്റും കാണും. ആർഗ്യുമെൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ A0 ആണ് നമ്മൾ പാസ് ചെയ്യുന്ന ആർഗ്യുമെൻ്റ്. അതായത് നമ്മുടെ ഇവിടെ ഫംഗ്ഷനകത്ത് പാസ് ചെയ്തേക്കുന്നത് n എന്ന് പറഞ്ഞ ആർഗ്യുമെൻ്റ് ആണ്. ആ n എന്ന് പറഞ്ഞതിൻ്റെ വാല്യൂ ആയിരിക്കും കാണുക. അപ്പോൾ ഓരോ കോളിലും വാല്യൂ ചേഞ്ച് ആയി വരും. ഓക്കെ, അപ്പോൾ ആദ്യം 3 into ഫാക്ടോറിയൽ 2 വരും, പിന്നെ 2 into ഫാക്ടോറിയൽ 1 വരും. അപ്പോൾ പിന്നെ ഫാക്ടോറിയൽ 1 ആയിരിക്കും കോൾ ചെയ്യുന്നത്. ഫാക്ടോറിയൽ 1 എന്താണ്, 1 into 2 എന്ന് കിട്ടും, 2 into 3 അങ്ങനെ ഇവിടുന്ന് പോപ്പ് ചെയ്തായിരിക്കും ആൻസർ കിട്ടും. ഓക്കെ, അത്രയേ ഉള്ളൂ. ജസ്റ്റ് അവിടെ പറയാൻ വേണ്ടിയല്ലേ ഇട്ടേക്കുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അസ്യൂം എ റിസ്ക് 5 based system. Write a short assembly language code to calculate the sum of first 5 integers 1 to 5 using a loop and explain the role of assembler directives used. ഓക്കെ, നമ്മളോട് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്ന ഒരു അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാം ചെയ്താലാണ്. ഉറപ്പായിട്ടും റിസ്ക് 5 ബേസ് ചെയ്ത്, അതായത് ഫസ്റ്റ് മൊഡ്യൂളിനെ ബേസ് ചെയ്തിട്ട് ഒരു പ്രോഗ്രാം എഴുതാൻ ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അത് ഏത് പ്രോഗ്രാം വേണമെങ്കിലും ആവാം. അപ്പോൾ പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻസ് എല്ലാം കറക്റ്റായിട്ട് പഠിച്ചിട്ട് പോവുക, അതിനെ ബേസ് ചെയ്ത് പ്രോഗ്രാം എഴുതാൻ പഠിക്കുക. ഓക്കെ, നമ്മളോട് പറഞ്ഞേക്കണേ 5 ഇൻറ്റിജർ 1 തൊട്ട് 5 വരെ ആഡ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ചെയ്താണ് പറഞ്ഞത്. യൂസിങ് ലൂപ്പ് യൂസ് ചെയ്ത് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിനകത്ത് അസംബ്ലർ ഡയറക്റ്റീവ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ആ അസംബ്ലർ ഡയറക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മളോട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ആൻസർ. ജസ്റ്റ് നമ്മളത് എങ്ങനെ എഴുതുന്നതെന്ന് നമുക്ക് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഡേറ്റ തുടങ്ങുന്നതിന് മുമ്പ് ഡോട്ട് ഡേറ്റ പാർട്ട് ഉണ്ടെങ്കിൽ ഡേറ്റ പാർട്ട് കൊടുക്കുക. ഡോട്ട് ടെക്സ്റ്റ് പാർട്ട് എന്തെങ്കിലും ടെക്സ്റ്റ് കോഡ് തുടങ്ങുന്നതിന് മുമ്പാണ് നമ്മൾ ഡോട്ട് ടെക്സ്റ്റ് പാർട്ട് കൊടുക്കുന്നത്. ആദ്യം ഡോട്ട് ഡേറ്റ പാർട്ട് ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി. അസംബ്ലി ഡയറക്റ്റീവ്സ് ഞാനിവിടെ എഴുതുന്നില്ല, പ്രോഗ്രാം മാത്രം എഴുതിയാൽ മതിയല്ലോ. കാരണം അസംബ്ലി ഡയറക്റ്റീവ്സ് എന്താണെന്ന് ഞാൻ പറയാം. ഡോട്ട് ഡേറ്റ സെക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഡോട്ട് ഡേറ്റ എന്നുള്ള ആ സെക്ഷൻ കൊടുക്കുക. ഇനി ഡോട്ട് ടെക്സ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോഡ് സെക്ഷൻ അവിടെ നിന്നാണ് ബിഗിൻ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോഡ് സെക്ഷൻ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഡേറ്റ സെക്ഷനിൽ എന്തെങ്കിലും വേരിയബിൾസ് എന്തെങ്കിലും ഡിക്ലെയർ ചെയ്യാനോ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ഡേറ്റ സെക്ഷൻ കൊടുക്കുന്നത്. അപ്പോൾ ഡോട്ട് ഡേറ്റ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വേരിയബിൾ ഡിക്ലറേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നതിലും പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്ന വേരിയബിൾസ് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആയിട്ടുള്ള വാല്യൂസ് ഒക്കെ എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഡേറ്റ പാർട്ടിനകത്ത് കൊടുക്കാം. ടെക്സ്റ്റിനകത്ത് നമ്മുടെ കോഡ് സെക്ഷൻ അവിടെ നിന്നാണ് ബിഗിൻ ചെയ്യുന്നത് അറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഡോട്ട് മെയിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മെയിൻലി ഗ്ലോബലി ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ മെയിനിൽ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ മെയിൻ തൊട്ടാണ് നമുക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം മെയിൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പം li T1 T0, 0 നമുക്ക് 0 നിന്നല്ല 1 നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, T0, 1 ഫസ്റ്റ് കൗണ്ടർ ഇനിഷ്യലൈസേഷൻ കൊടുക്കുവാണ്. ഓക്കെ, അപ്പം T0 നമ്മൾ എന്ത് കൊടുക്കുന്നു, 1 കൊടുക്കുന്നു. കാരണം നമ്മൾ 1 നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇനി li T1, 5 കൊടുക്കുക. li T2, 0 കൊടുക്കുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ആദ്യം നമ്മൾ എന്ത് കൊടുക്കുന്നു, li എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇമ്മീഡിയറ്റ് വാല്യൂ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് li കൊടുക്കുന്നത്. li T0, 1 ഒരു ഇമ്മീഡിയറ്റ് വാല്യൂ രജിസ്റ്ററിലേക്ക് ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ലോഡ് ഇമ്മീഡിയറ്റ് വാല്യൂ ആണ്. അതുപോലെ T1 5 കൊടുത്തു, അതുപോലെ T2 0 കൊടുത്തു. ഓക്കെ, അതാണ് നമ്മളോട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എന്താ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ അകത്ത് ഫസ്റ്റ് 5 ഇൻറ്റിജേഴ്സിനെ ആഡ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 1 തൊട്ട് 5 വരെയുള്ള ഇൻറ്റിജേഴ്സ് ആഡ് ചെയ്യണം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം,
മെയിൻ എന്ന് പറഞ്ഞൊരു ഇതെടുത്തു. അതിൻ്റെ അകത്ത് നമ്മൾ എന്താ കൊടുത്തിരിക്കുന്നത്, മെയിൻ എന്നുള്ള ലേബിളാണ്. ലേബിളിനകത്ത് നമ്മൾ ഗ്ലോബലി ആക്സസ് ചെയ്യാമെന്നാണ് നമ്മൾ മെയിനിൽ കൊടുക്കുന്നത്. അപ്പോൾ ഗ്ലോബലി ആക്സസ് ചെയ്യാനുള്ള മെയിൻ എന്നും പറഞ്ഞ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പം മെയിൻ്റെ അകത്ത് നമ്മൾ എന്ത് കൊടുത്തേക്കുവാണ്, LIT0,1 T0 T1 T2 ഒക്കെ എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ടെമ്പററി രജിസ്റ്റേഴ്സ് ആണ്. അപ്പം T0,1 എന്ന് പറയുമ്പോൾ T0 എന്ന് പറഞ്ഞ രജിസ്റ്ററിലേക്ക് 1 എന്ന് പറഞ്ഞ വാല്യൂ നമ്മൾ കൊടുത്തു. അവിടെ എന്താണത്, കൗണ്ട് നമ്മുടെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ആണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് 1 നിന്നാണ്. ഇനി എന്ത് ചെയ്യണം, LI T1,5 നമുക്ക് അവിടെ വരെ പോകണം, 5 വരെ പോയാൽ മതി. ഇനി TI T2,0 T2ൽ നമ്മൾ 0 എന്നുള്ളതും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത്രയും നമ്മൾ അതായത് T0ലേക്ക് 1 വന്നു, T1ലേക്ക് 5 വന്നു, T2ലേക്ക് ഇത് വന്നു. ഇനി നമുക്ക് എന്തൊക്കെ ആഡ് ചെയ്യണം, T2ലാണ് നമ്മുടെ സം ഇരിക്കുന്നത്. T2 ഇതും കൂടെ ആഡ് ചെയ്യണം. അപ്പം നമ്മൾ എങ്ങനെ കൊടുക്കും, ആഡ് T2, T2 T0. ഓക്കെ, അപ്പം T2, T2 T0 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 0+1 ആഡ് ചെയ്യും. 0+1 ആഡ് ചെയ്യുമ്പോൾ 1 വരും. ഇനി എന്ത് ചെയ്യണം, എന്തിനെ ഇൻക്രിമെന്റ് ചെയ്യണം, T0നെ ഇൻക്രിമെന്റ് ചെയ്യണം. T0നെ ഇൻക്രിമെന്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനും ഓരോ പ്രാവശ്യം റിപ്പീറ്റ് ആയിട്ട് നടക്കണം, ലൂപ്പ് വൈസ് ആയിട്ട് നടക്കണം. അപ്പം നമുക്ക് ലൂപ്പ് കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പം ഇവിടെ ആഡ് I കൊടുത്തിട്ട് T0,1 കൊടുക്കണം. ഓക്കെ, അപ്പം ഇവിടെ എന്താ ആഡ് ചെയ്യുമ്പോൾ T2ലേക്ക് എന്താ ആഡ് ചെയ്യണം, T2 + T0. T2ൽ എന്തുണ്ട്, 0 ഉണ്ട്, 0യുടെ കൂടെ 1 ആഡ് ചെയ്തു. ഇൻക്രിമെന്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. T0നെ നമ്മൾ എന്താക്കി, 2 ആക്കി. അപ്പം 2 പ്ലസ് എന്താ ഇവിടെ T0 1 ആയിരുന്നു, 1 ഇൻക്രിമെന്റ് ചെയ്യുമ്പോൾ എന്താവും, 2 ആവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതിൻ്റെ കൂടെ വീണ്ടും ആഡ് ചെയ്യും. T2ലുള്ള 1ൻ്റെ കൂടെ 2 കൂടെ ആഡ് ചെയ്യും. അങ്ങനെ ആഡ് ചെയ്ത് പോകും. എവിടെ വരെ ആഡ് ചെയ്യണം, കണ്ടീഷൻ വേണം. എപ്പോൾ, അത് ലെസ് ദാൻ ആവുമ്പോൾ വരെ. അതാണ് നമ്മളുടെ കണ്ടീഷൻ കൊടുത്തേക്കുന്നത്. എന്തെന്ന ലക്ഷണം, BLE T0 T1 ലൂപ്പ്. അതായത് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, കൗണ്ടർ ലെസ് ദാൻ 5 ആവുന്നവരെ, ലെസ് ദാൻ ഈക്വൽ ടു 5 ആവുന്നവരെ എന്ത് ചെയ്യണം, നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം ആ ലൂപ്പ്. അതാ പറഞ്ഞേക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യണു, BLE ലൂപ്പ്. ഇവിടെ നമ്മൾ ലൂപ്പ് ഒന്ന് കൊടുത്താൽ മതി. ഇത്രേ പ്രോഗ്രാമുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്ന അസംബ്ലി ഡയറക്റ്റീവ്സ് ആണ്. ഓക്കെ, ഒന്നുകൂടെ ഞാൻ പറയാം. നമ്മൾ മെയിനിൽ LI T0,1 കൊടുത്തിട്ടുണ്ട്, LI T1,5 കൊടുത്തിട്ടുണ്ട്, ഇവിടെ LI T2,0 കൊടുത്തിട്ടുണ്ട്. ലൂപ്പിൽ ആഡ് T2 T0. അതായത് നമ്മളോട് പറഞ്ഞേക്കുന്ന എന്താണ്, ഫസ്റ്റ് 5 ഇൻറ്റിജേഴ്സിന് ആഡ് ചെയ്യണം. 1 തൊട്ട് 5 വരെയുള്ള ഇൻറ്റിജേഴ്സ് ലൂപ്പ് യൂസ് ചെയ്തിട്ട് ആഡ് ചെയ്യണം. യൂസിങ് എ ലൂപ്പ് ആൻഡ് എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് അസംബ്ലി ഡയറക്റ്റീവ്സ്. ലൂപ്പ് നമ്മൾ യൂസ് ചെയ്തു. അപ്പം ഇത് മെയിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന, ഗ്ലോബൽ ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ മെയിനിൽ വെച്ചേക്കുന്നത്. LI T0,1 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ T0 എന്ന് പറഞ്ഞ രജിസ്റ്ററിലോട്ട് 1 എന്ന് പറഞ്ഞ ഇമ്മീഡിയറ്റ് വാല്യൂ കൊണ്ടുപോയി സ്റ്റോർ ചെയ്തു. T1ലേക്ക് 5 കൊണ്ടുപോയി സ്റ്റോർ ചെയ്തു. T2ലേക്ക് 0 കൊണ്ടുപോയി സ്റ്റോർ ചെയ്തു. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, നമുക്ക് ഇങ്ങനെ ആൻസർ കിട്ടണ്ടേ, 1 + 2 + 3 + 4 + 5 നമുക്ക് ആൻസർ കിട്ടണം. ആഡ് ചെയ്ത് നമുക്ക് ആൻസർ കിട്ടണം. അപ്പം നമ്മുടെ 1 ഉള്ളത് T0ലാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്തു, ലൂപ്പ് എടുത്തിട്ട് ആഡ് ചെയ്യാൻ പോവുക. അപ്പം T2 0 ആണ് ഇനിഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. അപ്പം T2, T2, T0. T2ൽ എന്തുണ്ട്, നമ്മുടെ 0 ഉണ്ട്. അപ്പം 0 + T0ൽ എന്തുണ്ട്, 1 ഉണ്ട്. 0 + 1 എന്തായി, T2ൽ ഇപ്പം എന്തായി, നമുക്ക് 1 എന്നുള്ളത് കിട്ടി. ഇനി എന്താ പറഞ്ഞേക്കുന്നത്, ആഡ് ഇമ്മീഡിയറ്റ്. ആഡ് ഇമ്മീഡിയറ്റ് നമ്മൾ വ്യത്യാസമുണ്ട്. ആഡെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ T2ഉം T0യും കൂടെ ആഡ് ചെയ്യണം. 2 രജിസ്റ്റേഴ്സിലുള്ള വാല്യൂ നമ്മൾ ആഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആഡ് ഇമ്മീഡിയറ്റ് ആണ്. ആഡ് ഇമ്മീഡിയറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ T0ലേക്ക് ഒരു ഇമ്മീഡിയറ്റ് T0യുടെ കൂടെ ഒരു ഇമ്മീഡിയറ്റ് വാല്യൂ 1 ആഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ T0യോട് എന്താ ആഡ് ചെയ്യും, T0 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ T0 + 1 ചെയ്യും. T0യിൽ 1 ആവുള്ള 1 + 1 എന്താവും, 2 ആവും. ഓക്കെ, ഇനി ആ 2 എന്ത് ചെയ്യണം,
ഇതിൻ്റെ കൂടെ വീണ്ടും ആഡ് ചെയ്യണം. BLE T0 T1. BLE T0 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ T0യുടെ വാല്യൂ എന്താണ്? T0യുടെ വാല്യൂ T1യുടെ വാല്യൂ ഈക്വൽ ആവണ വരെ <5 ആവുന്ന വരെ എന്ത് ചെയ്യണം? ലൂപ്പ് ചെയ്യണം. BLE എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രാഞ്ച് ഇഫ് <or equal എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ T0യുടെ വാല്യൂ T1യുടെ വാല്യൂ നോക്കും. T0യിൽ എന്താ വാല്യൂ? 2 ആണ്. അപ്പോൾ 2ഉം T1ലെ വാല്യൂ 5 ആണ്. രണ്ടും ലെസ്താണോ അല്ലെങ്കിൽ ഈക്വലോ അല്ല. അതായത് 2 <or equal to 5. അതായത് ലെസ്താനോ ഈക്വലോ ആവുന്ന വരെ എന്ത് ചെയ്യണം? ലെസ്താനോ ഈക്വലോ ആവുന്ന വരെ അത് ലൂപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ആ ലെസ്താനാണ് 2 <5 ആയതുകൊണ്ട് വീണ്ടും ലൂപ്പിലോട്ട് പോകും. ലൂപ്പിലോട്ട് പോയിട്ട് എന്ത് വരും? വീണ്ടും ലൂപ്പിലോട്ട് പോകുമ്പോൾ T2 സെക്കൻഡിൽ T2 ഈക്വൽ ടു T2, T0യിലാണ്. അപ്പോൾ T2യുടെ എന്തുണ്ട്? 1 ഉണ്ട്. T0 എന്തായിരുന്നു? 2 ആയി. അപ്പോൾ 1 + 2 എന്ത് വരും? T2യിൽ എന്ത് വരും? 3 വരും. വീണ്ടും എന്ത് ചെയ്യും? ഇൻക്രിമെന്റ് ചെയ്യാനാണ് പറഞ്ഞേക്കണം. T0, T0 1. അപ്പോൾ T0യിൽ 1 ആയിരുന്നു. 1 + 1 2 ആയി. അപ്പോൾ 2 + 1 3 ആയി. 3യും വീണ്ടും <= 5 ആണ്. ബ്രാഞ്ച് ഇഫ് <or equal ലെസ്താണോ അല്ലെങ്കിൽ ഈക്വൽ ആണോ വരെ ബ്രാഞ്ച് ചെയ്യാനാ പറഞ്ഞേക്കുന്നത്. ഇത് എപ്പോൾ ഈ കണ്ടീഷൻ ഫെയിൽ ആവും? 6 <= 5 വരുമ്പോഴാണ് ഈ കണ്ടീഷൻ ഫെയിൽ ആവുന്നത്. അപ്പോൾ ആ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവും. അതുവരെ ഇത് എന്ത് ചെയ്യും? കണ്ടിന്യൂസ് ആയിട്ട് ആ ലൂപ്പ് എക്സിക്യൂട്ട് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ലൂപ്പ് എക്സിക്യൂട്ടായി നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ ഈ പ്രോഗ്രാം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പ്രോഗ്രാം ക്ലിയർ ആണല്ലോ? പ്രോഗ്രാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് 5 ഇൻറ്റിജേഴ്സിന് ആഡ് ചെയ്യാനാണ്. അപ്പം നമുക്ക് ഒന്നും അറിയാൻ പാടില്ല. നമുക്ക് പ്രോഗ്രാമോ നമുക്ക് അസംബ്ലി ലാംഗ്വേജ് ഇൻസ്ട്രക്ഷൻസ് മാത്രം അറിയാമോ. അപ്പം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഈ LI എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇമ്മീഡിയറ്റ് വാല്യൂവിനെ നമ്മൾ രജിസ്റ്ററിലേക്ക് ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് LI എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇത്രയും അറിയാം, നമുക്ക് 5 ഇൻറ്റിജേഴ്സിന് ആഡ് ചെയ്യണം. അപ്പം നമുക്ക് ആദ്യം സ്റ്റാർട്ടിങ് വേണ്ടത് 5 ആണ്, അല്ല 1 ആണ്. അതായത് സ്റ്റാർട്ടിങ് നമുക്ക് ഇൻഡിജറായിട്ട് വേണ്ട 1 നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ 1 വേണം. അപ്പോൾ ഒരു രജിസ്റ്ററിലോട്ട് LI യൂസ് ചെയ്തിട്ട് 1 എടുത്ത് വെച്ചു. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ LI വെച്ചിട്ട് T0യിലേക്ക് 1 എടുത്ത് വെച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യുവാണ്? ലിമിറ്റ് സെറ്റ് ചെയ്യുക. അപ്പോൾ വേറൊരു രജിസ്റ്ററിലായിട്ട് ലിമിറ്റ് സെറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മുടെ ലിമിറ്റ് എത്രയാണ്? 5 ആണ്. അവിടെ 5 ആയതൊരു 5 കൊടുത്തു. 10 ആണെങ്കിൽ 10 കൊടുക്കുക. അപ്പോൾ ഏതാണോ ആ ലിമിറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തു. ഇനി T2യിലേക്ക് നമ്മൾ സമ്മ് സ്റ്റോർ ചെയ്യാനുള്ള ഒരു രജിസ്റ്ററാണ് T2. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് ഇനിഷ്യലൈസ് ചെയ്ത് 0 എന്ന് വെച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് അഡീഷൻ അറിയാം. അഡീഷൻ്റെ ഇൻസ്ട്രക്ഷൻ ആഡാണ്. അപ്പോൾ എന്തൊക്കെ നമ്മൾ ആഡ് ചെയ്യണം? നമുക്ക് സമ്മിനുള്ള രജിസ്റ്ററും ഇതും കൂടെ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ T2ഉം T0യും കൂടെ ആഡ് ചെയ്യണം. അതാണ് T2 = T2, T0. T2യിൽ എന്തുണ്ടോ അതിൻ്റെ കൂടെ T0യും കൂടെ ആഡ് ചെയ്യും. അപ്പോൾ അത് ആഡ് ചെയ്ത് T2യിൽ തന്നെ വയ്ക്കും. ഓക്കെ, അപ്പോൾ ഇനി എന്ത് ചെയ്യണം? T1നെ ഇൻക്രിമെൻറ്റ് ചെയ്യണം. T1നെ ഇൻക്രിമെൻറ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ T1ൻ്റെ വാല്യൂ 1 കൂട്ടണം. അപ്പോൾ അതിന് ആഡ് ഇമ്മീഡിയറ്റ് എന്നുള്ള ഇൻസ്ട്രക്ഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ T0, T0 1. അപ്പോൾ T0നെ എന്ത് ചെയ്യും? ഇൻക്രിമെൻറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ ലിമിറ്റ് വെച്ച് ചെക്ക് ചെയ്യണം. ലിമിറ്റ് വെച്ച് ചെക്ക് ചെയ്യണം. ബ്രാഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇഫ് <or equal ഈക്വൽ ആണെങ്കിൽ ഈ ബ്രാഞ്ച് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ലൂപ്പ് കണ്ടിന്യൂസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അത്രേ ഉള്ളൂ. ഓക്കെ, അത്രയാണ് ഇതിൻ്റെ അകത്ത് വന്നേക്കുന്നത് ആൻസേഴ്സ്. ജസ്റ്റ് അത് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ പ്രോഗ്രാം ഞാനിവിടെ അതിൻ്റെ കറക്റ്റ് ഇതായിട്ട്, അതായത് നമ്മുടെ പ്രോഗ്രാമിൻ്റെ അകത്തുള്ള അസംബ്ലി ഡയറക്ടീവ്സ് സൈഡ് ചെയ്തിട്ടുണ്ട്. ഡേറ്റ ഞാൻ പറഞ്ഞു, ഡേറ്റ പാർട്ട് എന്തെങ്കിലും ഉണ്ട്, ഡേറ്റ സെക്ഷൻ വേരിയബിൾ എന്തെങ്കിലും ഡിക്ലെയർ ചെയ്യുന്നുണ്ടെങ്കിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ടെക്സ്റ്റ് നമ്മുടെ കോഡ് ബിഗിൻ ചെയ്യുന്ന പറയാൻ വേണ്ടിയിട്ടാണ്. ഗ്ലോബൽ മെയിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ആ മെയിൻ എന്ന് പറഞ്ഞ പാർട്ടിനെ ആ ലേബലിനെ നമുക്ക് ഗ്ലോബലി ആക്സസ് ചെയ്യാം, ആർക്ക് വേണമെങ്കിലും ആക്സസ് ചെയ്യാം. അപ്പോൾ സമ്മ് നമ്മൾ ഇനിഷ്യലൈസ് ചെയ്തൊക്കെ നമ്മൾ പറഞ്ഞാണ്, വീണ്ടും പറയുന്നില്ല. ഇനി T2യിൽ ലാസ്റ്റ് 1 + 2 + 3+ എല്ലാം ആഡ് ചെയ്തിട്ടുള്ള വാല്യൂ നമ്മൾ T2യിൽ ഉണ്ടായിരിക്കും. ഓക്കെ, ഈ ലൂപ്പിൽ നിന്ന് എപ്പോൾ എക്സിറ്റ് ആവും? എപ്പോൾ 6 വരുന്നു വീണ്ടും ഇൻക്രിമെൻറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഇൻക്രിമെൻറ്റ് ചെയ്ത് എപ്പോൾ 6 വരുന്നു അപ്പോൾ അതിൽ നിന്ന് എക്സിറ്റ് ആവും. ഓക്കെ, പിന്നെ നമുക്ക് എക്സിറ്റ് ചെയ്യാനുള്ള കോളാണ് LI A7, 10. നമ്മൾ ഈ കോൾ എക്സിറ്റ് ചെയ്യാനുള്ള കോൾ വിളിച്ചേക്കുന്നതാണ് LI A7, 10 എന്ന് വെച്ചാൽ എക്സിറ്റ് കോളാണ്. ഓക്കെ, ഇത്രയും മതി. ഇത്രയും വെച്ച് നമുക്ക് പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്യും. ജസ്റ്റ് പ്രോഗ്രാം ചെയ്താൽ പറഞ്ഞാൽ ഇത്രയും മതി. അസംബ്ലി ഡയറക്ടീവ്സ് ഒന്നും ഇല്ല, ജസ്റ്റ് ടെക്സ്റ്റ് മാത്രം. നമുക്ക് കോഡ് സെക്ഷൻ സ്റ്റാർട്ട് ആവുന്നുണ്ടെങ്കിൽ വേണ്ടി നമുക്ക് ജസ്റ്റ് ടെക്സ്റ്റ് കൊടുത്താൽ മതി. ബാക്കി ഡാറ്റ പാർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഡാറ്റ കൊടുക്കുന്നേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി അതിൻ്റെ അസംബ്ലി ഡയറക്ടീവ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഡോട്ട് ഡേറ്റ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്ക് ദ ബിഗിനിങ് ഓഫ് ഡേറ്റാ സെഗ്മെന്റ്. ഡേറ്റാ സെഗ്മെന്റ് സ്റ്റാർട്ടായി എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് ഞാൻ പറഞ്ഞു, സ്റ്റോർ വേരിയബിൾസ് സ്റ്റോർ ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ കോൺസ്റ്റന്റ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. നോട്ട് യൂസ് ടു ഹിയർ
നമുക്കിവിടെ അതിൻ്റെ ആവശ്യമില്ല, നമ്മൾ ജസ്റ്റ് രജിസ്റ്റേഴ്സിൽ വെച്ചിട്ടാണ് എല്ലാം ചെയ്യുന്നത്. ടെക്സ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോഡ് സെഗ്മെന്റ് സ്റ്റാർട്ട് ആയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അവിടെ നിന്ന് തൊട്ടാണ് നമ്മുടെ ആക്ച്വൽ ഇൻസ്ട്രക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കോഡിൽ നിന്ന് തൊട്ടാണ്, ടെക്സ്റ്റിൽ നിന്ന് തൊട്ടാണ് നമ്മുടെ ആക്ച്വൽ കോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഗ്ലോബൽ മെയിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ലേബിളാണ് മെയിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഗ്ലോബലി ആക്സസ് ചെയ്യാമെന്ന് പറഞ്ഞ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ലേബിൾസ് ആയിട്ട് മെയിനും ലൂപ്പും ആണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലേബിൾസ് കൊടുക്കാം കേട്ടോ. ആ ലേബിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പേരാണ്. ഇവിടെ നിങ്ങൾ മെയിൻ കൊടുക്കണമെന്നൊന്നുമില്ല, എന്ന് കൊടുത്താലും എടുക്കും, എല്ലെന്ന് കൊടുത്താലും എടുക്കും. സ്റ്റാർട്ടിങ് അഡ്രസ്സ് ഒരു ആൽഫബറ്റ് ആയിരിക്കുന്നേ ഉള്ളൂ. ഇപ്പം ഞാനിവിടെ M1 എന്ന് കൊടുക്കുവാണെങ്കിലും കുഴപ്പമില്ല, ഇവിടെ എല്ലെന്ന് കൊടുത്താലും കുഴപ്പമില്ല. ഇപ്പോൾ ഇവിടെ ലൂപ്പിൻ്റെ ഒരു പേര്, ലേബിൾ എന്ന് ഉദ്ദേശിക്കുന്ന ലൂപ്പിൻ്റെ ഒരു പേര് ലൂപ്പോ അല്ലെങ്കിൽ ലൂപ്പ് 1 എന്നോ അല്ലെങ്കിൽ L1 എന്നോ ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കാം. അത് നമ്മൾ ലൂപ്പിന് കൊടുക്കുന്ന പേരാണ്. ആ ലേബൽ കൊടുത്തു കഴിഞ്ഞിട്ട് 2 കോളം കൊടുക്കുക. കോളം കൊടുത്തു കഴിഞ്ഞിട്ട് വേണം നമ്മൾ കൊടുക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ L1 ആക്കി കഴിഞ്ഞാൽ ഈ ലൂപ്പ് മാറ്റി എന്താക്കണം, ഇവിടെ L1 ആക്കണം, അത്രേ ഉള്ളൂ. ഈ ലൂപ്പ് അല്ല ഇവിടെ കൊടുക്കണം, ഇവിടെ L1. അപ്പം നമ്മൾ ആ കൊടുക്കുന്ന അനുസരിച്ച് നമ്മൾ എന്താണ് ലേബലിന് കൊടുക്കുന്നത് ആ വാല്യൂ ആയിരിക്കും നമ്മളിവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ലേബൽ എന്താണോ ആ ലേബൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇത്രയും പോർഷൻ ഒരു ലൂപ്പിൻ്റെ അകത്ത് വരുന്നത്, ഇത്രയും പോർഷൻ ഒരു ലൂപ്പായിട്ടാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ലേബലിനെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ലൂപ്പിനെ അത്രയും ലൈൻ ഓഫ് കോഡിന് നമ്മൾ ആക്സസ് ചെയ്യും. അതൊരു ലൂപ്പായിട്ടാണ് പെർഫോം ചെയ്യേണ്ടത്. അപ്പോൾ അതിന് നമ്മൾ കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ലേബിൾ കൊടുത്തിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ ആ ലേബിൾ വെച്ചിട്ട് നമുക്ക് എടുക്കാൻ പറ്റും, അത്രേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ റിസ്ക് ആൻഡ് സിസ്ക് ആർക്കിടെക്ചർ. അത് ചോദിക്കാനുള്ളതാണ്. റിസ്ക് എന്താണ്, സിസ്ക് എന്താണ്? റിസ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെഡ്യൂസ്ഡ് സെറ്റ് ഇൻസ്ട്രക്ഷൻ കമ്പ്യൂട്ടർ ആണ്. സിസ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോംപ്ലക്സ് സെറ്റ് ഇൻസ്ട്രക്ഷൻ കമ്പ്യൂട്ടർ ആണ്. അപ്പോൾ റിസ്കിൻ്റെ അകത്ത് നമ്മൾ എല്ലാ ഇൻസ്ട്രക്ഷൻസും ഒരു ക്ലോക്ക് സൈക്കിൾ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ റിസ്കിൻ്റെ അകത്ത് എന്താണ്, മൾട്ടിപ്പിൾ ക്ലോക്ക് സൈക്കിളാണ്. അതായത് ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ റിസ്കിൻ്റെ അകത്ത് വരുന്ന എല്ലാ ഇൻസ്ട്രക്ഷൻസും ഒരു ക്ലോക്ക് സൈക്കിളിൽ അത് ഒരു സെക്കൻഡിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 1 സെക്കൻഡിൽ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ സിസ്കിൻ്റെ അകത്താണെങ്കിൽ കുറേ മൾട്ടിപ്പിൾ സൈക്കിൾ എടുത്താണ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അതായത് റിസ്കിലെ ഇൻസ്ട്രക്ഷൻസ് എല്ലാം ഒരു ക്ലോക്ക് സൈക്കിൾ എക്സിക്യൂട്ട് ചെയ്യും. കമ്പ്യൂട്ടറിൻ്റെ ഒരു ക്ലോക്ക് സൈക്കിൾ എല്ലാ ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യും. പിന്നെ ഫിക്സഡ് ആണ് റിസ്കിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ ഇൻസ്ട്രക്ഷനും. ഫിക്സഡ് ലെന്താ 32 ബിറ്റ് ആണെങ്കിൽ എല്ലാ ഇൻസ്ട്രക്ഷൻസും 32 ബിറ്റ് ആയിരിക്കും. പക്ഷേ ഇവിടെ എന്തായിരിക്കും, വേരിയബിൾ എന്താ, ചിലത് 14 ബിറ്റ് ആയിരിക്കും, ചിലത് 32 ബിറ്റ് ആയിരിക്കും, ചിലത് 64 ബിറ്റ് ആയിരിക്കും. അപ്പോൾ വേരിയബിൾ എന്തായിരിക്കും. ഇനി രജിസ്റ്റേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റിസ്കിനകത്ത് നമ്മൾ മെമ്മറി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി മെയിനായിട്ട് നമ്മൾ രജിസ്റ്റേഴ്സാണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അവിടെ നമ്മൾ ഫ്യൂവർ രജിസ്റ്റേഴ്സാണ്, അവിടെ നമ്മൾ മെമ്മറി കിടന്നായിരിക്കും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. മെമ്മറി വഴിയായിരിക്കും എല്ലാ ആക്സസും കാര്യങ്ങളും എല്ലാം നമ്മൾ ചെയ്യുന്നത്. പക്ഷേ റിസ്കിൻ്റെ അകത്ത് നമ്മൾ രജിസ്റ്റേഴ്സാണ് യൂസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ കണ്ടല്ലോ, റിസ്ക് വെച്ചിട്ടുള്ള പ്രോഗ്രാംസൊക്കെ നമ്മൾ ചെയ്തതാണ്. അപ്പോൾ അതിനകത്തെല്ലാം രജിസ്റ്റേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാൽക്കുലേഷൻസും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത്. ഇനി മെമ്മറി ആക്സസ് ലോഡ് ആൻഡ് സ്റ്റോർ ആർക്കിടെക്ചറാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഇൻസ്ട്രക്ഷൻ ക്യാൻ ബി ഡയറക്റ്റ്ലി ആക്സസ് മെമ്മറി. ഇവിടെ ലോഡ് ആൻഡ് സ്റ്റോർ ഇൻസ്ട്രക്ഷൻ, അതായത് നമുക്ക് ലോഡ് ചെയ്തിട്ട് മാത്രമേ റീഡ് ചെയ്യുക, റൈറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലോഡ് ആൻഡ് സ്റ്റോർ, റീഡ് റൈറ്റ് ഓപ്പറേഷൻസ് ആണ് നമ്മളിവിടെ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഇൻസ്ട്രക്ഷൻസ് ഡയറക്റ്റ്ലി ആക്സസ് മെമ്മറി, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻസ്ട്രക്ഷന് ഡയറക്റ്റ്ലി പോയി മെമ്മറിനെ ആക്സസ് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് ഡയറക്റ്റ് മെമ്മറിനെ ആക്സസ് ചെയ്യുന്നതിന് നമുക്ക് കറസ്പോണ്ടിങ് അഡ്രസ് ഉണ്ടാവും, അതിനെ വെച്ചിട്ട് റീഡ് ചെയ്തെടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യും. ഓക്കെ, അപ്പോൾ റിസ്ക് അത്രയാണ്. റിസ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെഡ്യൂസ്ഡ് സെറ്റ് ഇൻസ്ട്രക്ഷൻ കമ്പ്യൂട്ടറാണ്. അവിടെയുള്ള എല്ലാ ഇൻസ്ട്രക്ഷൻ ഫിക്സഡിൽ എന്തായിരിക്കും, ഒരു ക്ലോക്ക് സൈക്കിളെല്ലാം എക്സിക്യൂട്ട് ചെയ്യും. പക്ഷേ മറ്റടുത്ത് തന്നെയാണ് വേരിയബിൾ എന്തായിരിക്കും, പല ഇൻസ്ട്രക്ഷൻസും പല ലെന്തായിരിക്കും എൻ്റെ സൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അത് മൾട്ടിപ്പിൾ സൈക്കിളൊക്കെ എടുത്തായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ്, അവിടെ നമ്മൾ മോസ്റ്റ്ലി രജിസ്റ്റേഴ്സിലാണ് നമ്മൾ ഇൻസ്ട്രക്ഷൻസ് എല്ലാം ടെമ്പററി ആയിട്ട് ഡാറ്റയൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് രജിസ്റ്റേഴ്സ് ആയിരിക്കും. അവിടെ നമ്മൾ മെമ്മറി ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി സിംപിളർ ഹാർഡ്വെയർ ആണ് എന്തിന്, റിസ്കിന്. ഈസിയർ പൈപ്പ് ലൈൻ, നമുക്ക് സിംപിളർ ഹാർഡ്വെയർ സിമ്പിളാണ്, പക്ഷെ അവിടെ സിസ്കോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോർ കോംപ്ലക്സ് ആണ്. സിസ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാർഡ്വെയർ കോംപ്ലക്സ് ആണ്. അത് പൈപ്പ് ലൈനിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. റിസ്കിനകത്ത് പൈപ്പ് ലൈൻ സപ്പോർട്ട് ചെയ്യുന്ന ഹാർഡ്വെയർ സിമ്പിളാണ്. അതുപോലെ ലാർജർ പ്രോഗ്രാം സൈസ്, കാരണം പ്രോഗ്രാം സൈസ് കൂടുതലായിരിക്കും ഇവിടെ റിസ്കിൻ്റെ അകത്ത്. കാരണം ഇൻസ്ട്രക്ഷൻസ് വെച്ചിട്ട് നമ്മൾ ഒരു ഇൻസ്ട്രക്ഷൻ്റെ അകത്ത് ഒരൊറ്റ ക്ലോക്ക് സൈക്കിൾ സിമ്പിൾ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആ പ്രോഗ്രാമിന് സൈസ് കൂടും.
ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ 4 ലൈൻ കോഡ് എടുത്ത് ചെയ്യുന്ന സാധനം അവിടെ ഒരു ഒറ്റ ലൈൻ കോഡും കൊണ്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ആ ഇൻസ്ട്രക്ഷൻ കോംപ്ലക്സ് ആയിരിക്കും. ആ ഒരു ഒറ്റ ഇൻസ്ട്രക്ഷൻ തന്നെ മൾട്ടിപ്പിൾ മെമ്മറി ആക്സസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ അവിടെ പ്രോഗ്രാം സൈസ് കുറവായിരിക്കും, പക്ഷെ കോംപ്ലക്സ് ആയിരിക്കും. ഇവിടെ പ്രോഗ്രാം സൈസ് കൂടുതലായിരിക്കും, പക്ഷെ സിമ്പിൾ ആയിരിക്കും. സ്മോളർ പ്രോഗ്രാം സൈസ്, ഫ്യൂവർ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവുള്ളൂ. ഇവിടെ ലാർജർ പ്രോഗ്രാം സൈസ് ആയിരിക്കും, പക്ഷെ എന്തായിരിക്കും അതിൻ്റെ ഒരൊറ്റ ക്ലോക്ക് സൈക്കിൾ എക്സിക്യൂട്ട് ചെയ്യാൻ സിമ്പിൾ ആയിരിക്കും ഇൻസ്ട്രക്ഷൻസ് എല്ലാം. ഇനി ഒപ്റ്റിമൈസ്ഡ് ഫോർ സ്പീഡ് ആൻഡ് എഫിഷ്യൻസി, സ്പീഡും എഫിഷ്യൻസിയും കൂടുതലായിരിക്കും. അതുപോലെ നമുക്ക് പൈപ്പ് ലൈനിങ് ചെയ്യുന്നത് തന്നെ മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറ്റ് എ ടൈം പെർഫോം ചെയ്യാൻ പറ്റും. ഒപ്റ്റിമൈസ്ഡ് ഫോർ മിനിമൈസിങ് കോഡ് സൈസ്, ആ കോഡ് സൈസ് മിനിമൈസ് ചെയ്യുന്ന കേസിൽ നമുക്ക് എന്ത് എടുക്കാൻ പറ്റും, റിസ്ക് എടുക്കാൻ പറ്റും. ARM RISC-V അവിടെയൊക്കെ എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, റിസ്ക് ആണ് യൂസ് ചെയ്യുന്നത്. x86 Intel 8086 എന്താണ് നമ്മുടെ സിസ്ക് ആണ്. അപ്പോൾ റിസ്ക്കും സിസ്ക്കും നമ്മളൊരു കമ്പാരിസൺ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതിയാൽ മതി. എല്ലാ റിസ്ക്കും സിസ്ക്കും എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഇതിൽ നിന്നുള്ള പോയിന്റ്സ് വെച്ചിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ റിസ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെഡ്യൂസ്ഡ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടറാണ്. സിസ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോംപ്ലക്സ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടറാണ്. റിസ്കിൻ്റെ അകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻസ് എല്ലാം ഒരു ക്ലോക്ക് സൈക്കിൾ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അവിടെ മൾട്ടിപ്പിൾ ക്ലോക്ക് സൈക്കിളായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ സ്പീഡും എല്ലാം എഫിഷ്യൻസി കൂടുതലും പൈപ്പ് ലൈനിങ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന റിസ്ക് ആണ്. അപ്പോൾ റിസ്കിന് സ്പീഡ് കൂടുതലായിരിക്കും, എഫിഷ്യൻസി കൂടുതലായിരിക്കും, ഹാർഡ്വെയർ സിമ്പിളായിരിക്കും. പക്ഷെ മറ്റേതെല്ലാം കോംപ്ലക്സ് ആയിരിക്കും. പക്ഷേ അതിൻ്റെ പ്രോഗ്രാം സൈസ് കുറവായിരിക്കും. ഇവിടെ ഒത്തിരി ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് പ്രോഗ്രാം സൈസ് കൂടുതലായിരിക്കും, പക്ഷേ ഫാസ്റ്റായിട്ട് എക്സിക്യൂഷൻ നടക്കും. ഓക്കെ, അപ്പോൾ ഒരു കമ്പാരിസൺ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആൻസർ എഴുതിയാൽ മതി. ഇനി നെക്സ്റ്റ്, given a 32-bit RISC-V instruction format, show how an assembly level sub operation, example sub x4, x5, x6, അതായത് x5, x6 കൂടെ സബ്ട്രാക്ട് ചെയ്തിട്ട് നമ്മൾ എന്തിലോട്ട് കൊണ്ടുപോയി സ്റ്റോർ ചെയ്യണം, x6ലോട്ട് കൊണ്ടുപോയി S4ലോട്ട് കൊണ്ടുപോയി സ്റ്റോർ ചെയ്യണം. x5 x6 സബ്ട്രാക്ട് ചെയ്യുക, മൈനസ് ചെയ്തിട്ട് S4 കൊണ്ടുപോയി സ്റ്റോർ ചെയ്യണം. ഈസ് ട്രാൻസ്ലേറ്റഡ് ഇൻ ടു മെഷീൻ കോഡ്. ഓക്കെ, മെഷീൻ ലാംഗ്വേജ്. അപ്പം നമുക്കൊരു അസംബ്ലി ലാംഗ്വേജ് കോഡ് തന്നിട്ടുണ്ട്. 32-bit RISC-V ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ് ആണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അത് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മൾ ആ ഇൻസ്ട്രക്ഷനെ മെഷീൻ അസംബ്ലി ലാംഗ്വേജ് തന്നേക്കുന്നതിന് മെഷീൻ കോഡിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്, അതെങ്ങനെയാണെന്ന് കാണിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. ഒരു അസംബ്ലി ലാംഗ്വേജ് ഒരു ലൈൻ ഓഫ് കോഡ് വന്നിട്ടുണ്ട്, അതെങ്ങനെ മെഷീൻ കോഡിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം ആ ഇൻസ്ട്രക്ഷൻ നോക്കുക. ഇൻസ്ട്രക്ഷൻ സബ്ബാണ്. അപ്പം ഇവിടെ നോക്കുക, സബിൻ്റെ അകത്ത് x4, x5, x6 എല്ലാം രജിസ്റ്റേഴ്സാണ്. ഓക്കെ, അപ്പം നമുക്ക് മനസ്സിലായി ആ ടൈപ്പ് ഇൻസ്ട്രക്ഷനാണ്, അതായത് രജിസ്റ്റർ ടൈപ്പ് ഇൻസ്ട്രക്ഷനുള്ള എല്ലാ രജിസ്റ്റേഴ്സാണ്. അപ്പം ആ ടൈപ്പ് ഇൻസ്ട്രക്ഷൻ്റെ ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ് 32-bit എങ്ങനെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ആ ടൈപ്പിന് വന്നിട്ടുണ്ട്, ഈ ടൈപ്പിന് വന്നിട്ടുണ്ട്, എല്ലാത്തിനും ഉണ്ട്. അത് നമ്മൾ പഠിച്ചിരിക്കണം. അതായത് നമുക്കതിനെ മെഷീൻ ലാംഗ്വേജിലേക്ക്, അസംബ്ലി ലാംഗ്വേജിൽ നിന്ന് തന്നിട്ടുണ്ടെങ്കിൽ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് തന്നേക്കുന്ന ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കുക. ആ ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മൾ എങ്ങനെ അസംബ്ലിയിലോട്ട് മെഷീനിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. അപ്പം നമ്മൾ നോക്കേണ്ട ഇത്രയേ ഉള്ളൂ, ആ തന്നേക്കുന്ന ആ അസംബ്ലി ലാംഗ്വേജ് ഏത് ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷനാണോ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക. ഇവിടെ നോക്കുക, സബ് x4, x5 എല്ലാം രജിസ്റ്റേഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താണത്, രജിസ്റ്റർ ആ ടൈപ്പ് ഇൻസ്ട്രക്ഷനാണ്. അതിൻ്റെ ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ് നമുക്കറിയാം. ഇവിടെ ആദ്യം തന്നെ ഇങ്ങനെയാണ് ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ്. ഫീൽഡ് വരും, ബിറ്റ്, പർപ്പസ്. ഫീൽഡ് എന്ന് പറയുമ്പോൾ ഏറ്റവും ലാസ്റ്റ് 31 to 25, അതായത് 25 to 31 വന്ന ഫംഗ്ഷൻ കോഡാണ്. അപ്പോൾ ഫംഗ്ഷൻ 7 വരും. RS2 നമ്മുടെ സോഴ്സ് രജിസ്റ്റർ 2 വരും. സോഴ്സ് രജിസ്റ്റർ 2 ആണ് അത് കഴിഞ്ഞിട്ട് തന്നെ. അത് കഴിഞ്ഞിട്ട് സോഴ്സ് രജിസ്റ്റർ 1 വരും. അത് കഴിഞ്ഞ് ഫംഗ്ഷൻ 3 നമ്മുടെ ഫംഗ്ഷൻ കോഡാണ് വരുന്നത്. പിന്നെ ഡെസ്റ്റിനേഷൻ രജിസ്റ്റർ ആണ് വരുന്നത്. പിന്നെ ഓപ്പ് കോഡ്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് പറയുവാണെങ്കിൽ ആദ്യം വരുന്നത് നമ്മുടെ ഫംഗ്ഷൻ 7, പിന്നെ RS2, പിന്നെ RS1, പിന്നെ ഫംഗ്ഷൻ 3, പിന്നെ നമ്മുടെ RD കഴിഞ്ഞിട്ട് നമ്മുടെ ഓപ്പ് കോഡ്. ഇങ്ങനെയായിരിക്കും അത് വരുന്നത്. ഫംഗ്ഷൻ 7, RS2, RS1, ഫംഗ്ഷൻ 3, RD, ഓപ്പ് കോഡ്. ഇത് എത്ര ബിറ്റാണെന്നുള്ളത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഏത് രീതിയിലാണ് 0 to 7, അതായത് 7 ബിറ്റ്. അത് കഴിഞ്ഞ് RD എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5 ബിറ്റാണ്. ഫംഗ്ഷൻ 3 ബിറ്റാണ്. RS1ഉം RS2ഉം 5 ബിറ്റാണ്. ബാക്കിയുള്ളത് 7 ബിറ്റ്. അങ്ങനെ ആ ഫോർമാറ്റിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ആ 32-bit ഫോർമാറ്റ്
ഓരോ ഇൻസ്ട്രക്ഷനെയും കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം കേട്ടോ. ആ ഫോർമാറ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നമ്മുടെ ക്വസ്റ്റ്യൻ വെച്ചിട്ട് അതിനെ എൻകോഡ് ചെയ്യുവാണ്. നമ്മുടെ ഇതാണ് സബ് എക്സ് റേസ് ടു സബ് x4 x5 x6. ഓക്കെ, അപ്പം സബ് എന്ന് പറഞ്ഞ ഒരു ഇൻസ്ട്രക്ഷനാണ്. അപ്പോൾ x4 x5 എന്താണ്, അതിൻ്റെ രജിസ്റ്റേഴ്സ് ആണ്. അപ്പോൾ x4 എന്നുള്ളത് നമ്മുടെ RD ആണ്, ഡെസ്റ്റിനേഷൻ രജിസ്റ്റർ ആണ്. x5 എന്നുള്ളത് RS1 ആണ്, ഇത് RS2 ആണ്. സബ് എന്നുള്ളത് എന്താണ്, ആർ ടൈപ്പ് ഇൻസ്ട്രക്ഷൻ ആണ്. ആർ ടൈപ്പ് ഇൻസ്ട്രക്ഷൻ്റെ എല്ലാം ഓപ്പ് കോഡ് എന്ന് പറയുന്നത് 011100011 ആണ്. 0111000, അതിനൊരു മാറ്റവും ഇല്ല. ഏത് ആർ ടൈപ്പ് ഇൻസ്ട്രക്ഷൻ ആണെങ്കിലും അതിൻ്റെ ഓപ്പ് കോഡ് എന്ന് പറയുന്നത് എന്താണ്, 0111011. അതാണ് നമുക്ക് ഓപ്പ് കോഡിൻ്റെ അവിടെ വരുന്നത്. ഇനി നമുക്ക് RD ആണ്. RD തന്നേക്കുന്ന നമ്മുടെ അതായത് അതിൻ്റെ ഫോർമാറ്റ് എങ്ങനെയായിരുന്നു, ഫങ്ഷൻ 7 RS2 RS1 ഫങ്ഷൻ 3 RD ഓപ്പ് കോഡ്. അപ്പോൾ ഓപ്പ് കോഡ് നമുക്കറിയാം എന്താണ്, എല്ലാ ആർ ടൈപ്പ് ഇൻസ്ട്രക്ഷൻ്റെ 01110 അല്ല 0110011 അതാണ് എല്ലാ ഓപ്പ് കോഡ്. ഇനി RD എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ ഡെസ്റ്റിനേഷൻ രജിസ്റ്റർ ആണ്. അതാണ് ആദ്യം കിടക്കുന്നത് x4. അപ്പം x4നെ നമ്മൾ എന്ത് ചെയ്യണം, ബൈനറിലോട്ട് കൺവേർട്ട് ചെയ്യണം. അതായത് x4 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4നെ ബൈനറിലോട്ട് ആക്കണം. 4ന്റെ ബൈനറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ 100 ആണ്. അതായത് നമ്മുടെ 8421 യൂസ് ചെയ്തിട്ട് 8 4 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 0100 ആണ് 4ന്റെ കറസ്പോണ്ടിങ് ബൈനറി വാല്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അതായത് നമ്മുടെ RD കണ്ടുപിടിക്കണം. RD എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, RD എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ x4 ആണ്. അപ്പോൾ 4ന്റെ ബൈനറി എഴുതുക. 4ന്റെ ബൈനറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ 0100 ആണ്. അതായത് 8421 ആണല്ലോ, 4ന്റെ താഴെ മാത്രം 1 വരും. പിന്നെ ഇത് എത്ര ബിറ്റാണ്, RD എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5 ബിറ്റാണ്. ആ ലാസ്റ്റത്തെ ഇത് ഇല്ലാത്ത ആ ബിറ്റിന് നമ്മൾ 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ RDയുടെ സ്ഥാനത്ത് എന്ത് വരും, 00100 വരും. ഓക്കെ, 00100. ഇനി ഫംഗ്ഷൻ 3 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആടിൻ്റെ സബിൻ്റെ എല്ലാത്തിൻ്റെ ഫംഗ്ഷൻ 3 എന്താണ്, 00 ആണ്, 000 ആണ്. ആ ഫംഗ്ഷൻ ഗ്രൂപ്പാണത്, നമ്മുടെ ഫംഗ്ഷൻ ഗ്രൂപ്പാണ്, അത് 000 ആണ്. അപ്പോൾ 000. ഇനി RS1 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ x5 ആണ്. x5 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ RS1 ആണ്. അപ്പോൾ x5നെ ഇതുപോലെ എന്ത് ചെയ്യണം, ബൈനറിലോട്ട് കൺവേർട്ട് ചെയ്യുക. അത് 5നെ ബൈനറിലോട്ട് കൺവേർട്ട് ചെയ്യുക. 5നെ ബൈനറിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 400 ഇതാണ് 5ന്റെ വാല്യൂ. അപ്പോൾ എന്ത് വരും, ഇവിടെ നമുക്ക് എന്ത് വരും, 00101 വരും. അതായത് 4ഉം 1 5. അപ്പം 4ന്റെ സ്ഥാനത്തും 1ന്റെ സ്ഥാനത്തും 1 വരും, ബാക്കിയെല്ലാം 0. ഇനി RS2 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 6 ആണ്, അതുപോലെ കൺവേർട്ട് ചെയ്യുക. അപ്പോൾ S6നെ കൺവേർട്ട് ചെയ്യുമ്പോൾ എന്ത് വരും, 4ഉം 2ഉം. അപ്പോൾ 1100. അപ്പോൾ ഇവിടെ എന്ത് വരും, 00110 വരും. ഇനി ഫങ്ഷൻ 7 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആടിൻ്റെ എല്ലാം 7 ബിറ്റും 0 ആയിരിക്കും. ഇതിൻ്റെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റത്തെ അതായത് ലാസ്റ്റത്തെ MSBയുടെ കഴിഞ്ഞിട്ടുള്ള ബിറ്റ് അത് മാത്രം 1 വരും. അതായത് ഈ ബിറ്റ് മാത്രം 7 ബിറ്റുള്ള 6ാമത്തെ ബിറ്റ് മാത്രം 1 വരും. അപ്പോൾ അതാണ് അവൻ്റെ 01. ബാക്കി എല്ലാം എത്ര 0 വന്നം, 2 4 6 7. ഓക്കെ, 7 ബിറ്റാണ്. അപ്പോൾ ഈ ബിറ്റ് മാത്രം എന്തൊരു 1 വരും. അതാണ് നമ്മുടെ സബിനുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടെ നിർത്തി ചെയ്ത് എന്ത് കിട്ടി, നമ്മുടെ 32 ബിറ്റ് ഇത് കിട്ടി. 32 ബിറ്റ് ഇത് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നേക്കുന്ന ഇൻസ്ട്രക്ഷനെ നമ്മൾ എൻകോഡ് ചെയ്യുക. എൻകോഡ് ചെയ്തിട്ട് ഓപ്പറേഷൻ കണ്ടുപിടിക്കുക. സബ്ബാണോ ഓപ്പറേഷൻ എന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ സബ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ആ ടൈപ്പ് ഇൻസ്ട്രക്ഷനാണ്. അതിൻ്റെ ഓപ്പ് കോഡ് എല്ലാം സെയിം ആണ്. 0110011 ആണ്. അത് നമ്മൾ എഴുതി. 0110011 ആണ്. അത് ഓപ്പ് കോഡ് എഴുതി. ഇനി നമുക്ക് ഓപ്പ് കോഡ് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ട എന്താണ്, ഡെസ്റ്റിനേഷൻ രജിസ്റ്റർ ആണ്. അപ്പോൾ രജിസ്റ്ററിൻ്റെ വാല്യൂ x4 ആണ്. അപ്പോൾ RDയുടെ കറസ്പോണ്ടിങ് 4ന്റെ വാല്യൂ ബൈനറിലോട്ട് കൺവേർട്ട് ചെയ്യുക. 5 ബിറ്റാണ്, 4 ബിറ്റാ വരുള്ളൂ.
4 ബിറ്റ് ലാസ്റ്റത്തെ ബിറ്റ് 0 കൊടുക്കുക. അതുപോലെ x5നെ കൺവേർട്ട് ചെയ്യുക, s6നെ കൺവേർട്ട് ചെയ്യുക. അപ്പോൾ അതും കിട്ടി. അപ്പോൾ ആദ്യം എഴുതി ഫംഗ്ഷൻ 3 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സബിൻ്റെ ഗ്രൂപ്പ് കാറ്റഗറിയാണ്, അത് 0 ആണ്. 3 0 എഴുതി, പിന്നെ RS1 എഴുതി, RS2 എഴുതി, പിന്നെ ഫംഗ്ഷൻ 7 സബിൻ്റെ എഴുതുക, അതും എഴുതി. ഇതെല്ലാം അങ്ങനെ നിരത്തി പിടിച്ച് എഴുതിയാൽ നമുക്ക് 32 ബിറ്റ് ഇത് കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ 4 ബിറ്റ് 4 ബിറ്റായിട്ട് കൺവേർട്ട് ചെയ്യണം. അതായത് ഇവിടുത്തെ 4 ബിറ്റ്, ഇവിടുത്തെ 4 ബിറ്റ്, പിന്നെ ഈ 4 ബിറ്റ് ആ കൺവേർട്ട് ചെയ്തേക്കുന്നതാണിത്. പിന്നെ ഇത്, പിന്നെ ഈ 4 ബിറ്റ്, പിന്നെ ഈ 4 ബിറ്റ്, പിന്നെ ഈ 4 ബിറ്റ്, ഇങ്ങനെ കൺവേർട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ എന്ത് വരും, ഇത് 4 ബിറ്റ് 4 ബിറ്റായിട്ട് കൺവേർട്ട് ചെയ്തു ബൈനറിയിലേക്ക്. അപ്പോൾ നമ്മൾ ബൈനറിയാണ്, അതിനെ 4 ബിറ്റ് 4 ബിറ്റാക്കി എഴുതി. കാരണം നമുക്കതിനെ തിരിച്ച് ഹെക്സാഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി. അവിടുന്ന് ഇത് ചെയ്ത് വരിക, 32 ബിറ്റാണ് എന്നൊക്കെയോളം വരും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് ബൈനറി എഴുതുക. അപ്പോൾ 8421 യൂസ് ചെയ്യുക. 2 + 2 1 കൂടെ കൂടുമ്പോൾ 3, ഇതും 3, അപ്പോൾ 3 3, ഇത് 2 ആണ്, ഇത് 8 ആണ്, ഇതെന്താണ് 2 ആണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 6 വരും, 04 ഇങ്ങനെ എഴുതുക. ഇതാണ് എൻ്റെ ഹെക്സാഡെസിമൽ വാല്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മളോട് പറഞ്ഞേക്കുന്നത് എന്തായിരുന്നു, നമുക്ക് തന്നേക്കുന്ന ക്വസ്റ്റ്യനെ ട്രാൻസ്ലേറ്റ് ഇൻറ്റു അസംബ്ലി ലാംഗ്വേജ് കൂടെ ട്രാൻസ്ലേറ്റ് ഇൻറ്റു മെഷീൻ ലാംഗ്വേജ്. അപ്പോൾ അസംബ്ലി ലാംഗ്വേജ് ആ ലൈൻ ആ ഇൻസ്ട്രക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കുക, ഏത് ടൈപ്പാണെന്ന് മനസ്സിലാക്കുക, അതിൻ്റെ കറസ്പോണ്ടിങ് 32 ബിറ്റ് ഫോർമാറ്റ് എടുക്കുക. 32 ബിറ്റ് ഫോർമാറ്റ് എടുക്കുമ്പോൾ ആ ഇൻസ്ട്രക്ഷനെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഡീകോഡ് ചെയ്യണം. ഡീകോഡ് ചെയ്തിട്ട് നമ്മൾ ഇൻസ്ട്രക്ഷൻ കണ്ടുപിടിക്കുക. അത് RD എന്താണ്, RS1 എന്താണ്, RS2 എന്താണെന്നുള്ളത് കണ്ടുപിടിക്കുക. ആ ടൈപ്പ് ആയതുകൊണ്ട് അപ്പോൾ ഓരോ ഇൻസ്ട്രക്ഷനും ഓരോ ഫോർമാറ്റാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ അത് പെർഫോം ചെയ്യുക. ഓക്കെ, അത് വെച്ചിട്ട് അത് നമ്മൾ കറക്റ്റായിട്ട് എഴുതുക. അപ്പോൾ ഇതാണ് അതിൻ്റെ കോമൺ R ടൈപ്പ് ഇൻസ്ട്രക്ഷൻ്റെ എല്ലാം ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ആഡിൻ്റെ ആണെങ്കിൽ ഓപ്കോഡിന് വ്യത്യാസമൊന്നുമില്ല, ഫംഗ്ഷനാണോ വ്യത്യാസം വരുന്നുള്ളൂ, പിന്നെ ഫംഗ്ഷൻ 7 വ്യത്യാസം വരുന്നുള്ളൂ. അപ്പോൾ ഫംഗ്ഷൻ ആൻഡ് ആണെങ്കിൽ ഇത്, സബ് ആണെങ്കിലും ഇത്, ആഡും സബിൻ്റെയും മാത്രം. ആൻഡിൻ്റെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 111 ആണ്. അപ്പോൾ അത് മാത്രം മാറുന്നത്, ഫംഗ്ഷൻ 3 മാത്രം മാറുന്നത്. പിന്നെ ഇവിടെ ഈ സബിൻ്റെയും മാറുന്നുണ്ട്. ഫംഗ്ഷൻ 3 മാത്രം എല്ലാത്തിനും പഠിച്ചു വയ്ക്കുക. ആ ടൈപ്പിൻ്റെ ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഈ ടേബിൾ ഒന്ന് റെഫർ ചെയ്താൽ മതി. എക്സോണിൻ്റെ ഫംഗ്ഷൻ 3 ആണിത്. ഈ ഓപ്പ് കോഡ് ഒരിക്കലും ചേഞ്ച് ആവുന്നില്ല, ഓപ്പ് കോഡ് സെയിം ആയിരിക്കും എല്ലാ R ടൈപ്പ് ഇൻസ്ട്രക്ഷൻസും. അപ്പോൾ എല്ലാ R ടൈപ്പ് ഇൻസ്ട്രക്ഷൻസും ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ കറസ്പോണ്ടിങ് ഓപ്പ് കോഡ് എന്താണ്, ഫംഗ്ഷൻ 3 എന്താണ്, ഫംഗ്ഷൻ 7 എന്താണ്, അതൊന്ന് റെഫർ ചെയ്തേക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് അഡ്രസ്സിംഗ് മോഡ്സ് ഇൻ റിസ്ക് ഫയൽ. റിസ്ക് ഫയലിൽ നമ്മൾ യൂസ് ചെയ്യുന്ന അഡ്രസ്സിംഗ് മോഡ്സ് എന്തൊക്കെയാണെന്നോ. ഓക്കെ, അപ്പോൾ റിസ്ക് ഫയലിൽ നമ്മൾ മെയിനായിട്ടും 4 അഡ്രസ്സിംഗ് മോഡ്സാണ് യൂസ് ചെയ്യുന്നത്. രജിസ്റ്റർ, ഇമ്മീഡിയറ്റ്, അതുപോലെ ബേസ്, പീസ് റിലേറ്റീവ് അഡ്രസ്സിംഗ് മോഡ്. അപ്പോൾ രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാത്തിനകത്തും രജിസ്റ്റേഴ്സ് ആണോ ഉള്ളതെങ്കിൽ, നമ്മുടെ ഇൻസ്ട്രക്ഷൻസിനകത്തെല്ലാം രജിസ്റ്റേഴ്സ് ആണോ ഉള്ളതെങ്കിൽ നമ്മൾ രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അതായത് ഓപ്പറൻസും അതുപോലെ ഓപ്പറൻറ്റും എല്ലാം സ്റ്റോർ ചെയ്തേക്കുന്ന എന്തിലായിരിക്കും, അതായത് ഡെസ്റ്റിനേഷനും സോഴ്സും എല്ലാം സ്റ്റോർ ചെയ്തേക്കുന്നത് രജിസ്റ്റേഴ്സിലാണെങ്കിൽ അതിന് രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ്സ്. അപ്പോൾ നമ്മൾ ആ ടൈപ്പ് ഇൻസ്ട്രക്ഷൻസ് എല്ലാം എന്താണ്, രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ്സ് ആണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ രജിസ്റ്റർ ഫസ്റ്റ് നമ്മുടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അഡ്രസ്സിംഗ് മോഡ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 ടൈപ്പാണ് ഉള്ളത്. 4 ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്, രജിസ്റ്റർ ഉണ്ട്, ഇമ്മീഡിയറ്റ് ഉണ്ട്, ബേസ് ഉണ്ട്, പീസ് റിലേറ്റീവ് അഡ്രസ്സിംഗ് മോഡ്സ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് വൺ രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ്സ് ആണ്. രജിസ്റ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്പറൻസ്, എല്ലാ ഓപ്പറൻസും എവിടെയായിരിക്കും സ്റ്റോർ ചെയ്തേക്കുന്നത്, രജിസ്റ്ററിലായിരിക്കും സ്റ്റോർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇൻസ്ട്രക്ഷൻ ഡയറക്ട്ലി റെഫറൻസ് operands are stored in registers and instructions are directly referenced. അത് ഇൻസ്ട്രക്ഷൻസ് എന്ത് ചെയ്തേക്കുമായിരിക്കും, അത് ഡയറക്റ്റ് ആയിട്ട് റെഫർ ചെയ്തേക്കുമായിരിക്കും. അങ്ങനെയുള്ളതായിരിക്കും രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഓപ്പറൻസ് എല്ലാം എവിടെയായിരിക്കും, രജിസ്റ്റേഴ്സിലായിരിക്കും ഉള്ളത്. ഓക്കെ, അപ്പോൾ കോമൺ ഇൻ ആ ടൈപ്പ് ഇൻസ്ട്രക്ഷൻസിലെല്ലാം കോമൺ ആണ്. ആഡ്, ഓർ, SLT എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണ്, രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡാണ്. ഫാസ്റ്റ് അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ് എല്ലാം നമുക്ക് ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും. കാരണം എന്താണ്, ക്വിക്ക് ആക്സസ് ആണ്. രജിസ്റ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫാസ്റ്റ് ആക്സസ് ചെയ്യാൻ പറ്റും, തൊട്ടടുത്തുള്ളതാണ്. അപ്പോൾ ഫാസ്റ്റായിട്ട് ഏറ്റവും ഫാസ്റ്റായിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രജിസ്റ്റേഴ്സ് ആണ്. അപ്പോൾ ക്വിക്ക് ആക്സസ് ആയിരിക്കും. അപ്പോൾ ആഡ് X6, X5, X1, X4 സബ് ഇതൊക്കെയാണ് എക്സാമ്പിളാണ്. അപ്പോൾ ഇവിടെ നോക്കുക, എല്ലാം രജിസ്റ്റേഴ്സ് ആണ്. അപ്പം എല്ലാ ഓപ്പറൻസ് എല്ലാം രജിസ്റ്റേഴ്സിലാണ്. ഓപ്പറൻസ് എല്ലാം രജിസ്റ്റേഴ്സ് ആണെങ്കിൽ നമ്മളതിനെ രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ് എന്നാണ് പറഞ്ഞത്. നമ്മളൊരു ഇൻസ്ട്രക്ഷനകത്ത് ഓപ്പറൻസ് എല്ലാം രജിസ്റ്റർ ആണ് എങ്കിൽ അതിനെ നമ്മൾ രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ് എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ്സ് ആണ്.
ഓക്കെ, അപ്പൊ ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അഡ്രസ്സ്, അതായത് ഒരെണ്ണം എന്തായിരിക്കും, ഒരു ഇമ്മീഡിയറ്റ് വാല്യൂ ആയിരിക്കും. അപ്പൊ അങ്ങനെ വരുന്നതാണ് നമ്മൾ എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് ഇമ്മീഡിയറ്റ് വാല്യൂ ആണെങ്കിൽ നമ്മൾ ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയും. ഓപ്പറൻസ് ഇസ് ഡയറക്റ്റ്ലി എംബഡഡ് ആസ് എ കോൺസ്റ്റന്റ് ഓർ അല്ലെങ്കിൽ ഒരു ഇമ്മീഡിയറ്റ് വാല്യൂ. അതായത് നമ്മുടെ ഇൻസ്ട്രക്ഷനകത്ത് ഒരെണ്ണം എന്തായിരിക്കും, ഒരു ഇമ്മീഡിയറ്റ് വാല്യൂ ആയിരിക്കും. നമ്മുടെ ഇൻസ്ട്രക്ഷനകത്ത് ഒരു ഓപ്പറൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് വാല്യൂ ആയിരിക്കും, ബാക്കിയെല്ലാം രജിസ്റ്റേഴ്സ് ആയിരിക്കും. അങ്ങനെ വരുന്നതാണെങ്കിൽ നമ്മൾ എന്ന് പറയും, അതിനെ നമ്മൾ ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയും. വൺ ഓപ്പറൻഡ് ഈസ് രജിസ്റ്റർ ബേസ്ഡ്, ദ അതർ ഈസ് കോൺസ്റ്റന്റ്. ഓക്കെ, അപ്പോൾ ഐ ടൈപ്പ് ഇൻസ്ട്രക്ഷൻസ് എല്ലാം എന്താണ്, നമ്മുടെ ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ്സ് ആയിരിക്കും. പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് ഞാൻ പറയാം, നമ്മളൊരു ഇൻസ്ട്രക്ഷൻ എടുക്കുവാണെങ്കിൽ അതിൻ്റെ ആ ഇൻസ്ട്രക്ഷൻ്റെ കൂടെ ഇപ്പോൾ ആടിൻ്റെ കൂടെ ആഡ് ഐ ഉണ്ട്, സബിൻ്റെ കൂടെ സബ് ഐ ഉണ്ട്. അപ്പോൾ ഐ വരുന്ന എല്ലാം എന്തായിരിക്കും, ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡായിരിക്കും, ഐ ടൈപ്പ് ഇൻസ്ട്രക്ഷനും ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഐ വരുന്ന ആഡ് ഐ, എസ് എൽ ഐ, അതെല്ലാം എന്താണ്, ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ്സ് ആണ് ഫോളോ ചെയ്യുന്നത്. അതെല്ലാം എന്താണ്, ഐ ടൈപ്പ് ഇൻസ്ട്രക്ഷനും ആയിരിക്കും. അപ്പം അതായത് നമ്മളിപ്പോൾ എടുക്കുവാണെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷൻ എന്താ, ഇപ്പോൾ ഇവിടെ നോക്ക്, ആടായി x5, x1 10 കൊടുത്തിട്ടുണ്ട്. അപ്പം x5 എന്നുള്ളത് നമ്മുടെ ഡെസ്റ്റിനേഷൻ രജിസ്റ്റർ ആണ്. ഈ ഓരോ ഓപ്പറൻറ്റ് രജിസ്റ്ററും ഒരെണ്ണം എന്തായിരിക്കും, ഒരു ഇമ്മീഡിയറ്റ് വാല്യൂ ആയിരിക്കും. അത് മേ ബി ഡെസിമൽ ആവാം, ഹെക്സാഡെസിമൽ വാല്യൂ എങ്ങനെയാണെങ്കിലോ ബൈനറി ആവാം, ഡിജിറ്റ് ആവാം. അപ്പം അങ്ങനെ കൊടുക്കുന്നത് എന്താണ്, ഒരു ഇമ്മീഡിയറ്റ് വാല്യൂ കൊടുക്കുവാണെങ്കിൽ നമ്മൾ മോസ്റ്റ്ലി ഡിജിറ്റും ഡെസിമലും അതുപോലെ തന്നെ ഹെക്സാഡെസിമലും കൊടുക്കാറുള്ളൂ. അപ്പം അങ്ങനെ കൊടുക്കുന്നത് എന്താണ്, ഒരു ഓപ്പറൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രജിസ്റ്ററും ഒരെണ്ണം ഇമ്മീഡിയറ്റ് വാല്യൂ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആണെങ്കിൽ നമ്മൾ അതിനെന്ന് പറയും ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ രജിസ്റ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്പറൻസ് എല്ലാം രജിസ്റ്റർ ആയിരിക്കും, രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡിൽ. ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഓപ്പറൻറ്റ് രജിസ്റ്ററും ഒരെണ്ണം ഇമ്മീഡിയറ്റ് വാല്യൂ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാ ഐ ടൈപ്പ് ഇൻസ്ട്രക്ഷൻസും എന്താണ്, ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ്സ് ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. യൂസ്ഫുൾ ഫോർ ഇനിഷ്യലൈസിങ് രജിസ്റ്റേഴ്സ്, ആഡിങ്, ഓഫ്സെറ്റ്, പെർഫോമിംഗ് ക്വിക്ക് കാൽക്കുലേഷൻ വിത്തൗട്ട് എക്സ്ട്രാ മെമ്മറി ആക്സ് ഒന്നും ഇല്ലാണ്ട് ഇപ്പോൾ ഒരു കാൽക്കുലേഷനൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും, ഈ ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ്സ് യൂസ് ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് ഡയറക്റ്റ് വാല്യൂ ഉണ്ട്, വീണ്ടും രജിസ്റ്ററിൽ പോയി ഡാറ്റ എടുക്കേണ്ട കാര്യമില്ല. ആ വാല്യൂ ആ ഫസ്റ്റ് രജിസ്റ്ററിലുള്ള വാല്യൂൻ്റെ കൂടെ ആഡ് ചെയ്യാനോ സബ് ചെയ്യാനോ ഒക്കെ ആണെങ്കിൽ ഓരോ രജിസ്റ്ററിലും ഓരോ ഇമ്മീഡിയറ്റ് വാല്യൂ ആണെങ്കിൽ നമുക്ക് ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേസ് ഡിസ്പ്ലേസ്മെന്റ് അഡ്രസ്സിംഗ് മോഡ്. അപ്പോൾ ബേസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് അഡ്രസ്സിംഗ് മോഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ ഓപ്പറൻറ്റ് നമ്മുടെ മെമ്മറിയിലുള്ളതായിരിക്കും. ഒരു ഓപ്പറൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെമ്മറി ആയിരിക്കും, അതിൻ്റെ ഒരു ഇമ്മീഡിയറ്റ് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഒരു വാല്യൂ കൂടെ നമ്മൾ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ ബേസ് അഡ്രസ്സ് എപ്പോഴും എന്തായിരിക്കും, ഒരു രജിസ്റ്റർ ആയിരിക്കും. ആ രജിസ്റ്ററിനോട് ഇമ്മീഡിയറ്റ് വാല്യൂ കൂടെ കൂട്ടുന്നതായിരിക്കും ഒറിജിനൽ അഡ്രസ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഓപ്പറൻറ്റ് റിസേർച്ച് ഇൻ മെമ്മറി, നോട്ട് ജസ്റ്റ് രജിസ്റ്റർ. അപ്പോൾ ഓപ്പറൻസ് എവിടെയായിരിക്കും, മെമ്മറിയിലായിരിക്കും. നമ്മുടെ ഓപ്പറൻറ്റ് എവിടെയായിരിക്കും, ഒരു മെമ്മറി ലൊക്കേഷനിലായിരിക്കും ഉണ്ടാവുക. അപ്പം നമ്മുടെ കയ്യിലുണ്ടാവുക ഒരു അഡ്രസ്സ് ആയിരിക്കും. ആ അഡ്രസ്സ് എങ്ങനെ കിട്ടുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബേസ് രജിസ്റ്ററിനകത്തൊരു അഡ്രസ്സ് ഉണ്ടാവും, അതിൻ്റെ കൂടെ ഡിസ്പ്ലേസ്മെൻറ്റ് കൂട്ടുമ്പോൾ കിട്ടുന്നതായിരിക്കും നമ്മുടെ അഡ്രസ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ലോഡ് സ്റ്റോർ ഇൻസ്ട്രക്ഷൻസ് എല്ലാം എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ബേസ് അഡ്രസ്സിംഗ് മോഡ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്പറൻസ് ഈസ് ലൊക്കേറ്റഡ് ഇൻ മെമ്മറി അറ്റ് ആൻ അഡ്രസ് ഫോംഡ് ബൈ ആഡിങ് ബേസ് രജിസ്റ്റർ വാല്യൂ ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഓഫ്സെറ്റ് ആണ്. അപ്പം നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്, നമുക്ക് നമ്മുടെ ഇൻസ്ട്രക്ഷൻ്റെ അകത്ത് ഒരു രജിസ്റ്റർ ഉണ്ടാവും. അപ്പം ആ രജിസ്റ്ററിൻ്റെ അകത്ത് അതിനെ നമ്മൾ ബേസ് രജിസ്റ്ററിന് ഓടും. ആ ബേസ് രജിസ്റ്ററിനോട് ഡിസ്പ്ലേസ്മെൻറ്റ് ആഡ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ഒറിജിനൽ ഡാറ്റ ഇരിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, ഫോർ എക്സാമ്പിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ LW x5, 8, x1. അപ്പം നമുക്ക് x5-ലേക്കൊരു x5 എന്ന് പറഞ്ഞ രജിസ്റ്ററിലേക്ക് ഒരു ഡേറ്റനെ ലോഡ് ചെയ്യാനാണ്. അപ്പം ആ ഡേറ്റ എവിടെ ഉള്ളത്, x+1 +5 +8 സോറി x5-ലേക്ക് നമുക്ക് ഒരു ഡേറ്റനെ റീഡ് ചെയ്തെടുക്കണം, ലോഡ് ചെയ്യണം. അപ്പം നമുക്ക് S5-ലേക്ക് ലോഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ x1-ൽ ബേസ് അഡ്രസ്സ് ഉണ്ട്, അതിനോട് 8 എന്ന് പറഞ്ഞ ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ഓഫ്സെറ്റ് കൂട്ടുമ്പോൾ കിട്ടുന്ന അഡ്രസ്സിൽ നിന്ന്, ആ മെമ്മറി ലൊക്കേഷനിൽ നിന്ന് ആ ഡേറ്റനെ എടുത്ത് നമ്മളവിടെ കൊണ്ടുപോയി സ്റ്റോർ ചെയ്യണം, x5-ൽ കൊണ്ടുപോയി സ്റ്റോർ ചെയ്യണം. ആണ് LW എന്ന് വെച്ചാൽ ലോഡ് വേർഡാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഈ x1 എന്ന് പറഞ്ഞ ബേസ് രജിസ്റ്റർ ആണ്, അതിൻ്റെ കൂടെ
8 കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന മെമ്മറി ലൊക്കേഷനിൽ നിന്ന് ഉള്ള ഡേറ്റിനെ എക്സ് ഫയലിൽ കൊണ്ടുപോയി സ്റ്റോർ ചെയ്യണം. അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. പിന്നെ SW ആണ് നമുക്ക് ജസ്റ്റ് സ്റ്റോർ ചെയ്യാനാണ്. അപ്പോൾ ഈ പറഞ്ഞേക്കണ മെമ്മറി ലൊക്കേഷനിലേക്ക് ഇവിടെയുള്ള ഡേറ്റിനെ കൊണ്ടുപോയി സ്റ്റോർ ചെയ്യണം, അങ്ങോട്ട് റൈറ്റ് ചെയ്യണം, അവിടെ കൊണ്ടുപോയി റൈറ്റ് ചെയ്യണം. ഈ മെമ്മറി ലൊക്കേഷനിലേക്ക് ഇവിടെയുള്ള ഡേറ്റിനെ കൊണ്ടുപോയി റൈറ്റ് ചെയ്യണം. ഇത് അവിടുന്ന് ഇങ്ങോട്ട് എടുക്കുന്നു, ഇത് അങ്ങോട്ട് സ്റ്റോർ ചെയ്യുന്നു, റൈറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് അറേ ആക്സസ് ചെയ്യാനും സ്ട്രക്ചേഴ്സ് സ്റ്റാക്കിലൊക്കെ നമുക്ക് യൂസ് ചെയ്യുന്ന എന്താണ്, അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ബേസ് അഡ്രസ്സിംഗ് മോഡ്സ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ബേസ് അഡ്രസ്സിംഗ് മോഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇത്ര ഓർത്താൽ മതി, ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ അത് എന്താണ്, അഡ്രസ്സ് ആയിരിക്കും. ചുമ്മാ രജിസ്റ്റർ കൊടുക്കുകയെന്ന് വെച്ചാൽ ഇപ്പം X1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് രജിസ്റ്ററാണ്, അതിൻ്റെ ഉള്ളിൽ ഡേറ്റയാണുള്ളത്. പക്ഷെ എൻ്റെ കൂടെ ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്, അത് അഡ്രസ്സാണുള്ളത്, ഒറിജിനൽ ഡേറ്റ അതിൻ്റെ അകത്തില്ല. അപ്പോൾ അതവിടെ ഒരു അഡ്രസ്സാണ്. X1 എന്ന് പറഞ്ഞതിൻ്റെ അകത്ത് അഡ്രസ്സ് ഇരിപ്പുണ്ട്, അതിൻ്റെ കൂടെ 8 എന്ന് പറഞ്ഞ ഡിസ്പ്ലേസ്മെൻറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന മെമ്മറി ലൊക്കേഷനാണ് നമ്മുടെ ഡേറ്റ. അതവിടുന്ന് ഡേറ്റനെ എടുത്ത് നമ്മൾ എക്സ് ഫയലിൽ കൊണ്ടുവരുന്നു. ഓക്കെ, അപ്പോൾ അത്ര ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ രജിസ്റ്റർ നോക്കി, രജിസ്റ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഓപ്പറേറ്റിംഗ് രജിസ്റ്റേഴ്സ് ആയിരിക്കും. ഇമ്മീഡിയറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം രജിസ്റ്ററും ഒരെണ്ണം ഇമ്മീഡിയറ്റ് വാല്യൂ ഉണ്ടാവും. ഉണ്ടെങ്കിൽ ഓർക്കുക അത് ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡാണ്. പിന്നെ ഉള്ളത് നമ്മുടെ ബേസ് അഡ്രസ്സിംഗ് മോഡ്സ് ആണ്. ബേസ് അഡ്രസ്സിംഗ് മോഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെയായിരിക്കും, ഒരു മെമ്മറി ലൊക്കേഷനിലായിരിക്കും. അതായത് ഒരു ഓപ്പറൻസ് എല്ലാം മെമ്മറി ലൊക്കേഷനിലായിരിക്കും, മെമ്മറി അഡ്രസ്സിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് കിട്ടാനായിട്ട് അതിന് ബേസ് അഡ്രസ്സും ഇവിടെ ഓഫ്സെറ്റ് വാല്യൂടെ ആഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ കറസ്പോണ്ടിങ് മെമ്മറി ലൊക്കേഷൻ കിട്ടുള്ളൂ. നെക്സ്റ്റ് വൺ PC റിലേറ്റീവ് അഡ്രസ്സിംഗ് മോഡ്സ് ആണ്. നമ്മൾ പ്രോഗ്രാം കൗണ്ടറിന് വേണ്ടിയിട്ടാണ് നമ്മൾ PC റിലേറ്റീവ് അഡ്രസ്സിംഗ് മോഡ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്പറൻറ്റ് അഡ്രസ് ഇസ് കമ്പ്യൂട്ടർ റിലേറ്റീവ് ടു ദ കറണ്ട് പ്രോഗ്രാം കൗണ്ടർ വാല്യൂ. അപ്പോൾ കറണ്ട് പ്രോഗ്രാം കൗണ്ടറിൽ എന്ത് വാല്യൂ ആണുള്ളത് അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ റിലേറ്റീവ് കറസ്പോണ്ടിങ് ഇപ്പോൾ ഉള്ള അഡ്രസ്സ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഓപ്പറേറ്റ് അഡ്രസ് ഈസ് കമ്പ്യൂട്ടർ റിലേറ്റീവ്ലി ടു ദ കറണ്ട് പ്രോഗ്രാം കൗണ്ടർ വാല്യൂ. അപ്പോൾ കറൻ്റ്ലി പ്രോഗ്രാം കൗണ്ടറിൽ എന്ത് വാല്യൂ ഉണ്ടോ അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, എങ്ങോട്ടാണ് ജമ്പ് ചെയ്യുന്നത് അതിൻ്റെ അഡ്രസ്സും കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. എനേബിൾസ് പൊസിഷൻ ഇൻഡിപെൻഡൻറ്റ് കോഡ്. ഓക്കെ, അപ്പോൾ പൊസിഷൻ ഇൻഡിപെൻഡൻറ്റ് കോഡ് ഇപ്പോൾ നമുക്ക് ജമ്പ് ചെയ്യണം യെസ് ഒക്കെ വരുമ്പോഴാണ് മെയിനായിട്ട് നമ്മൾ PC റിലേറ്റീവ് നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രാഞ്ച് ഇൻസ്ട്രക്ഷനിലും ജമ്പ് ഇൻസ്ട്രക്ഷനിലും ഒക്കെ. അപ്പോൾ നമ്മൾ ജാൽ X1 ലേബൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മീനിങ് എന്താ, നമുക്ക് ഈ ലേബൽ എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് ജമ്പ് ചെയ്യണം. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ലേബലിൻ്റെ അഡ്രസ്സ് കിട്ടാനായിട്ട് നമ്മൾ PC-യുടെ കൂടെ ഈ കറസ്പോണ്ടിങ് ലേബലിൻ്റെ ഓപ്സെറ്റ്, അതാണ് ലേബലിൻ്റെ അഡ്രസ്സ് എന്താണോ അതും കൂടെ ആഡ് ചെയ്യും. അപ്പം അതിലേക്ക് ജമ്പ് ആവും. ഓക്കെ, അപ്പം അങ്ങനെ ജമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, അപ്പം നമ്മൾ ഓപ്പറൻറ്റ് അഡ്രസ്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, റിലേറ്റീവ് നമ്മുടെ കറണ്ട് PC-യുടെ അഡ്രസ്സ് എന്താണോ അതിൻ്റെ കൂടെ ആ ലേബലിൻ്റെ അഡ്രസ്സും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എന്ത്, ഓപ്പറൻറ്റ് അഡ്രസ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ജമ്പ് ടു ദി അഡ്രസ് PC പ്ലസ് ഓപ്സെറ്റ് വേർ ഓപ്സെറ്റ് ഇറ്റ്സ് ദ ഡെറിവേഡ് ഫ്രോം ദി ലേബിൾ. ഓപ്സെറ്റ് നമ്മൾ അവിടെ നിന്ന് കിട്ടും, ലേബലിൽ നിന്ന് നമ്മുടെ ലേബലിൻ്റെ അഡ്രസ്സ് എന്താണോ അതിൽ നിന്നായിരിക്കും നമ്മൾ ഓപ്സെറ്റിൻ്റെ വാല്യൂ എടുക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ടായിരിക്കും നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ X1 റിട്ടേൺ ചെയ്യാനുള്ള അഡ്രസ്സായിരിക്കും X1 ഉണ്ടാവും. അപ്പോൾ നമ്മൾ ബ്രാഞ്ചിങ്ങിലോ ഫംഗ്ഷൻ കോഡിലൊക്കെയാണ് നമ്മൾ PC റിലേറ്റീവ് അഡ്രസ്സിംഗ് മോഡ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ PC റിലേറ്റീവ് അഡ്രസ്സിംഗ് മോഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻസിൽ അല്ലെങ്കിൽ നമ്മൾ ജമ്പ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷനിലൊക്കെയാണ് നമ്മൾ PC റിലേറ്റീവ് ഫംഗ്ഷൻ കോഡൊക്കെ വരുമ്പോഴാണ് PC റിലേറ്റീവ് അഡ്രസ്സിംഗ് മോഡ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ പ്രോഗ്രാം കൗണ്ടറിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ എന്താണ്, കറണ്ടിലുള്ള വാല്യൂ എന്താണ് അതിൻ്റെ കൂടെ ജമ്പ് ചെയ്യാൻ വെച്ചേക്കുന്ന ആ ഓഫ്സെറ്റിൻ്റെ കൂടെ ആഡ് ചെയ്യും. അതുകൊണ്ടായിരിക്കും നമ്മൾ അഡ്രസ്സ് എടുക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ഇപ്പോൾ ജമ്പാൻ്റെ ലിങ്ക് ജാൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷനാണ്, ജമ്പിങ് ഇൻസ്ട്രക്ഷനാണ്. അപ്പോൾ ജമ്പാൻ്റെ ലിങ്കാണ്. അപ്പോൾ X1 നമ്മൾ റിട്ടേൺ അഡ്രസ്സ് ആയിരിക്കും ഉണ്ടാവുക, ലേബലിൽ നമ്മൾ ഓഫ്സെറ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഓഫ്സെറ്റ് ആ PC-യുടെ കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ കറസ്പോണ്ടിങ് ഓപ്പറൻറ്റ് അഡ്രസ്സ്, അതിലേക്ക് നമുക്ക് ജമ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ ഷോർട്ട് ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് നോക്കിയത് അഡ്രസ്സിംഗ് മോഡ്സ് ആണ്. 4 ടൈപ്പ് ഓഫ് അഡ്രസ്സിംഗ് മോഡ്സ് ആണ്. രജിസ്റ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഓപ്പറൻറ്റും രജിസ്റ്റേഴ്സ് ആയിരിക്കും. ഇമ്മീഡിയറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം, അതായത് ഒരു ഒരെണ്ണം രജിസ്റ്ററും ഒരെണ്ണം ഇമ്മീഡിയറ്റ് വാല്യൂ ആയിരിക്കും സോഴ്സ് രജിസ്റ്റേഴ്സ്. പിന്നെ നമ്മൾ പറഞ്ഞ ബേസ് അഡ്രസ്സിംഗ് മോഡ്സ് ആണ്, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് അഡ്രസ്സിംഗ് മോഡാണ്. അവിടെ നമ്മൾ ഓപ്പറൻറ്റ് ഒരു മെമ്മറി ലൊക്കേഷനിലായിരിക്കും ഉണ്ടാവും. അത് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ
ആ കറസ്പോണ്ടിങ് ബേസ് അഡ്രസ്സിനോട് ഓഫ്സെറ്റും കൂടെ വെച്ചിട്ടായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പിന്നെ ബേസ് റിലേറ്റീവ് അഡ്രസ്സിങ്ങാണ് നമ്മൾ ജമ്പ് ഇൻസ്ട്രക്ഷനിലും അതുപോലെ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷനിലാണ് യൂസ് ചെയ്യുന്നത്. അവിടെ എന്താ നമ്മളെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, നമ്മൾ ആ കറസ്പോണ്ടിങ് ആ ലേബലിൻ്റെ അഡ്രസ്സ് PC-യുടെ ലേബലിൻ്റെ അഡ്രസ്സ് ജമ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ലേബൽ വന്നിട്ടുണ്ടാവും, അതിൻ്റെ അഡ്രസ്സ് നമ്മൾ കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ എന്തൊക്കെ പഠിക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫങ്ഷൻ യൂണിറ്റ്സ് ഓഫ് എ കമ്പ്യൂട്ടർ സിസ്റ്റം അത് പഠിക്കുക ഫസ്റ്റ് ഇതിൽ നിന്ന്. പിന്നെ അവിടെ വരുന്ന നമ്മുടെ മെയിനായിട്ട് വരുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മുടെ ബിഗിനിന് എന്താണ്, ലിറ്റിന് എന്താണ്, അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ മെഷീൻ കോഡിലോട്ട് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത്, ഇൻസ്ട്രക്ഷൻ ടൈപ്സ് എല്ലാം പഠിക്കുക. എന്നാലാണ് നമുക്ക് ആ മെഷീൻ കോഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇൻസ്ട്രക്ഷൻ ടൈപ്പ് പഠിച്ചാൽ നമുക്ക് മെഷീൻ കോഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ, കാരണം 32 ബിറ്റ് ഫോർമാറ്റ് ആക്കണം. അപ്പോൾ അത് പഠിക്കുക. അതുപോലെ തന്നെ നമ്മുടെ നെക്സ്റ്റ് വരുന്ന നമ്മുടെ മെയിനായിട്ട് വരുന്ന പോർഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഡ്രസ്സിങ് മോഡ്സ് നന്നായിട്ട് നോക്കുക. അതുപോലെ അതിൻ്റെ അകത്ത് വരുന്ന റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കുക. പിന്നെ ഷിഫ്റ്റ് ഓപ്പറേഷൻ അങ്ങനെയുള്ള ഓപ്പറേഷൻസ് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നതെന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ എല്ലാം അതിനകത്ത് വരുന്ന ഇൻസ്ട്രക്ഷൻ ടൈപ്പും അതിൻ്റെ ഫോർമാറ്റും എല്ലാം കറക്റ്റായിട്ട് പഠിച്ചിരിക്കുക. ബിഗിൻ്റെ ലിറ്റിൻ്റെ ചോദിക്കാനുള്ള ക്വസ്റ്റ്യനാണ്, അത് കറക്റ്റായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. അത് ഓർത്തിരിക്കുക. ബിഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിറ്റിലിനെ ഓർത്താൽ മതി. ലിറ്റിൽ എല്ലാം ലിറ്റിൽ 3 ഓർക്കുക. ലിറ്റിൽ ലോവർ അഡ്രസ്സിംഗ് മോഡ് LSB, ലോവറിലേക്ക് അഡ്രസ്സിങ്ങിലോട്ട് LSB ആണ് പോകുന്നത്. അങ്ങനെ ഓർത്തിരിക്കുക. മറ്റേത് നമുക്കപ്പോൾ കിട്ടും MSB. ബിഗ് ഇന്ത്യയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ MSB ആയിരിക്കും ലോവറിലോട്ട് പോകും. അത്ര ഓർത്തിരിക്കുക. അപ്പോൾ അങ്ങനെ കറക്റ്റായിട്ട് എല്ലാം നോക്കി പഠിക്കുക. ഈ ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്യുക. ഈ ക്വസ്റ്റ്യൻ മാത്രമല്ല, അതിൻ്റെ കൂടെ തിയറി പോർഷൻസ് ഉണ്ട്. ആ തിയറി പോർഷൻ്റെ അകത്ത് ഇൻസ്ട്രക്ഷൻ സെറ്റും ഇൻസ്ട്രക്ഷൻ ടൈപ്പും അതെല്ലാം അറിഞ്ഞിരിക്കണം. എന്നാലും നമുക്ക് ആ ഫോർമാറ്റൊക്കെ അറിഞ്ഞാൽ നമുക്കത് നോക്കാൻ പറ്റുള്ളൂ. അപ്പം എല്ലാം കൂടെ ഞാനത് ഉൾപ്പെടുത്തുന്നില്ല. അപ്പോൾ അത് കറക്റ്റായിട്ട് നോക്കുക. ഇൻസ്ട്രക്ഷൻ എല്ലാ ടൈപ്പ് ഇൻസ്ട്രക്ഷൻസും അതിൻ്റെ ഫോർമാറ്റും പഠിച്ചു വെച്ചേക്കുക. അപ്പോൾ താങ്ക് യു. കീപ് വാച്ചിങ് വൺസ്.